അഊദുബില്ലാഹി സമീഉൽ അലീം മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. യാ ഹിമ്മത്തശ് ശൈഖ് ലനാ ബിഹാദൽ മഹ്ദരി വൽ തഅതിഫി ബിനദ്റത്തിൻ തഅതി ലനാ ബിളഫരി. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. കഴിഞ്ഞ ആഴ്ചത്തെ ദർസിൽ നമ്മൾ മുഖദ്ദമീങ്ങളെക്കുറിച്ച്, അവരുടെ വ്യത്യസ്തമായ ഇനങ്ങളെക്കുറിച്ച്, എത്ര ടൈപ്പ് മുഖദ്ദമീങ്ങളുണ്ട്, ഓരോരുത്തരുടെയും അധികാര പരിധിയെക്കുറിച്ച് ഒക്കെ ആയിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഷേഖ് അവർകൾ ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു ഷേഖ് അല്ല ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ പ്രജകൾക്ക് മുകളിൽ നിയമിക്കുന്ന ഒരു സൈന്യത്തിൻ്റെ മുകളിൽ നിയമിക്കുന്ന ഒരു സൈന്യാധിപനെ പോലെയാണ് അദ്ദേഹം. അപ്പോൾ ആ സൈന്യാധിപൻ്റെ അധികാരങ്ങളും പരിധികളും സൈന്യാധിപനെ കൊണ്ട് എന്തൊക്കെയാണ് രാജാവ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇങ്ങനെ പറഞ്ഞു വന്നത്. അപ്പോൾ അത് ഒരു മുഖദ്ദമിലേക്ക് തട്ടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ അതിനെ വിശദീകരിച്ചിരുന്നു. ഇന്ന് ആ സൈന്യാധിപൻ്റെ കാര്യം തന്നെയാണ് ഇന്ന് പറയുന്നത്, ആദ്യ ഭാഗം. അതിനുശേഷം പിന്നെ മുഖദ്ദമീങ്ങളിലേക്ക് അതിനെ ചേർത്ത് പറയുന്നുണ്ട് ഷേഖ് അവറുകൾ തന്നെ. പിന്നീട് ഒരു മുഖദ്ദമിന് തൻ്റെ ഇജാസത്ത് മാത്രം മതിയാകുമോ, അല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ വേണ്ടതുണ്ടോ, ഒരു മുഖദ്ദം എപ്പോഴാണ് നല്ലൊരു മുഖദ്ദമാവുന്നത്, എപ്പോഴാണ് അദ്ദേഹം മോശപ്പെട്ടവനാവുന്നത്, ഒരാൾക്ക് ഇജാസത്ത് മാത്രം ഉണ്ടായി എന്ന കാരണം കൊണ്ട് മാത്രം, ഇജാസത്തുള്ളതുകൊണ്ട് മാത്രം എനിക്ക് ഇജാസത്തുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കുമോ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ജനമധ്യത്തിൽ പരസ്യമായി അപമാനിക്കുകയും തുടർന്ന് സുൽത്താൻ അദ്ദേഹത്തിന് മാപ്പ് നൽകുകയും ചെയ്താൽ അദ്ദേഹത്തിന് അനുയോജ്യമായ സൈനിക സേവനത്തിലോ ശുചിമുറികൾ വൃത്തിയാക്കുന്ന ജോലിയിലോ സുൽത്താൻ അദ്ദേഹത്തിന് നിയോഗിച്ചേക്കാം. ഒരു ഉദാഹരണമാണല്ലോ പറഞ്ഞത് ഇവിടെ. അതായത് രാജാവിൻ്റെ സൈന്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സൈന്യാധിപൻ, അദ്ദേഹം രാജാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവൻ സ്വയം കാര്യങ്ങൾ ചെയ്യാണ്, അവൻ്റെ സ്വന്തം താല്പര്യത്തിനാണ് അതൊക്കെ ചെയ്യുന്നത്, രാജാവിൻ്റെ ഇഷ്ടങ്ങളൊന്നും അവൻ പരിഗണിക്കുന്നില്ല. എങ്ങനെയാണെന്ന് മനസ്സിലായാൽ അതിനൊരുപാട് മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പ്രജകളിൽ നിന്ന് മനസ്സിലായി, അല്ലെങ്കിൽ മറ്റു സൈന്യാധിപരിൽ നിന്ന് മനസ്സിലായി, അല്ലെങ്കിൽ രാജാവിന് എന്നെ ബോധ്യപ്പെട്ടു, രാജാവിൻ്റെ രഹസ്യാന്വേഷകർ വഴി അത് മനസ്സിലാക്കാൻ സാധിച്ചു. ഇങ്ങനെയൊക്കെ ബോധ്യപ്പെട്ട രാജാവ് അദ്ദേഹത്തെ ശിക്ഷിക്കും. അപ്പോൾ ശിക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം ആ സൈന്യാധിപൻ ജനമധ്യത്തിൽ പരസ്യമായി അപമാനിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവും. അങ്ങനെ അപമാനിക്കപ്പെടുകയും പിന്നെ രാജാവ് അദ്ദേഹത്തിന് മാപ്പ് നൽകുകയും ചെയ്താൽ പിന്നെ അദ്ദേഹത്തിന് സൈന്യാധിപനാവാൻ പറ്റണമെന്നില്ല. പിന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യുക, എന്തെങ്കിലും സൈനിക സേവനത്തിലൊക്കെ നിൽക്കാം, ശുചിമുറികൾ, അതായത് ബാത്റൂം വൃത്തിയാക്കാം, അങ്ങനെ എന്തെങ്കിലും ജോലിയിലൊക്കെ രാജാവ് പിന്നെ അദ്ദേഹത്തെ നിയമിച്ചെന്ന് വരാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണമായി അവഗണിച്ചെന്ന് വരാം, അദ്ദേഹത്തിന് ഒരു ഡ്യൂട്ടിയും കൊടുക്കാതെ പൂർണ്ണമായി അവഗണിച്ചെന്ന് വരാം. അതിനാൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവൻ്റെ ഉത്തരവാദിത്വം എന്തെന്നാൽ അവൻ കാര്യത്തിൻ്റെ ഗൗരവം ഗ്രഹിക്കുകയും ഉന്നതരുടെ വസ്ത്രം അണിയുകയും ചെയ്യട്ടെ. അപ്പോൾ ഒരു മുഖദ്ദമായ ഒരു സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ആളും ഇതേ കാര്യമാണ് ചെയ്യേണ്ടത്. അവർക്ക് കുറച്ചും കൂടി ഗൗരവം ഉണ്ടാവണം. മാത്രമല്ല അവർക്ക് കുറച്ചും കൂടിയും അവരുടേതായ ആ സ്ഥാനത്തിന് യോജിച്ച രൂപത്തിലുള്ള ഒരു സ്വഭാവം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇതുപോലെ അവർക്ക് യോജിക്കാത്ത വസ്ത്രം അവർ എടുത്തണിയരുത്. കുട്ടികളുടെ വസ്ത്രം ഒരിക്കലും അവന് മറയ്ക്കുകയോ അവനൊന്നിനും ഉപകരിക്കുകയോ ഇല്ലല്ലോ. അപ്പം നമ്മൾ ഒരു വലിയ ആൾ ഒരു കുട്ടീൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് അങ്ങനെ ഉണ്ടാവും, നമ്മൾ ആളുകൾ കളിയാക്കൂല, അവനൊരിക്കലും അത് അവൻ്റെ ഔറത്ത് മറയ്ക്കാൻ അത് മതിയാവില്ലല്ലോ. അതുപോലെ ഉന്നതരായ ആളുകൾ മുഖദ്ദമീങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ചെറിയ ആൾക്കാരെ, തുടക്കക്കാരായ മുരീദന്മാരെ അവരിൽ നിന്ന് വരുന്നത് പോലത്തെ വീഴ്ചകളൊക്കെ സംഭവിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. അവരതിൽ കുറച്ചും കൂടി ഗൗരവമുള്ളവരാവണം. പരലോകത്ത് വസ്ത്രം ധരിച്ച പലരും നഗ്നരായിരിക്കും. ഹദീസിലുണ്ടല്ലോ, പലരും വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ അവർ നഗ്നരായിരിക്കും. സ്ത്രീകളെ പറ്റി പറഞ്ഞത് അവർ ധരിച്ചിട്ടുണ്ട്, അവർ നഗ്നരായിരിക്കും. അത് ഉദ്ദേശിക്കുന്നത് എന്താ, അവർ ആവശ്യത്തിന് മറിച്ചിട്ടുണ്ടാവില്ല,
ഒരു ചെറിയ കുട്ടികളെ ഡ്രസ്സ് പോലത്തെ ഡ്രസ്സായിരിക്കും പെണ്ണുങ്ങൾ പലതും ഇടുന്നുണ്ടാവുക. അവർ പരലോകത്ത് അവർ നഗ്നരായിക്കൊന്നും പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞല്ലോ. അതുപോലെയാണ് ഈ മുഖദ്ദമ്യങ്ങൾ. അവർ കാര്യങ്ങൾ ഗൗരവം മനസ്സിലാക്കാതെ പെരുമാറിയാൽ, സാധാരണക്കാരെ പോലെ അവർ പെരുമാറിയാൽ, അവർ വേണ്ട രൂപത്തിൽ വസ്ത്രം ധരിക്കാത്തവരെ പോലെ ആയിത്തീരും. രാജാവ് അദ്ദേഹത്തിന് ഔദ്യോഗികവും രാജകീയവുമായ ചിഹ്നങ്ങളും പദവികളും നൽകിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പൊട്ടിച്ചിരി നിഷിദ്ധമാക്കപ്പെടുന്നു. അപ്പം നമ്മൾ സാധാരണ പൊട്ടിച്ചിരിക്കുന്നതും തമാശ പറയുന്നതും നമുക്ക് തെറ്റല്ല. എന്നാലത് കൂടുതൽ നല്ലത് പുഞ്ചിരിയാണെന്നും പൊട്ടിച്ചിരി എപ്പോഴെങ്കിലുമൊക്കെ നല്ലതാണെന്ന് പൊട്ടിച്ചിരി എപ്പോഴെങ്കിലുമൊക്കെ ആവാം. സ്ഥായിയായ നമ്മുടെ ആ അവസ്ഥ പുഞ്ചിരിയാണെന്ന് നമ്മൾ പറയാറുണ്ട്. സാധാരണ മുരീദന്മാരുടെ വിഷയത്തിൽ അങ്ങനെ പറയാറുണ്ട്. എന്തായാലും ഏതെങ്കിലും മുരീദ് പൊട്ടിച്ചിരിച്ചു, തമാശ പറഞ്ഞു, കത്തിയടിച്ചു എന്നൊക്കെ കരുതാം, കുഴപ്പമൊന്നുമില്ല. മുരീദിനെ സമയമെടുത്തോളം ചിലപ്പോൾ അവൻ്റെ നിയ്യത്ത് നല്ലതാണെങ്കിൽ ചിലപ്പോൾ അതിന് പ്രതിഫലം കിട്ടിയെന്ന് വരാം. പക്ഷെ ഇപ്പോൾ ഒരു രാജാവിനെ സംബന്ധിച്ച് രാജാവിൻ്റെ സൈന്യത്തിലെ സൈന്യാധിപൻ എപ്പോഴും പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ അതിനൊരു വില ഉണ്ടാവില്ല. ഒരു സ്ഥാപനത്തിലെ മേധാവി, ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്, എപ്പോഴും പൊട്ടിച്ചിരിയും തമാശയും, അങ്ങനെയാണ് അദ്ദേഹത്തിന് വില ഉണ്ടാവില്ല. അതേപോലെ തന്നെ മുഖദ്ദമീങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചിട്ടും തമാശ പറഞ്ഞിട്ടും അത് മാത്രമാണ് അവരുടെ രീതിയെങ്കിൽ, തമാശയും കളിയും ചിരിയുമാണെങ്കിൽ അവർക്കതിന് വില ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവർക്കത് നിഷിദ്ധമാക്കപ്പെട്ടത്. കാരണം ചിരി ഉണ്ടാകുന്നത് അത്ഭുതത്തിൽ നിന്നാണ്. അത്ഭുതമുണ്ടാകുന്നത് കാര്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഉള്ള അജ്ഞതയിൽ നിന്നുമാണ്. ഒരു ഉന്നതൻ യഥാർത്ഥത്തിൽ ഉന്നതനായി അറിയപ്പെടുന്നത് എല്ലാ കാര്യങ്ങളും അനുഭവത്തിലൂടെ മനസ്സിലാക്കുകയും അവയുടെ ഉറവിടവും കാരണങ്ങളും സൃഷ്ടാവിനെയും അവ എങ്ങനെ സംയോജിക്കപ്പെട്ടിരിക്കുന്നുവെന്നും കൃത്യമായി അറിയുകയും ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഒരു പൊട്ടിച്ചിരി ഉണ്ടാകുന്നത് ഒരു അത്ഭുതത്തിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ ഒരു ഉന്നതനീയമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതങ്ങളൊന്നിനും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവൻ അധികം പൊട്ടിച്ചിരിക്കാനും തോന്നൂല. പൊട്ടിച്ചിരി അവൻ്റെ ഒരു വിശേഷണമാവരുത്. അവൻ എന്നാലേ എപ്പോഴെങ്കിലും ഒരിക്കലും പൊട്ടിച്ചിരിക്കാൻ പാടില്ല, അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വലദാസങ്ങൾ പൊട്ടിച്ചിരിക്കാതിരുന്നതും പുഞ്ചിരിക്കുക മാത്രം ചെയ്തിരുന്നതും, അതിനർത്ഥം ഒരിക്കലും പൊട്ടിച്ചിരിച്ചില്ല എന്നല്ല. പുഞ്ചിരിയായിരുന്നു റസൂലുള്ളാഹിങ്ങളെ പൊതുവായ സ്വഭാവം. അതുപോലെ തന്നെ ആയിരിക്കണം ഈ നേതാക്കന്മാർക്ക് ഉണ്ടാവേണ്ടത്. പുഞ്ചിരിയായിരിക്കണം അവരുടെ സ്വഭാവം. പൊട്ടിച്ചിരി എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും യാദൃശികമായി സംഭവിക്കുന്ന ഒന്നാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. പുഞ്ചിരി എന്നത് മുഖപ്രസന്നതയാണ്. ആരെങ്കിലും പൊട്ടിച്ചിരിച്ചാൽ അവൻ്റെ ബുദ്ധിയുടെ പകുതി കുറഞ്ഞുപോയി. അങ്ങനെ ബുദ്ധി പതനത്തിലേക്ക് താഴ്ന്നു പോയാൽ അവൻ്റെ അതബ് നഷ്ടപ്പെടുന്നു. ഉത്തമ സ്വഭാവത്തിൻ്റെ ആധാരമായ അതബ് നഷ്ടപ്പെട്ടാൽ അവൻ ചവറുകൂനകൾ വൃത്തിയാക്കുന്ന ജോലിയിലേക്കോ അല്ലെങ്കിൽ പൂർണ്ണമായ അവഗണനയിലേക്കോ വലിച്ചെറിയപ്പെടും. അതുകൊണ്ടൊരു മുഖദ്ദമിനെ സംബന്ധിച്ചിടത്തോളം അവനിങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന അവസ്ഥ വന്നാൽ അവന് സാധാരണ ആളുകളൊക്കെ സാധാരണ ആളുകൾക്ക് ആളുടെ ഇടയിൽ അറിയപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ഒരുപാട് ചിരിക്കുന്നവർക്ക് ബുദ്ധി കുറവായിരിക്കും. അങ്ങനെ കത്തിയടിയും ചിരിയും മാത്രം ശീലമാക്കിയ ആളുകൾക്ക് ബുദ്ധി കുറവായിരിക്കും. അവർക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഞാൻ കുറേ വായിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, ഒന്നും എൻ്റെ തലയിൽ കയറുന്നില്ല, എന്താ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഒന്നും എൻ്റെ മനസ്സിൽ നിൽക്കുന്നില്ല. നമ്മൾ പലപ്പോഴും പരിശോധിച്ചാൽ മതി നമ്മുടെ സ്വഭാവം എന്താണെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ കത്തിയടിയും ചിരിയും കളിയുമാണെങ്കിൽ ആ ചിരിയും കളിയും നമ്മുടെ ബുദ്ധി ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം നമുക്കിതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പം ആ ബുദ്ധി കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതബ് കാണിക്കുക. അപ്പം നമ്മൾ ഓരോ സമയത്തും സ്ഥലത്തും ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ സാധിക്കുക. എല്ലായിടത്തും എല്ലാം ചെയ്യാൻ പാടില്ലല്ലോ. ഇപ്പം നമ്മൾ മാതാപിതാക്കളോട് പെരുമാറുന്ന പോലെയല്ല മക്കളോട് പെരുമാറുക, സുഹൃത്തുക്കളോട് പെരുമാറുക. ഓരോ സ്ഥലത്തും സമയത്തിനും വ്യത്യസ്തമായ അതബുകളുണ്ടല്ലോ. ഈ അതബുകളൊക്കെ നമുക്ക് ബോധ്യം വരുന്നത് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ. അപ്പോൾ ബുദ്ധി ഇല്ലാത്ത ആളുകൾക്ക് അതബും നഷ്ടപ്പെടും. ഈ അതബ് നഷ്ടപ്പെട്ടാലോ പിന്നെ അവനെന്തെങ്കിലും താഴ്ന്ന പരിപാടി ചെയ്യാന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് ഉയർന്ന കാര്യങ്ങളൊന്നും പിന്നെ നമുക്ക് അവരെ ഏൽപ്പിക്കാൻ പറ്റില്ല. അതിനാൽ അദ്ദേഹത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഇതാണ്: രാജാവിൻ്റെ സൂചനകൾക്കൊപ്പമായി കാര്യങ്ങൾ വിശകലനം ചെയ്യാനും നിയന്ത്രിക്കാനുമുള്ള ഇരിപ്പിടങ്ങളിൽ അദ്ദേഹം ഉപവിഷ്ടനാവണം. അതിൽ നിന്ന് നിർബന്ധമായവ, സുന്നത്തായവ, അനുവദനീയമായവ, നിഷിദ്ധമായവ, കറാഹത്തായവ, ഉത്തമമായ ഇതിനോട് യോജിക്കാത്തവ എന്നീ വിധികൾ വേർതിരിച്ചിരിക്കുന്നതിന് വേണ്ടിയും. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ സൂചനകൾ, രാജാവ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും അതിൽ നിന്ന് ഇത് ഫർളാണ്, ഇത് സുന്നത്താണ്, ഇത് ഹറാമാണ്, ഇത് കറാഹത്താണ് എന്നൊക്കെ വേർതിരിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം.
ഒരു മുഖദ്ദമിൻ്റെ ഉത്തരവാദിത്തമാണ് ഷെയ്ഖിൻ്റെ വാക്കുകൾ മനസ്സിലാക്കലും അത് മനസ്സിലാക്കി അതിൽ നിന്ന് വരുന്ന നിയമങ്ങളെ മുരീദന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കലും. രാജാവിൻ്റെ വാക്കുകളിൽ നിർബന്ധവും അനുവദനീയവും അസാധ്യവുമായ കാര്യങ്ങളിലേക്ക് വഴി നടത്തുന്ന ബുദ്ധിപരമായ തെളിവുകൾ സംയോജിച്ചുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുകയും അതിന് ഉപാധികൾ വെക്കുകയും ഉപാധികളില്ലാത്ത കാര്യങ്ങൾക്ക് ഉപാധികൾ വെക്കാതിരിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ രാജാവിൻ്റെ വാക്കുകൾ, ഉദാഹരണം പറയാൽ ഷെയ്ഖിൻ്റെ വാക്കുകൾ, ഒരു മുഖദ്ദം എന്താ ചെയ്യേണ്ടത് അത് മനസ്സിലാക്കി അതിൽ നിന്ന് ഉപാധികളുള്ള കാര്യങ്ങൾ ഉപാധികൾ വെച്ച് ഉപാധികളില്ലാത്ത ഉപാധികൾ ഒഴിവാക്കി ആളുകൾക്ക് വിശദീകരിച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. സുൽത്താൻ്റെ സന്നിധി പൂർണ്ണമായ പരിധികളില്ലാത്തതാണെങ്കിലും സൈനിക വിഭാഗങ്ങളുടെയും പ്രജകളുടെയും അവസ്ഥകൾ പരിഗണിച്ചുകൊണ്ട് കൽപ്പനകൾ പൊതുവായും പ്രത്യേക ഉപാധികളും ഉള്ളതായിരിക്കും. ഇപ്പോൾ പൊതുവായ എല്ലാ വിഷയത്തിലും ഇത് ശരി ഇത് തെറ്റെന്ന് പറയാനുണ്ടാവില്ല. ഓരോ നാടുകളിലും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു രീതി ഉണ്ടാവും, നമ്മുടെ നാട്ടിലെ ജാവിയകൾക്കൊരു രീതി ഉണ്ടാവും, നമ്മുടെ നാട്ടിലെ മുരീദന്മാരും മുഖദ്ദമീങ്ങളൊക്കെ പെരുമാറുന്നതിന് രീതികളുണ്ടാവും. പൊതുവായ ഷെയ്ഖിൻ്റെ കൽപ്പനകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പൊതുവായ കൽപ്പനകളിൽ നിന്ന് ആ നാട്ടിലെ രീതികൾക്കനുസരിച്ചുള്ള ചിട്ടകൾ എന്ത് ചെയ്യണം, ഈ മുഖദ്ദമ കൊണ്ടുവരണം. എന്നാൽ ആ ചിട്ടകൾ ഈ ഷെയ്ഖിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് പോവുകയും ചെയ്യാൻ പാടില്ല. ഷെയ്ഖിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു ചിട്ട ഉണ്ടാക്കരുത്. എന്നാൽ കൽപ്പനകൾക്കുള്ളിലായി നിന്നുകൊണ്ട് ഒരു ചിട്ട ഉണ്ടാക്കണം. അത് ഏതുപോലെ രാജാവ് സൈന്യാധിപർക്ക് ഒരു പൊതുവായ നിയമം കൊടുക്കുക. ആ സൈന്യാധിപനാണ് തൻ്റെ സൈന്യത്തിലുള്ള ആളുകൾക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാൽ ആ നിയമങ്ങൾ ഒരിക്കലും ആ രാജാവിൻ്റെ നിയമങ്ങൾക്ക് പുറത്താവരുത്, രാജാവിൻ്റെ നിയമങ്ങൾ ഒഴിവാക്കുന്നതുമാവരുത്. ഇത് രണ്ടിൻ്റെയും പരിധിയിൽ ഇടയിൽ നിന്നുകൊണ്ടാണ് അവനെ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഓരോ മക്കാമിനും അതിൻ്റേതായ അദബുകളുണ്ട്, ഓരോ വാക്കിനും അതിൻ്റേതായ വിധികളും ഉദയസ്ഥാനങ്ങളും ബാഹ്യവും ആന്തരികവുമായ തലങ്ങളുമുണ്ട്. അദ്ദേഹം വേർതിരിച്ചെടുത്ത കാര്യങ്ങൾ സുൽത്താൻ്റെ സന്നിധിയിലേക്ക് തന്നെ സമർപ്പിക്കണം. അതിൽ സുൽത്താൻ അംഗീകരിച്ചതും സന്തോഷവാർത്ത അറിയിച്ചതും അള്ളാഹുവിൻ്റെ ഔദാര്യവും നീതിയും ഓർത്ത് അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിക്കട്ടെ. അറിയിച്ചതിനും അള്ളാഹുവിൻ്റെ ഔദാര്യവും നീതിയും ഓർത്ത് അള്ളാഹുവിനെ സ്തുതിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? സാധാരണ ഒരു മുഖദ്ദമനാണെങ്കിൽ ഒരു മുഖദ്ദമ ഷെയ്ഖിൻ്റെ വാക്കുകളൊക്കെ ഇങ്ങനെ വായിച്ചു പഠിച്ചു, അതിനനുസരിച്ച് ഒരു ക്രമം കൊണ്ടുവന്നു. ജാവികൾക്കും മുരീദന്മാർക്കും മുഖദ്ദമിങ്ങൾക്കൊക്കെ ഈ ക്രമം അവൻ സ്വന്തം നടപ്പിലാക്കുന്നതിന് മുമ്പായി ഈ ക്രമം അവൻ്റെ രാജാവിന്, അതായത് ഷെയ്ഖിനെ അറിയിക്കണം. എന്നിട്ട് ഷെയ്ഖ് അതിൽ ഒപ്പിടണം, ഷെയ്ഖ് അംഗീകരിക്കണം, സന്തോഷം അറിയിക്കണം. എന്നിട്ട് മാത്രമാണ് പിന്നെ അത് പ്രാവർത്തികമാക്കാൻ പറ്റും. അല്ലാതെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോകാന്നുള്ളതല്ല, അത് ഷെയ്ഖിനെ അറിയിച്ചതിന് ശേഷം നടപ്പിലാക്കുക. തുടർന്ന് പ്രജകൾക്കായി സുൽത്താൻ്റെ വാക്കിന് വ്യാഖ്യാനമായി അദ്ദേഹത്തിൻ്റെ രേഖകൾ എഴുതപ്പെടും. ഭാഷ നാടിന് അനുയോജ്യമാവുകയും നാട് അദ്ദേഹത്തിന് അനുയോജ്യമാവുകയും ചെയ്താൽ നാടിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പ്രജകളും പരീക്ഷിക്കപ്പെടും. അപ്പം ഇങ്ങനൊക്കെ ഉള്ള ബോധ്യമുള്ള, ഇപ്പോൾ ഇവിടെ ഭാഷ എന്ന് ഉദ്ദേശിക്കുന്നത് സൈന്യാധിപനാണ്. അപ്പോൾ ഇവിടെ അത് മുഖദ്ദമിലേക്ക് ചേർത്ത് പറഞ്ഞാൽ ഒരു നാടിന് അനുയോജ്യമാവുകയും നാട് അദ്ദേഹത്തിന് അനുയോജ്യമാവുകയും ചെയ്യുന്ന ഒരു മുഖദ്ദം ഉണ്ടായി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ മുഖദ്ദമിൻ്റെ മുരീദന്മാരാൽ പരീക്ഷിക്കപ്പെടും, മുരീദന്മാരെ മുഖദ്ദമരാലും പരീക്ഷിക്കപ്പെടും. അപ്പം ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എല്ലാം ഓക്കെ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയല്ല, ഈ മുഖദ്ദമിനെ കൊണ്ട് മുരീദന്മാരെ പരീക്ഷിക്കപ്പെടും, മുരീദന്മാരെ കൊണ്ട് മുഖദ്ദമും പരീക്ഷിക്കപ്പെടും. ചിലപ്പോൾ സുൽത്താൻ അദ്ദേഹത്തിന് അവരുടെ മേൽ പൂർണ്ണ അധികാരം നൽകുകയും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മറ്റാരുടെ വാക്ക് സ്വീകരിക്കാതിരിക്കുകയും ചെയ്തേക്കാം. ഇതുപോലെ ഒരു ഷെയ്ഖ് ചിലപ്പോൾ ഒരു മുഖദ്ദമിന് പൂർണ്ണമായ അധികാരം നൽകിയെന്ന് വരാം. എന്നിട്ട് വേറൊരാളെ അഭിപ്രായം ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ എടുക്കൂല, നിങ്ങൾ പറഞ്ഞാൽ ശരി, വേറെ ഒന്നും ഞാൻ എടുക്കൂല എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടാവാം. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കുന്നു പറഞ്ഞു, പക്ഷേ ചിലപ്പോൾ ഒരു ഷെയ്ഖ് ചിലപ്പോൾ ഒരു മുഖദ്ദമിനെ അങ്ങനെ ഒരു സ്ഥാനത്ത് വെച്ചേക്കാം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമേ കേൾക്കുള്ളൂ, വേറെ ആരുടെ അഭിപ്രായം കേൾക്കില്ല എന്ന് വന്നേക്കാം. അത് ഷെയ്ഖിൻ്റെ അധികാരമാണ്. ഇതുപോലെ രാജാവിന് ഒരു സൈന്യാധിപനെ മാത്രം കേൾക്കാമെന്ന് രാജാവിന് തീരുമാനിക്കുക. രാജാവിന് തോന്നുകയാണ് ഈ സൈന്യാധിപൻ ഏറ്റവും നല്ല ആളാണ്, അദ്ദേഹത്തിൻ്റെ നാടിനും അദ്ദേഹത്തിൻ്റെ പ്രജകൾക്കും ഏറ്റവും അനുയോജ്യനാണ് എന്ന് രാജാവിന് ബോധ്യപ്പെട്ടാൽ പിന്നെ ആ രാജാവിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ടാവും ആ ബോധ്യപ്പെടൽ രാജാവിന് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ രാജാവ് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇനി ഞാൻ ഇദ്ദേഹത്തിൻ്റെ വാക്ക് മാത്രമേ കേൾക്കൂ എന്ന് പറയാം, വേറെ ആരുടെയും അഭിപ്രായം അതിലെടുക്കാതിരിക്കുകയും ചെയ്യാം.
ചിലപ്പോൾ അദ്ദേഹത്തെ ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ മാത്രം പ്രതിനിധിയായി നിയമിച്ചേക്കാം. എന്നാൽ സുൽത്താൻ്റെ തൂക്കമുള്ള തുലാസിന് തൻ്റെ ന്യൂനതയുള്ള തുലാസ് കൊണ്ട് അദ്ദേഹം നഷ്ടപ്പെടുത്തിയാൽ സുൽത്താൻ അദ്ദേഹത്തെ അവരുടെ മേൽ അധികാരത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കും. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തെ പരിപൂർണമായ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വീകരിച്ച രൂപത്തിലുണ്ടാവാം. ചിലപ്പോൾ ഏതെങ്കിലും നാടിന് മാത്രം, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മാത്രം അപ്പോയിൻ്റ് ചെയ്യുന്ന ആളാവാം. ഇനി അദ്ദേഹത്തിനെ ഒരു മുഖദ്ദമായി നിയമിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ രീതികൾ ഷെയ്ഖിൻ്റെ രീതികളുമായി ഒത്തുവന്നില്ല, അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി എങ്കിൽ ചിലപ്പം ഷെയ്ഖ് അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് വരാം. പിന്നീട് അദ്ദേഹത്തിന് മറ്റൊരു ചുമതല നൽകുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കുന്നതിലേക്കോ സുൽത്താന് സ്വാതന്ത്ര്യമുണ്ട്. നാട് അതിൻ്റെ സ്ഥാനത്ത് എപ്പോഴും നന്മയിലായിരിക്കും. സുൽത്താൻ അത് തകർത്ത് വീണ്ടും നിർമ്മിച്ചാൽ പോലും അത് അതിൻ്റെ നല്ലതിനാണ്. അപ്പോൾ രാജാവ് നോക്കുന്ന എപ്പോഴും നാടിൻ്റെ കാര്യമാണ്, ഭടന്മാരെ കാര്യമാണ്, പ്രജകളെ കാര്യമാണ്. അപ്പോൾ പ്രജകൾ എപ്പോഴും നന്മയിലായിരിക്കും, അതിലൊരു മാറ്റമില്ല. അതിൻ്റെ ഇടയിലുള്ള സൈന്യാധിപന്മാരും അതിൻ്റെ ഇടയിലുള്ള കാര്യകർത്താക്കന്മാർ മാത്രമേ മാറുള്ളൂ. സുൽത്താൻ നോക്കുന്നത് ഈ പ്രജകളിലേക്കാണ്. അതുപോലെ ഷെയ്ഖ് നോക്കുന്ന മുരീദന്മാരിലേക്കാണ്. മുരീദന്മാരുടെ ഇടയിലുള്ള മുഖദ്ദമീങ്ങൾ മാത്രമേ മാറുള്ളൂ. മുരീദന്മാരെപ്പോഴും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ അവർ സിസ്റ്റം മൊത്തം തകർത്ത് പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നു തരാം ഷെയ്ഖ്. അതാണ് ഷെയ്ഖ് ഇവിടെ പറയുന്നത്. മുമ്പൊരു സിസ്റ്റത്തിലായിരിക്കും, ആ സിസ്റ്റത്തിൽ മുഖദ്ദമ ഉണ്ടാവും, ജാവികളുണ്ടാവും, മുരീദന്മാരുണ്ടാവും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ഷെയ്ഖ് അത് മൊത്തം തകർത്ത് ആ സിസ്റ്റം മാറ്റി, മുഖദ്ദമങ്ങളെ മാറ്റി, ജാവിയകളെ മാറ്റി, എല്ലാം സിസ്റ്റം തകർത്ത് പുതിയൊരു സാധനം കൊണ്ടുവന്നു തരാം. അതും ഷെയ്ഖിൻ്റെ അധികാരത്തിലാണ്. അതും മുരീദന്മാരെ നന്മക്ക് വേണ്ടി മാത്രമാണെന്ന് മനസ്സിലാക്കണം. എന്നാൽ സുൽത്താൻ അദ്ദേഹത്തോട് ഇന്ന പ്രദേശത്തെ ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഔദ്യോഗിക ചുമതലകളിൽ നിന്നും താങ്കളെ നാം ഒഴിവാക്കിയിരിക്കുന്നു, താങ്കൾ വീട്ടിൽ ഒതുങ്ങിക്കഴിയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടവനാണ്. ഇതുപോലെ ഒരു മുഖദ്ദമിനോട് ഷെയ്ഖ് പറയാണ്, നിങ്ങൾ ഇനി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ട, നിങ്ങൾക്ക് വീട്ടിൽ കഴിയുക, ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്, ഇതുവരെ ചെയ്തത് ഓക്കെ, ഇനി കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യണ്ട, ഒരു കാരണമില്ലാതെ വെറുതെ ഷെയ്ഖ് പറഞ്ഞു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വം ഇല്ല, പിന്നെ വീട്ടിൽ കഴിയാം. ഈ സുൽത്താൻ ഔദ്യോഗിക മുദ്രകൾ അദ്ദേഹത്തിൻ്റെ പെട്ടികളിൽ അവശേഷിപ്പിക്കുകയും അധികാര പദവിയിലുള്ള എഴുത്തുകൾ അദ്ദേഹത്തിന് വശമുണ്ടാക്കുകയും ചെയ്താലും അവയിൽ യാതൊരു ആത്മീയ രഹസ്യമോ സാരമോ ഉണ്ടായിരിക്കുകയില്ല. അപ്പം അദ്ദേഹത്തിന് മുമ്പ് കുറേ എഴുത്തുകൾ കൊടുത്തിരുന്നു ഷെയ്ഖ്. എങ്ങനെ ഉണ്ടാവുമല്ലോ, ഷെയ്ഖ് ഒരു മുഖദ്ദമിന് ആദ്യം ഒരുപാട് ഇജാസത്തുകൾ കൊടുത്തിരുന്നു, ഒരുപാട് സമ്മതങ്ങൾ കൊടുത്തിരുന്നു, ഷെയ്ഖ് ഒരുപാട് ആ മുഖദ്ദമിനെ പ്രകീർത്തിച്ചിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കരുതുക. ആ ഇജാസത്തുകളൊക്കെ ഈ മുഖദ്ദമിൻ്റെ പെട്ടിയിലുണ്ടെന്ന് കരുതാം. എന്നാലും ഒരു ദിവസം ഷെയ്ഖ് പറയാണ്, ഇതുവരെയുള്ള നിങ്ങളെ സ്ഥാനത്ത് നിന്നൊക്കെ ഞാൻ നിങ്ങൾ മാറ്റിയിരിക്കുന്നു, ഇനി നിങ്ങൾക്കിതിന് നിൽക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പേപ്പറുകൾക്ക്, ആ ഔദ്യോഗിക മുദ്രകൾക്ക്, അതിലുള്ള അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എഴുത്തുകൾക്ക് ഒരു വിലയില്ല. അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ട ഇവിടുന്ന ആളാണെങ്കിൽ പോലും, അത് ഇനിയിപ്പോൾ അദ്ദേഹം വലിയ പ്രശസ്തനായ ആളാണ്, നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന പോലെ വലിയ ഉസ്താദാണ്, വലിയ പണ്ഡിതനാണ്, ഒരു തങ്ങളാണ് എന്നറിയപ്പെട്ടുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്ന് മാത്രമല്ല അദ്ദേഹം സുൽത്താൻ്റെ സ്വന്തം മകനോ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തോ ആണെങ്കിൽ പോലും പദവിയുടെ ബന്ധം വേർപ്പെട്ടിരിക്കുന്നു. ഷെയ്ഖ് ഇത് പറയുന്നതോടുകൂടി ഇനി അദ്ദേഹം ഷെയ്ഖിൻ്റെ മകനാണെങ്കിൽ പോലും ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ പോലും ഇന്നൊക്കെ അവൻ വേർപ്പെട്ടിരിക്കുന്നു. അവൻ്റെ അടുത്ത് പിന്നെ എത്ര അടുപ്പം ഷെയ്ഖിനോട് അവകാശപ്പെട്ടിട്ടും കാര്യമില്ല. ഇനി ഉദാഹരണം കഴിഞ്ഞു, ഇനി ഇതിൻ്റെ വിശദീകരണം ഷെയ്ഖുകൾ പറയാം. ഇതൊക്കെ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞെന്നാണല്ലോ. ഒരു രാജാവും അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനും, നമ്മളതിനെ മുഖദ്ദമിലെ ചേർത്ത് പറഞ്ഞെങ്കിലും മനസ്സിലാകാനുള്ള ഒരു എളുപ്പത്തിന്. ഇനി അതിൻ്റെ ഇനി കൂടുതൽ മുറബി, ഒരു ഷെയ്ഖ്, മുഖദ്ദമ് എന്നതിലേക്കൊക്കെ പറയാണ്. ഫഇന്നൽ മഖ്സൂദ ബിത്തവാബിഹ്, തവാബിഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മുദ്ര പതിപ്പിക്കുക. അതായത് ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ പ്രജകളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ഒരു സൈന്യത്തിൽ നിന്ന് ഒരാളെ ഒരു അധികാര ചുമതലയിൽ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ഇസ്ലാഹുൽ ഖൈർ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൽ മുഅസ്സതു ബിൽ ഖൽബ് വശറഫു ഫിൽ ദാത്ത് വൽ അളമതു ഫിൽ ഹൈഅ, അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ഹൃദയത്തിൽ ഒരു പദവി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, അവനൊരു അഭിമാനം ഉണ്ടാവാൻ വേണ്ടിയാണ്, അത് അവന് ഒരു അളമത്ത്, ഒരു ബഹുമതി ഉണ്ടാവാൻ വേണ്ടിയാണ്. വഖബൂലു ഫി നൂറിൽ വജ്ഹ്, അവൻ്റെ മുഖത്തിൽ തന്നെ
മുഖത്തിൻ്റെ പ്രകാശം കൊണ്ട് തന്നെ ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. ഖുർബി ഫി മൻസിലത്തി, അത് ആ ഒരു രാജാവുമായിട്ടുള്ള അടുപ്പം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇപ്പോൾ മഖ്സൂദു ഷേഖ് ഫിൽ മുറബി, ഒരു മുറബിയായ മുഖദ്ദം, നമ്മൾ പറഞ്ഞു മുഖദ്ദമങ്ങൾ പലവിധമുണ്ട്. ഷെയ്ഖ്, ഖലീഫ, പിന്നെ മുറബി, പിന്നെ സാധാരണ മുഖദ്ദമ, അങ്ങനെ കുറേ ആ സാധാരണ മുഖദ്ദമകൾ തന്നെ വ്യത്യസ്ത പദവികളുണ്ട്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ മഖ്സൂദ് ഷെയ്ഖ് ഫിൽ മുറബി, അപ്പോൾ മുറബിയായ ഒരു മുഖദ്ദം ഉണ്ടല്ലോ, അതാരാന്ന് മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മുറബിയായ മുഖദ്ദമിൽ നിന്ന് ഷെയ്ഖ് പ്രതീക്ഷിക്കുന്നത് എന്താ? തൗസിയത്തുൽ മാരിഫത്തി വദായിറത്തിൽ ഇബാദ, മാരിഫത്തും ഇബാദത്തും വർദ്ധിപ്പിക്കുക, അതിൻ്റെ ലോകം വിശാലമാക്കുക എന്നുള്ളതാണ്. ആളുകൾ മുരീദന്മാർക്ക് അള്ളാഹുവിനെ കൂടുതൽ അറിയാൻ സാധിക്കുക, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ആരാധനയിൽ അവർക്ക് കൂടുതൽ റാഹത്ത് അനുഭവപ്പെടുക, കൂടുതൽ അവർ അള്ളാഹുവിൻ്റെ ആരാധനയിൽ മുഴുകുക എന്നുള്ളതാണ് മുറബിയിൽ നിന്ന് ഒരു ഷെയ്ഖ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആക്കിയെടുക്കണ ഒരു മുറബി, അതാണ് ഷെയ്ഖ് അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്നത്. ദാഹിറത്തുൽ ജഹലി വൽ ഗഫല, അതുപോലെ തന്നെ പിന്നെ ജഹൽ എന്ന് പറഞ്ഞാൽ അജ്ഞതയുടെ വല ഗഫല, അള്ളാഹുവിനെ മറക്കുന്ന അവസ്ഥൻ്റെ ലോകം അവർക്ക് ചുരുക്കി കൊടുക്കുക എന്നുള്ള. അപ്പം മുരീദന്മാർക്ക് അള്ളാഹുവിനെ അറിയാത്തൊരവസ്ഥ ഉണ്ടാവരുത്, മുരീദന്മാർക്ക് അള്ളാഹിനെ തൊട്ട് അശ്രദ്ധമായ ഒരു അവസ്ഥ ഉണ്ടാവരുത്, അത് ചുരുങ്ങണം. അതുപോലെ തന്നെ അള്ളാഹിൻ്റെ മാരിഫത്തിൻ്റെ ലോകം വിശാലമാവണം, അവനെ ആരാധിക്കുന്ന അവസ്ഥകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഇതാണ് ഒരു മുറബിയിൽ നിന്ന് ഒരു ഷെയ്ഖ് ആഗ്രഹിക്കുന്നത്. വതഹബീബുൽ ഖുലൂബുൽ അബീദ ഇലല്ലാഹ്, അള്ളാഹുവിനെ അവൻ്റെ അടിമകൾക്ക് ഇഷ്ടപ്പെട്ടതാക്കി കൊടുക്കണം. അള്ളാഹുവിൻ്റെ മഹത്വം പറഞ്ഞു കൊടുത്ത് അള്ളാഹുലേക്ക് ആളുകളെ ക്ഷണിച്ച് അള്ളാഹിൻ്റെ മഹബത്തിലേക്കും മാരിഫത്തിലേക്കും ആളുകളെ ഇൻവൈറ്റ് ചെയ്തിട്ട് എന്ത് വേണം? അള്ളാഹുവിനെ അടിമകൾക്ക് പ്രിയപ്പെട്ടതായി കൊടുക്കണം. വതഹബീബുല്ലാഹു ഇലാ ഖുലൂബിൽ ഇബാദി, അതുപോലെ തന്നെ അള്ളാഹിൻ്റെ അടുക്കൽ അവൻ്റെ അടിമകളെയും പ്രിയപ്പെട്ടതാക്കണം. അടിമകൾക്ക് അള്ളാഹു പ്രിയപ്പെട്ടതാക്കിയും വേണം, അള്ളാഹിൻ്റെ അടുക്കൽ അടിമകളെ പ്രിയപ്പെട്ടതാക്കിയും വേണം. ഇത് രണ്ടും ചെയ്യലാണ് ഒരു മുറബിൻ്റെ ഉത്തരവാദിത്വം. ബഹുവ ലുബ്ബുൽ ഇർഷാദി വൽ ഹിദായത്തിലില്ല, ഇതാണ് അള്ളാഹുവിലേക്കുള്ള ഗൈഡൻസ്. ഇർഷാദ് എന്ന ഗൈഡൻസ്, മാർഗദർശനം, അതിൻ്റെയും വൽ ഹിദായത്തിലില്ല, അള്ളാഹുവിലേക്കുള്ള മാർഗദർശനത്തിൻ്റെയും ലുബ്, അതിൻ്റെ സത്ത ഇതാണ്. അപ്പോൾ നമ്മൾ ആളുകൾക്ക് ഒരാത്മീയമായ ഗൈഡൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവന് അള്ളാഹിനെ പ്രിയപ്പെട്ടതാക്കുക, അവനെ അള്ളാഹ്ക്കും പ്രിയപ്പെട്ടതാക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആളുകൾക്ക് ഗൈഡൻസ് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല. വതബ്സീറുഹും അമ്മാ ഹഫിയാൻഹും, അവരിൽ നിന്ന് മറക്കപ്പെട്ട കാര്യങ്ങളെ അവർക്ക് വെളിവാക്കി കൊടുക്കുക. എന്തിൽ നിന്ന്? മിൻ ജവാഹിൽ അദബി മാ അല്ലാഹ് വമാൽ ഇബാദി വമാ നഫ്സിഹി, അള്ളാഹുവിൻ്റെ വിഷയത്തിലും അള്ളാഹിൻ്റെ അടിമകളുടെ വിഷയത്തിലും അവൻ്റെ സ്വന്തം വിഷയത്തിലും അവൻ്റെ നഫ്സിൻ്റെ വിഷയത്തിലും ഉള്ള ഒരുപാട് അദബുകളുണ്ട്, അദബിൻ്റെ രത്നങ്ങളുണ്ട്. ആ രത്നങ്ങൾ പലതും അവനിൽ നിന്ന് മറഞ്ഞു കിടക്കുക, അത് അവന് വെളിവാക്കി കൊടുക്കണം. അത് അവൻ്റെ ഒരു ഉത്തരവാദിത്തം. വലാ യകൂനു ദാലിക, അപ്പോൾ ഈ പിന്നെ ഒരു മുഖദ്ദമിൽ നിന്ന്, ഒരു മുറബിയായ മുഖദ്ദമിൽ നിന്ന് ഷെയ്ഖ് പ്രതീക്ഷിക്കുന്നത് എന്താ? മാരിഫത്തും ഇബാദത്തും വർദ്ധിപ്പിക്കുക, അജ്ഞതയും ഗഫ്ലത്തും ഇല്ലാണ്ടാക്കുക. അതൊരു കാര്യം. അള്ളാഹിനെ അടിമകൾക്ക് പ്രിയപ്പെട്ടതാക്കുക, അടിമകൾ അള്ളാഹ്ക്ക് പ്രിയപ്പെട്ടതാക്കുക, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് അദബുമായി ബന്ധപ്പെട്ട അള്ളാഹുവിനോടും അവൻ്റെ അടിമകളോടും സ്വന്തത്തോടുമുള്ള അദബുകൾ പഠിപ്പിച്ചു കൊടുക്കുക. ഈ മൂന്ന് കാര്യമാണ് ഒരു മുറബിയായ മുഖദ്ദമിൻ്റെ ഉത്തരവാദിത്തം. ഈ മൂന്ന് കാര്യങ്ങൾ അവൻ ചെയ്യണം. വലാ യകൂനു ദാലിക ഇല്ലാ ബിസിയാസതി മൻ സാസഹുല്ലാഹു ബിനഫ്സിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പിന്നെ എങ്ങനെ സാധ്യമാവുക? ഇപ്പം നമുക്ക് മനസ്സിലായി, ഓക്കെ, അള്ളാഹിൻ്റെ മാരിഫത്ത് വിശാലമാക്കലാണ്, ഇബാദത്ത് വിശാലമാക്കലാണ്, അജ്ഞത ഒഴിവാക്കലാണ്, അള്ളാഹിൻ്റെ അടിമകളെ അള്ളാഹ്ക്ക് പ്രിയപ്പെട്ടതാക്കലാണ്, അള്ളാഹിനെ അടിമകൾക്ക് പ്രിയപ്പെട്ടതാക്കലാന്നൊക്കെ മനസ്സിലായി. അദബ് പഠിപ്പിച്ചു കൊടുക്കലാന്ന് മനസ്സിലായി. ഇതെങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക? ഇതെങ്ങനെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക? അത് ഇല്ലാ ബി സിയാസത്തി മൻ സഅല്ലാഹു ബിനഫ്സിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അള്ളാഹു ഇത് പഠിപ്പിച്ചു കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതികൾ പഠിപ്പിച്ചു കൊടുക്കൽ വഴിയാണ്, വിശ്വാസങ്ങളെ വഴി. അത് പരിശുദ്ധമായ ശരീഅത്തും നമ്മുടെ ത്വരീഖത്തുമാണ്.
അത് പഠിപ്പിച്ചു കൊടുക്കൽ വഴിയാണ് അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്. ഇത്തിബാഅൻ വൈൻസിബാഅൻ വൈൻതിബാഅൻ, അതെങ്ങനെയാണ്? അത് നമ്മൾ റസൂലുള്ളാഹിങ്ങളെ ആ വഴിയിൽ, റസൂലുള്ളാഹിങ്ങൾ പഠിപ്പിച്ച വഴിയിൽ നമ്മൾ പിന്തുടരലും അത് നമ്മൾ സ്വഭാവമാക്കലും അത് നമ്മളായിത്തീരലുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫലാ യുസമ്മ മുറബ്ബിയൻ ഖതഅ അഖബാതി നഫ്സിഹി, ഒരാളെയും ഒരു മുഖദ്ദമിനെയും നമ്മൾ മുറബ്ബി എന്ന് വിളിക്കൂല. ഹത്താ ഖതഅ അഖബാതി നഫ്സിഹി, അവൻ്റെ നഫ്സിൻ്റെ താല്പര്യങ്ങളെ, നഫ്സിൻ്റെ മറകളെ തൊട്ട് അവൻ മുറിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ. വതജറദ മിൻ അൻവാഇൽ ഔറാദ് മഅ അല്ലാഹി വമഅ ശൈഖി വമഅ അബീദില്ലാഹ് വമഅ നഫ്സി, അതുപോലെ തന്നെ അള്ളാഹുവിനെ തൊട്ട് വമഅ ശൈഖി, അവൻ്റെ ഷേഖിനെ തൊട്ട്, അള്ളാഹിൻ്റെ അടിമകളെ തൊട്ടുള്ള താല്പര്യങ്ങളുണ്ടാവും, വ്യക്തിപരമായ താല്പര്യങ്ങൾ. അള്ളാഹിൻ്റെ വിഷയത്തിൽ അവന് ഒരുപാട് താല്പര്യങ്ങളുണ്ടാവും, ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെയും. ഷേഖിൻ്റെ വിഷയത്തിൽ അവന് ഒരുപാട് താല്പര്യങ്ങളുണ്ടാവും, അള്ളാഹിൻ്റെ അടിമകളുടെ വിഷയത്തിൽ അവന് താല്പര്യങ്ങളുണ്ടാവും. ഈ താല്പര്യങ്ങളൊക്കെ ഒഴിവാക്കിയ ആളല്ലാതെ ബഹൈസു, എത്രത്തോളം തന്നെ ലാ യതഹറഖു ലിനഫ്സിഹി ബൽ ബില്ലാഹ്, എത്രത്തോളം തന്നെ അവനൊരിക്കലും സ്വന്തമായി അനങ്ങൂല അള്ളാഹിനെ കൊണ്ടല്ലാതെ. വഅദ്ദ നഫ്സഹു ജാമിദൻ, എത്രത്തോളം എന്നാൽ അവനെ തന്നെ കൺസിഡർ ചെയ്യും, അവനെ തന്നെ പരിഗണിക്കും. ജാമിദൻ, ഒരു ജീവനില്ലാത്ത വസ്തുവിനെ പോലെ. ലാ ഹറക ഇല്ലല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ അനങ്ങാത്ത രൂപത്തിൽ അതിനും കൺസിഡർ ചെയ്യും. അപ്പോൾ ഒരാളെ മുറബ്ബി എന്ന് വിളിക്കണമെന്നുണ്ട് അവൻ്റെ നഫ്സിൻ്റെ താല്പര്യങ്ങളെ തൊട്ട്, നഫ്സിൻ്റെ മറകളെ തൊട്ട് അവൻ പൂർണ്ണമായി ഒഴിവായിരിക്കണം. അള്ളാഹുവിനോടോ അവൻ്റെ ഷെയ്ഖിനോടോ അവൻ്റെ അടിമകളോടുള്ള സ്വന്തം താല്പര്യങ്ങളുണ്ടാവും, അവൻ്റേതായ താല്പര്യങ്ങൾ, അത് മുഴുവനായി ഒഴിവാക്കണം. അവസാനം അവന് ഒരു ജീവനില്ലാത്ത ഒരു വസ്തുവിനെ പോലെ ആവണം. അള്ളങ്ങനെ എടുത്തു മാറ്റിയാൽ മാറ്റും. ഇപ്പം നമ്മൾ മൊബൈൽ എടുത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് വെച്ചാൽ മൊബൈൽ അവിടെ തന്നെ നിൽക്കൂലേ, അതുപോലെ അവനെങ്ങനെ എടുത്തിങ്ങനെ ഉപയോഗിക്കുന്ന പോലെ ആയിത്തീരണം. അപ്പോഴേ അവന് മുറബ്ബിയാവുള്ളൂ. ഫൈദ തഹന നഫ്സഹു, ആരെങ്കിലും അവൻ്റെ നഫ്സിനെ ഇടിച്ചിങ്ങനെ ഞെരിച്ചാൽ, കണ്ടല്ലോ ഈ തഹന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുപോലെ പറഞ്ഞാൽ നമ്മളെ ഈ ഇടിക്കല്ലുകൊണ്ട് ഇടിച്ചിട്ട് ഇങ്ങനെ പൊടിക്കലുണ്ടല്ലോ, അടിച്ച് പൊടിക്കുക എന്നറിയാല്ലേ, അതാണ് തഹന എന്ന് പറഞ്ഞാൽ. അതിനെ പൊടിച്ചെടുക്കുക, കുത്തിയിട്ട് പൊടിച്ചെടുക്കുക. നഫ്സഹു ബിസഫുൽ അദ്കാർ, സ്വന്തം നഫ്സിനിങ്ങനെ കുത്തി പൊട്ടിച്ചിട്ട് പൊടിയാക്കുക. എന്നിട്ട് എന്താ സഫുൽ അദ്കാർ, എങ്ങനെയാണ് അത് പൊടിയാക്കേണ്ടത്, ഇടിച്ച് പൊടിയാക്കേണ്ടത് എങ്ങനെയാണ്? ബിസഫുൽ അദ്കാർ, നല്ല ദിക്റുകൾ കൊണ്ട്. അരീഹിൽ അദബ്, അദബിൻ്റെ കല്ലുകൊണ്ടും. നമ്മൾ ഇടിച്ച് പൊട്ടിക്കുന്ന തന്നെ അദബിൻ്റെ കല്ലുകൊണ്ട് ഇടിച്ച് പൊട്ടിച്ച്, നല്ല ദിക്റുകളും അദബിൻ്റെ കല്ലും ഉപയോഗിച്ച് ഇടിച്ച് പൊട്ടിച്ച് നമ്മൾ പൊടിയാക്കണം. എന്നിട്ടോ ഇത് നല്ലൊരു ഉദാഹരണമായിട്ട് പറയണത്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതുപോലെ തന്നെ നമ്മൾ അരിയുണ്ട്, നമ്മൾ അരി പൊടിച്ച്, അല്ലെങ്കിൽ അരി പൊടിച്ചിട്ട് നമ്മൾ ഒരു പത്തിരിയാക്കി അങ്ങനെ ഉണ്ടാവും, പത്തിരിയാക്കി കഴിക്കൂലേ. അതുവരെയുള്ള കാര്യത്തെ നമ്മൾ നഫ്സുമായി ചേർത്തിയിട്ട് ഷെയ്ഖ് വർണ്ണിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി നല്ല രസം കിട്ടും. അങ്ങനെ ഫൈദ തഹനൻ നഫ്സു ബി സഫ്വത്തിൽ അദ്കാരി വാരീഹിൽ അദബ്, നമ്മളെന്ത് ചെയ്തു, ഈ അരീനെ കൊണ്ടുപോയിട്ട് ഒരു മില്ലിൽ കൊണ്ടുപോയി. ആ മില്ലിൽ കൊണ്ടുപോയി എന്ത് ചെയ്യാം, മില്ലിൽ കൊണ്ടുപോയി അവരിങ്ങനെ ഇടിച്ച് പൊടിച്ചെടുക്കും അല്ലേ. അപ്പോൾ അതേപോലെ നമ്മളെ നഫ്സിനെ പിന്നെ അദബിൻ്റെ ഇടിക്കല്ല് കൊണ്ട് ഇടിച്ച് പൊടിച്ചെടുക്കണം. പിന്നെയോ വർബലഹ, പിന്നെ നമ്മൾ അതിനെ അരിച്ചെടുക്കണം. ആ പൊടിച്ചെടുത്ത് എന്തുണ്ടാവും, വ്യത്യസ്ത ടൈപ്പ് പൊടികളുണ്ടാവും. പിന്നെ നമ്മൾ അരിച്ചെടുക്കണം. അസാല, ഇതിപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ നമുക്ക് ഇപ്പോഴത്തെ മെഷീൻ നോക്കി ഉപയോഗിച്ചാൽ മനസ്സിലാവില്ല. പണ്ട് നെല്ലൊക്കെ ഇങ്ങനെ ഈ ഉരലിൽ ഇങ്ങനെ കുത്തുമല്ലോ. അപ്പോൾ ഉരലിൽ ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പൊടിയാവും, അതിൽ ഉമി മാറിക്കും, അതിൻ്റെ തവിട് മാറി നിൽക്കും. പിന്നെ ഈ അരി വ്യത്യസ്ത ഇതിലുണ്ടാവും, പാറ്റേണിൽ ഇങ്ങനെ കിട്ടും. ഇതിനെ ഇതൊക്കെ എപ്പോഴെങ്കിലും നമ്മൾ ജീവിതത്തിൽ ഒരിക്കലൊക്കെ ചെയ്താൽ നമുക്കത് കുറച്ചും കൂടി നല്ലതാണ്. കാരണം നമുക്കത് മനസ്സിലാവും ഇതെങ്ങനെ. ഇതിന് ഒരുപാട് നമ്മൾ ആത്മീയമായ കാര്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്. നമ്മൾ അതിനെ ഉരലിലിട്ട് ഇങ്ങനെ ഇടിച്ചെടുക്കണം. അപ്പോൾ ഇടിച്ചെടുക്കണ അതിൻ്റെ എന്താ പറയുക,
ഉരലിനെയും ഒലക്ക, അതന്നെ ഈ ഒലക്കയാണ് അതബ്. അതബിൻ്റെ ഒലക്ക കൊണ്ട് നമ്മളിങ്ങനെ ആ നെല്ലിനെങ്ങനെ ഇടിക്കുക. അപ്പോൾ നെല്ലിനെ ഇടിക്കുമ്പോൾ അങ്ങനെ പൊടിഞ്ഞു വരുമല്ലോ. അപ്പോൾ അതബിൻ്റെ ഒലക്ക കൊണ്ട് ഇങ്ങനെ ഇടിക്കണം. അപ്പോൾ ഇടിക്കുമ്പോൾ അപ്പോൾ നമ്മളാണ് അതെന്ന് വിചാരിച്ച് നോക്കും. നമ്മൾ താഴെ ഇങ്ങനെ കിടക്കുകയാണ്, നമ്മൾ ആ അരി നെല്ലാണ്. ആ നെല്ലിനിങ്ങനെ ഇതിനോട് ഇങ്ങനെ ഇടിച്ചാൽ അങ്ങനെ ഉണ്ടാവും. നമുക്ക് ആ വേദനിക്കും, പ്രയാസം അനുഭവിക്കും, ഭയങ്കര ക്ഷീണം തോന്നും. അതേപോലെ നമ്മളെ നഫ്സിനിങ്ങനെ കൊല്ലണ ഫീലിംഗ് ആയിരിക്കും. ഓരോ നിമിഷവും കൊന്നുകൊണ്ടിരിക്കും, പൊടിയായി. അപ്പം നമ്മൾ ആ രൂപം മാറും. നമ്മളെ രൂപം ഒരു നെല്ലിൻ്റെ രൂപത്തിൽ നിന്ന് പൊടിയായി മാറുന്നൊരവസ്ഥ ഉണ്ടാവും. അത് ആയാൽ മാത്രം മതിയോ? പിന്നെ നമുക്ക് അത് നേരെ ചൂടാൻ പറ്റുമോ? ഇല്ല. അജന, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അർബലഹ, പിന്നെ നമ്മൾ അതിനെ അരിക്കണം. അദാല നുഹാലഹ ബിഹയാതി മാഇൽ ഹയ്യിൽ ഖയ്യൂം, പിന്നെ നമ്മൾ അതിനെ അരിച്ചെടുത്തിട്ട് അതിൽ തവിടും അതുപോലെ എന്താ പറയുക, അതിൻ്റെ ഉമിയൊക്കെ മാറ്റണം. അതെങ്ങനെ മാറ്റുക? നമ്മളതിനെ ഉമി മാറ്റാൻ ഏറ്റവും നല്ലൊരു ശേഖറുകൾ പറയുന്നൊരു വിദ്യ എന്താണ്, അതിന് വെള്ളത്തിലിട്ടാൽ മതി. അപ്പോൾ ഈ അരി താഴത്തേക്ക് പോകും. വെള്ളം ഒഴുക്കി വിട്ടാൽ ഇതിൻ്റെ ഉമി പൊന്തി വരും, അല്ലേ? അതിൻ്റെ ഉമി എന്നല്ലേ പറയാം, ഉമി പൊന്തി വരും. അപ്പോൾ ഹയ്യുൽ ഖയ്യൂമായ അള്ളാഹുവിൻ്റെ വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് അതിൻ്റെ ഉമീനെ നമ്മൾ മുകളിലോട്ട് കൊണ്ടുവരണം. എന്നിട്ട് അത് എടുത്ത് ഒഴിവാക്കാൻ പറ്റുന്ന രൂപത്തിൽ അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൂടാൻ പറ്റുമോ? ഇല്ല. മയ്യദ സമീത മിനത്തഹീൻ, പിന്നെ അതിലെ വളരെ നൈസായ പൊടിനെയും വലിയ പൊടിനെയും മാറ്റി വെക്കണം. പണ്ടൊക്കെ ഇങ്ങനെ ഈ നെല്ല് ചേർന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മൊറ എന്നൊക്കെ അല്ലേ പറയാ, പെണ്ണുങ്ങളൊന്നും അറിയില്ലേ, ആരും കേൾക്കാത്ത പോലെ ഉണ്ടല്ലോ. ഈ മൊറയിലിട്ടിങ്ങനെ ഇതിങ്ങനെ ഇട്ട് മുറം അതിട്ടിങ്ങനെ ചേറിയിട്ട് അതിൻ്റെ ഒരു ഭാഗത്തേക്ക് വരുന്ന എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കും. അപ്പോൾ കഞ്ഞിക്കുള്ള അരി, പിന്നെ മറ്റ് വ്യത്യസ്ത രൂപത്തിലുള്ള അരികൾ ഇങ്ങനെ മാറി മാറി വരുന്നത് കാണാം. അതിനൊരു മുറം മേടുന്ന ഒച്ചാന്നാ പറയാം. പണ്ടൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ അടിക്കുമ്പോൾ ആ മുറം മേടുന്നതിന് ഒച്ച ഉണ്ടാവും, ടക്ക് 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 ടക്ക്. ആ മേടുന്നതനുസരിച്ചാണ് ഈ സാധനം ഇങ്ങനെ മാറി മാറി വരിക. എന്നിട്ട് പൊടി ഇങ്ങനെ പറന്നു പോവുകയും ചെയ്യും. അപ്പം ഇത് വ്യത്യസ്ത ഇങ്ങനെ ഘട്ടങ്ങളായിട്ട് ഇപ്പം അതിൽ ചെറിയ പൊടികളുണ്ടാവും, കുറച്ചും കൂടി വലിപ്പമുള്ള അരി ഉണ്ടാവും, കുറച്ചും കൂടി വലിപ്പമുള്ള അരി ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്ത അരികൾ പാറ്റേൺ കിട്ടും. നമുക്കറിയാലുണ്ട്. നമ്മളിപ്പോൾ ഒരു നെല്ലിങ്ങനെ കൊണ്ടുവരുന്നു, നെല്ല് വരെ കൊണ്ടുവരില്ലല്ലോ ഇപ്പോൾ നേരെ പൊടി ഇങ്ങോട്ട് ഒരു പാക്കറ്റിലായി കൊണ്ടുവരുന്നു, നമ്മൾ കുക്ക് ചെയ്ത് തിന്നുന്നു. ഇപ്പോൾ അതുപോലെയല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ വെറും ആ പരത്തി വെച്ച പത്തിരി ഉണ്ടാവും, നേരെ അതിങ്ങനെ ചൂടാക്കി തിന്നാൽ മതി. അതേ നമ്മൾ ചെയ്യണല്ലോ. പണ്ടൊക്കെ നെല്ലിങ്ങനെ ഇടിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ അതിന്ന് ഈ ചെറിയ പൊടി നല്ല നൈസായ പൊടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, പത്തിരിക്കൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ആ പത്തിരിക്ക് ഉപയോഗിക്കുന്ന നൈസായ പൊടി അതിൽ നിന്ന് മാറ്റിയെടുക്കണം. അലഫ നുഹാലതഹ ലിതുയൂരി അഹ്വിയതി, എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ തവിട് നമുക്ക് ആർക്കാ കൊടുക്കുക? നമ്മൾ പക്ഷികൾക്കൊക്കെ കൊടുക്കുക. കാക്കക്കും കോഴിക്കൊക്കെ തവിട് ചോറിലൊക്കെ ഇങ്ങനെ കൊഴിച്ചിട്ട് കൊടുക്കല്ലേ നമ്മൾ. അപ്പോൾ ഈ തവിട് നമ്മൾ തിന്നൂല, തവിട് പക്ഷികൾക്കാണ് കൊടുക്കുക. അപ്പോൾ ഇതിന്ന് കിട്ടുന്ന തവിട് നമ്മൾ നെഫ്സിനെ ഇങ്ങനെ ഇടിച്ച് പൊടിച്ചെടുത്തിട്ട് ലാസ്റ്റ് കിട്ടുന്ന തവിട് എന്ത് ചെയ്യണം? നമ്മളെ നമ്മളെ ദേഹേച്ഛകളാകുന്ന പക്ഷികൾക്ക് ഇട്ട് കൊടുക്കണം, പറന്നു പോട്ടെ. അജന സമീതഹ ബിമാഇൽ ഐബ്, പിന്നെ നമുക്ക് ആ പൊടി കിട്ടി. പൊടി കിട്ടിയാൽ എന്ത് വേണം? ആ പൊടീനെ നമ്മൾ കുഴക്കണമെങ്കിൽ അതിൽ വെള്ളം ഒഴിക്കണ്ടേ? ആ ഐബിയായ അള്ളാഹുവിൻ്റെ വെള്ളം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കുഴച്ചെടുക്കണം. വദഹനഹ ബിഫൈദിൽ അഖ്ദസ്, അങ്ങനെ കുഴച്ചിങ്ങനെ പിന്നെ ആ പൊടി ഇങ്ങനെ ഇടിച്ച് കുഴച്ചൊരു നല്ല പതമുള്ളൊരു മാവായി മാറുമല്ലോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ എണ്ണ പുരട്ടണം. വദഹനഹ ബിഫൈദിൽ അഖ്ദസ്, പരിശുദ്ധമായ ഫൈദിൻ്റെ, അള്ളാഹുവിൽ നിന്നുള്ള പരിശുദ്ധമായ ഫൈദിൻ്റെ എണ്ണ അതിൻ്റെ മുകളിൽ പുരട്ടണം. വമല്ലഹ ബിൽ വസ്ൽ, അതുപോലെ തന്നെ ഉപ്പിടണം, അള്ളാഹുവായിട്ടുള്ള ചേർച്ചയുടെ ഉപ്പ്. അപ്പോൾ ഈ ഉപ്പ് ഇതിനെല്ലാത്തിലും ഉണ്ടാവേണ്ട സാധനമാണ്, പക്ഷെ അത് കാണൂല, കുറച്ചേ മതി, അത് വെളിവായി കാണുന്നൊന്നല്ല. അപ്പോൾ അള്ളാഹുവുമായി ചേരുന്ന, അള്ളാഹുവുമായിട്ടുള്ള ഒരുമയുടെ ഉപ്പ് കൊണ്ട് അതിന് നമ്മൾ അതിൽ ചേർക്കണം. ബിത്തന്നൂരിൽ കസ്രിൽ അമൽ, അതുപോലെ തന്നെ ആഗ്രഹങ്ങളെ വെട്ടിച്ചുരുക്കുന്ന പാത്രത്തിൻ്റെ മുകളിൽ നമ്മളതിനെ ചൂടാക്കണം.
അതായത് നമുക്ക് നമ്മൾ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാവും, പക്ഷേ ഈ ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കുന്നിടത്ത്, ആവശ്യമുള്ള ആഗ്രഹങ്ങൾ മാത്രം എടുത്ത് മറ്റതൊക്കെ ഒഴിവാക്കുന്നിടത്താണ് നമ്മളെ വിജയം. അപ്പോൾ നമ്മൾ ഈ ഒരു പാകത്തിലാക്കി അള്ളാഹുവിനെ അറിഞ്ഞു, അള്ളാഹുവിൻ്റെ ഗൈബിയായ വെള്ളം കൊണ്ട് നമ്മളിതൊക്കെ ക്ലീനാക്കി കുഴച്ച് ഉപ്പൊക്കെ തേച്ച് റെഡിയാക്കി പരത്തി ഇനി ചുടണമല്ലോ. ചുടുക എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെയാണ്, നമ്മളെ നഫ്സിനെ കൊല്ലുന്ന പോലത്തെ മറ്റൊരു പരിപാടിയാണ്. അതെ, ആ പരിപാടി നേരത്തെ അത്ര പ്രയാസം ഉണ്ടാവില്ലെങ്കിലും പ്രയാസം തന്നെയാണ്. അതായത് അള്ളാഹു നമ്മളെ ആഗ്രഹങ്ങൾക്കൊരു ലിമിറ്റ് വെക്കാം. അപ്പോൾ ആഗ്രഹങ്ങളുടെ ലിമിറ്റ് കൊണ്ടുള്ള പാത്രത്തിൽ അതിനെ ചൂടാക്കി എടുക്കുക. അപ്പോൾ പൊള്ളിച്ച് നമുക്ക് എന്താവും, നല്ല പത്തിരിയും പിന്നെ ചപ്പാത്തിയൊക്കെ ആയി കിട്ടും. വാക്കലഹ ബവാബീലി അത്തജിരീതി അല യദി മുഅല്ലമിൽ ഇഹ്സാൻ. പിന്നെ നമ്മൾ അതിനെ തിന്നണം. എങ്ങനെ തിന്നുക? നമ്മൾ നല്ല കറിയൊക്കെ ഉപയോഗിച്ചിട്ട് സ്പൈസ്, അതായത് സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ കറി കൂട്ടി കഴിക്കണം. ആ കറി ഒഴിച്ചേരുന്ന ആൾ നമ്മളെ ഷെയ്ഖാണ്. മറ്റതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളത് തിന്നുന്ന കറി ഒഴിച്ചേരുന്ന ആളാണ് ഷെയ്ഖ്. നേരത്തെ മറ്റൊന്ന് ഷെയ്ഖിൻ്റെ കരങ്ങളിലൂടെ എല്ലാം എന്നല്ല, മറ്റതൊക്കെ നമ്മളിൽ സംഭവിക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ ഇത് ഷെയ്ഖിൻ്റെ അടുത്ത് നേരിട്ട് ഇങ്ങോട്ട് കിട്ടണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ എല്ലാം ഷെയ്ഖിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഖ് ഇങ്ങനെ കറി ഒഴിച്ചു നല്ല എരിവും പുളിയൊക്കെ ഉള്ള കറി, ആ കറി കുത്തിയിട്ട് ഇങ്ങനെ തിന്നണം. അങ്ങനെയുള്ള അവസ്ഥയിൽ എത്തിയ ഒരാളാണെങ്കിൽ അത്തക്കാന വിജഹത്തയിലൽ മൗല, അവൻ അള്ളാഹുവിലേക്ക് തിരിഞ്ഞൊരവസ്ഥ അവന് പരിപൂർണമായിരിക്കുന്നു. വസറഅ ഫീ മൗലാഹു അൻവാഇൽ അദ്വിയ, വ്യത്യസ്ത ഇനം രോഗങ്ങൾക്കുള്ള ശിഫ, വ്യത്യസ്ത ഇനം രോഗങ്ങൾക്കുള്ള മരുന്ന് അവൻ്റെ ഉള്ളിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ടാവും. ലിഖതഇൽ ഹുസാമിൽ മൈൽ ഇലാ ലദ്ദാത്തി വറാഹാത്ത്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണത്? രസങ്ങളുടെയും താല്പര്യങ്ങളെയും പിന്നാലെ പോകുന്ന നമ്മളെ നഫ്സിൻ്റെ ഒരു ചെരിവുണ്ട്, ആ ചെരിവിനെ മുറിച്ച് കളയാൻ വേണ്ടി. വൽ ഉഖൂഫ് അല ബാബിൽ ബത്തൻ, വയറിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന രൂപത്തിൽ വയറിൻ്റെ കവാടത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പരിപാടിയുണ്ട്, അതും മുറിച്ച് കളയാൻ വേണ്ടിയിട്ട്. വലവാജിമിൽ ഹൈഹാത്ത്, നമ്മളെ താല്പര്യങ്ങളും അതിൻ്റെ പിന്നാലെ പോകുന്ന പരിപാടികളുണ്ട്, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അതിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്ക് മരുന്നായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും ഈ മനുഷ്യനിൽ അത് നിക്ഷേപിക്കും. ഫലം മാസാറ ഹുറൻ, അങ്ങനെയുള്ള സമയത്താണ് അവൻ എന്താകുന്നത്, ഒരു സ്വതന്ത്രനായ ഒരാളായി മാറുന്നത്. മിൻ ദിക്കത്തിൽ ഐരി, അല്ലല്ലാത്ത എല്ലാത്തിൽ നിന്നും ഒഴിവായ രൂപത്തിൽ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നസബഹു മൗലാഹുലി ദലാലത്തെ അലൈഹി, അള്ളാഹു അവനെ മറ്റുള്ളവരെ അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ ഉള്ള ഒരു വൈകാട്ടിയായി നിശ്ചയിക്കും. മുത്തഖിദൻ അന്നഹു ലൈസ ലഹു മിൻ ഹിദായത്തി ഷൈഇൻ, പക്ഷെ അവന് വിശ്വാസം ഉണ്ടാവണം. എങ്ങനെ? അവന് സ്വന്തമായി ആർക്കും ഹിദായത്ത് കൊടുക്കാൻ കഴിവില്ല എന്ന് അവന് അള്ളാഹു നിശ്ചയിക്കും ഒരു ആളുകൾക്ക് വൈകാട്ടിയായിട്ട്, പക്ഷെ അവന് സ്വന്തം കൈ കാണിക്കാൻ ഒരു കഴിവുമില്ല. മുഅവ്വിലൻ അലാ മാ കാന കാമിനം മിൻ ഇൽമിൽ മൗല, അവനെ ആശ്രയിക്കുന്നത് പൂർണ്ണമായും അവൻ്റെ മൗലൻ്റെ അറിവിലേക്ക് മാത്രമായിരിക്കും, അവൻ്റെ യജമാനൻ്റെ അറിവിലേക്ക് മാത്രമേ അവൻ ആശ്രയിക്കുള്ളൂ. ബിഹൈസു ലാ യറ ഫദ്ലൻ അലാ മൻ ഇത്തബഅ ലിനഫ്സിഹി, അതായത് ആ ഒരു ഘട്ടത്തിലെത്തിയ ഒരാൾ ഒരിക്കലും അവന് പിന്തുടരുന്നവൻ്റെ മുകളിൽ ഒരു അവകാശം പറയൂല. അതായത് എന്നെ ഒരു മുഖദ്ദമാണെങ്കിൽ ആ മുഖദ്ദമ് അവൻ മുരീദിനേക്കാളും വലിയ സ്ഥാനത്തുള്ള ആളാണ് ഞാൻ എന്നുള്ളൊരു അവകാശം അവനുണ്ടാവില്ല. അത് അങ്ങനെ അവന് കാണിയില്ല, അവനെ ആ രൂപത്തിൽ പരിഗണിക്കൂല. ജാസിമൻ അന്നഹു മുസഖറുൻ മുയസ്സറുൻ ലിദാലിക മിൻ സയ്യിദിഹി ഖഹറൻ, അവനെ തന്നെ കാണാൻ എങ്ങനെയായിരിക്കും, ഒരു രാജാവ് അവൻ്റെ യജമാനൻ അവനെ നിർബന്ധിച്ച് ആ ചുമതല ഏൽപ്പിച്ചവനെ പോലെ ആയിരിക്കും കാണുക. അവൻ്റെ മുകളിൽ അത് ഒരു ചുമതല പോലെ നിർബന്ധിച്ച് ഏൽപ്പിച്ച ഒരു കാര്യം പോലെയാണ് കാണുക, ഒരു ജോലി പോലെ. അല്ലാതെ വേറെ ഞാൻ മുഖദ്ദമാണ്, ഞാൻ വലിയ സ്ഥാനത്തുള്ള ആളാണെന്ന് അവന് അവകാശം ഉണ്ടാവില്ല. മറ്റുള്ളവരെ അവനേക്കാൾ താഴ്ന്ന ആൾക്കാരായിട്ട് അവൻ പരിഗണിക്കുകയില്ല. ഓൻ്റെ മുകളിലൊരു ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് ഷെയ്ഖ്, അവൻ്റെ യജമാനൻ. അതുകൊണ്ട് ആ ചുമതല അവൻ ചെയ്യുന്നു എന്നേ അവൻ ധാരണ ഉണ്ടാവുള്ളൂ. വാൻ അള്ളാഹു കത്തബ മുമ കത്തബ, അള്ളാഹു താല എഴുതിയത് എന്താണോ അത് നടക്കും. ഫമൻ സബഖ ഫി ഇൽമിഹി ഷൈഉൻ യനൽഹു ഖതഅൻ ബിഹി വബി ഐരിഹി, അതുകൊണ്ട് തന്നെ
ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മഹത്വം കിട്ടണം എന്ന് ഉദ്ദേശിച്ചാൽ അവനിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ അത് കിട്ടും. അവനത് എന്നിൽ നിന്ന് കിട്ടിയാലേ ഒരാൾ നന്നാവുള്ളൂ, ഞാൻ മാത്രമാണ് നന്നാവാനുള്ള വഴി, എന്നെങ്കിൽ ഞാൻ കുറച്ച് വലിയ ആളാണ് എന്നൊരു സംഭവം ഒന്നും അവനുണ്ടാവില്ല. അവനെന്താ വിചാരിക്കാം, എന്നിൽ നിന്നാണെങ്കിൽ വേറെ ആൾക്കാരിൽ നിന്നാണെങ്കിലും ആൾക്കാർക്ക് കിട്ടേണ്ടതൊക്കെ ആൾക്കാർക്ക് കിട്ടും, അവർ നന്നാവേണ്ടതൊക്കെ നന്നാവും, വലുതാവേണ്ടതൊക്കെ വലുതാവും. വഅന്നൽ അംറ ബിൽ മഅറൂഫ് വനഹ്യ അനിൽ മുൻകർ, അള്ളാഹുൻ അംറ ബിൽ മഅറൂഫും കൽപ്പിക്കുന്നതും, അതായത് നന്മ കൊണ്ട് കൽപ്പിക്കുന്നതും, വനഹ്യ അനിൽ മുൻകർ തിന്മ കൊണ്ട് വിലക്കുന്നതും, ഇന്നമാ ഹുവ സിയാസത്തു റബ്ബാനിയായ ഒരു ക്രമം കൊണ്ട് നടക്കുന്നതാണ്. ഇൽഹാർ അഹലിൽ അദബി മിനൽ ഉമറ വൽ മഅമൂരീൻ ലാ ഐറ, അതായത് കൽപ്പന നൽകുന്നവരും കൽപ്പന കിട്ടുന്നവരും ആ രണ്ടു പേരുടെയും അദബ് വെളിവാക്കാൻ അള്ളാഹ് ഉണ്ടാക്കിയ ഒരു സിസ്റ്റം മാത്രമാണിത് എന്ന് അവർ മനസ്സിലാക്കുക. അങ്ങനെയാണ് ഇവിടെ ഒരു കൽപ്പന നടത്തുന്ന ഒരു മുഖദ്ദമും കൽപ്പന ഏറ്റുവാങ്ങുന്ന ഒരു മുരീദും, ഈ മുരീദ് ചെറിയ ആളും കൽപ്പന നൽകിയ ആൾ വലിയ ആളൊന്നും അവൻ കണക്കാക്കൂല. ഓനെന്താ മനസ്സിലാക്കുക, ഈ കൽപ്പന നൽകുന്ന ആളും കൽപ്പന സ്വീകരിക്കുന്ന ആളും അള്ളാഹ് ഇവിടെ ഉണ്ടാക്കിയ ഒരു ക്രമപ്രകാരം നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ക്രമമാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ ഞാൻ വലിയ ആളായതുകൊണ്ട് മറ്റേ ആൾ ചെറിയ ആളായതുകൊണ്ടല്ല. അള്ളാഹ് അങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിന് നിൽക്കുന്നു. ഏതുപോലെ മാതാപിതാക്കളെ മക്കളെ മുകളിൽ ഒരു ക്രമീകരണം എന്നോളം അള്ളാഹ് വെച്ചിട്ടില്ലേ, അതൊരു അള്ളാഹിൻ്റെ ക്രമീകരണമാണല്ലോ. അവർ വലുതായതുകൊണ്ട് വലിയ മഹത്തുക്കളായതുകൊണ്ട് അവിടെ വെച്ചതോ മോശക്കാരായതുകൊണ്ട് താത്തിയതോ ഒന്നും അല്ലല്ലോ. അപ്പോൾ അതേപോലെ അള്ളാഹിൻ്റെ ക്രമീകരണമാണ് ചില ആളുകളെ ആ പൊസിഷനിൽ നിർത്തി, ചില ആളുകൾ ചില കൽപ്പനകൾ നൽകുന്നു, മറ്റൊരത് അനുസരിക്കുന്നു. പക്ഷെ ഇതൊക്കെ അള്ളാഹിൻ്റെ ക്രമീകരണമാണ്. അതുകൊണ്ട് ആ കൽപ്പന നൽകുന്ന ആൾ വലിയ ആളും കൽപ്പന കിട്ടുന്ന ആൾ ചെറിയ ആളും ആവൂല. വലൗ ഷാ അല്ലാഹു ലജഅലകും ഉമ്മത്തുൻ വാഹിദ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൗ ഷാ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലജഅലകും ഉമ്മത്തുൻ വാഹിദ, അല്ലാഹു എല്ലാം ഒരൊറ്റ ഉമ്മത്താക്കുമായിരുന്നു, അങ്ങനെ എല്ലാത്തിനും ഒരേപോലെ ആക്കുമായിരുന്നു. അങ്ങനെ അല്ലാഹു ആക്കിയിട്ടില്ല. വഹുവ ഐനു മാ ഖുൽനാഹു, അത് നമ്മൾ ഈ പറഞ്ഞതിൻ്റെ സത്തയാണ്. ഈ പറഞ്ഞതാണ് ഈ ആയത്തിനും പറയുന്നത്. വഹുവ ഫതഹു ലി ബസാഇർ ദാലീന വൽ മദ്ലൂലീൻ, അത് വഴി നടത്തുന്നവരെയും ആരാണോ വഴി നടത്തപ്പെട്ടത് അവരുടെയും ഇടയിലുള്ള ഉൾക്കാഴ്ചയിലേക്കുള്ള ഒരു തുറസ് മാത്രമാണ്. അതായത് ഇവിടെ വഴി നടത്തുന്നവരും ആരാണോ വഴി നടക്കുന്ന അവരും അള്ളാഹു അങ്ങനെ ഇവരെ രണ്ട് വിഭാഗമാക്കാൻ ഉദ്ദേശിച്ചു, അതുകൊണ്ട് അങ്ങനെ നടക്കുന്നു എന്നേ ഉള്ളൂ. ലൈസലക മിൻ അംരി ഷൈഉൻ, അതിൽ യാതൊരു തീരുമാനവും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞു അള്ളാഹു മറ്റൊരായത്തിൽ. ഹുക്കുമുൻ ഖാതിയത്തുൻ ലി അൻവാഇൽ മിന്നത്തി അലൽ ഖൽഖില്ല, ഇത് അള്ളാഹിൻ്റെ അടിമകളിൽ അള്ളാഹിൻ്റെ സൃഷ്ടികളിൽ ആർക്കും ഒരു അധികാരമില്ല, അനുഗ്രഹത്തിൻ്റെ പേരിൽ ആർക്കും ഒരു അധികാരമില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു തീർപ്പാണ്. അതായത് ഇപ്പം ഒരാൾ ഉസ്താദായി മറ്റേ ആൾ ശിഷ്യനായി, അതുകൊണ്ട് ആ ഉസ്താദിനും ആ ശിഷ്യൻ്റെ മുകളിൽ അധികാരം, ഉമ്മക്ക് മക്കളെ മുകളിൽ അധികാരം, ഒരു മുഖദ്ദമിന് മുരിദന്മാരെ മുകളിൽ അധികാരം, അങ്ങനെ ഒരു അധികാരം കൊണ്ട് മഹത്വം കൊണ്ടുള്ള അധികാരമാണ് അതെന്ന് മനസ്സിലാക്കരുത്. അങ്ങനെയല്ല അത്. ബി റിസാലത്തി വൽ മശൈഖത്തി വൽ മൗഇദത്തി വൽ ഇമാമത്തി വൽ തഅദീനി വജമിയ അഹ്ലി മനാസിബിദ്ദീൻ, അതായത് അത് റിസാലത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ഷെയ്ഖ് എന്നുള്ള പദവിയാണെങ്കിലും നന്മ ഉപദേശം നൽകുക എന്നുള്ള പദവിയാണെങ്കിലും ഇമാമത്താണെങ്കിലും ബാങ്ക് കൊടുക്കുന്ന വിഷയത്തിലാണെങ്കിലും വജമിയ അഹ്ലി മനാസിബിദ്ദീൻ, ദീൻ്റെ ഏത് വിഷയത്തിലാണെങ്കിലും ഇതൊക്കെ അള്ളാഹു ഒരു ക്രമം കൊണ്ട് അങ്ങനെ ആക്കിയതാണ്. വൽ ഹുതൂത്തി തക്ലീഫിയ്യത്തി മിൻ കുല്ലി മൻ കല്ലഫ അല്ലാഹു തആല, അതുപോലെ തന്നെ അള്ളാഹു തക്ലീഫ് നൽകിയ ചുമതലകൾ നൽകിയ എല്ലാവർക്കും ഇത് ബാധകമാണ്. മിനൽ വാലിദൈനി വസാദാത്തി അല മംലിക്കിഹിം വല ദവാബിഹിം, ഇത് ആർക്കും ബാധകമാണ്, പിന്നെ മാതാപിതാക്കൾക്കും ബാധകമാണ്, അതുപോലെ ജീവികളെ നോക്കുന്ന അവരുടെ യജമാനന്മാർക്കും ബാധകമാണ്. മിൻ കുല്ലി മൻ ലഹു ഹഖുൻ അലാ ഗൈരിഹി അൽ മന്നു അലൽ ഇയാലു മിൻ മുഹ്ബിതാത്തുൽ അമാൽ,
ഏതൊരാൾക്കും ഏതൊരാൾക്കും അവർക്കൊരു അധികാരം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ആ അധികാരം എടുത്തു പറയാന്ന് പറയുന്നത് ആ അമലിനെ ബാത്തിലാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പം നമ്മൾ ഉസ്താദന്മാരൊക്കെ പറയല്ലോ, ഞാൻ ഉസ്താദാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് ഇങ്ങനെ ചെയ്തോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വാപ്പയും ഉമ്മയും പറയല്, ഞാനും വാപ്പയാണ് ഉമ്മയാണ്, ഉമ്മമാരൊക്കെ പറയല്ലേ ഞാൻ 10 മാസം നൊന്ത് പ്രസവിച്ചതാണ് എന്നൊക്കെ പറയുമല്ലോ. അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം എന്നെ പോറ്റി വളർത്തിയതാണ്, ഞാൻ നിനക്ക് ചെലവ് തന്നിട്ടല്ലേ, നീ എൻ്റെ ചെലവിലല്ലേ ജീവിച്ചത് എന്ന് പറയാം. ഞാനല്ലേ നിന്നെ ത്വരീക്കത്തിലേക്ക് കൊണ്ടുവന്നെന്ന് പറയാം. നീ ഇത്ര കാലം എൻ്റെ അണ്ടറിലല്ലേ നമുക്ക് നിന്നത്, നീ എന്താന്നൊക്കെ പറഞ്ഞു നമ്മളിങ്ങനെ അവർക്ക് നമ്മളെ കൊണ്ട് കിട്ടിയ അനുഗ്രഹങ്ങൾ എടുത്തു പറയുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾക്ക് അധികാരം സ്ഥാപിക്കുക എന്ന് പറയുന്നത് ആ അമലിനെ ബാത്തിലാക്കി കളയുന്ന കാര്യം. ഒരു വാപ്പ പറയുക മക്കളോട്, ഞാൻ ഇത്രയും കാലം ഞാനാണ് എന്നെ പോറ്റിയത്, അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നോട് എൻ്റെ കൂടെ നിന്നോ. അപ്പോൾ അത്രയും കാലം പോറ്റിയത് എൻ്റെ മുകളിൽ നമ്മൾ പ്രതിഫലം കാംക്ഷിക്കുകയാണ് ആ മക്കളിൽ നിന്ന്. അപ്പോൾ ആ പ്രതിഫലം കാംക്ഷിച്ചത് അള്ളാഹ് എടുക്കുന്ന പ്രതിഫലം നഷ്ടപ്പെട്ടു. നമ്മൾ ഉമ്മമാർ പറയലില്ലേ, ഞാൻ 10 മാസം നൊന്ത് പ്രസവിച്ച എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, ഞാൻ പറഞ്ഞ ഈ കേൾക്കണില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെയ്ത കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് അവരിൽ നിന്ന് ഇങ്ങോട്ട് കാര്യം തേടുകയാണ്. അതുപോലെ തന്നെ ഒരു ഉസ്താദ് പറയൽ, ഞാൻ നിനക്ക് ഇത്രയും പഠിപ്പിച്ചെന്നില്ലേ, നീ എന്നിട്ട് നീ എന്നോട് ചെയ്തോ എന്ന് പറയാം. ഒരു മുഖദ്ദമും മുരീദന്മാരോട് പറയാം, ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞെന്നില്ലേ, ഇതൊക്കെ ചെയ്യിപ്പിച്ചില്ലേ, നീ എന്നെ അനുസരിക്കുന്നുണ്ടോ എന്നൊക്കെ പറയാം. ഇത് പറഞ്ഞുകൊണ്ട് അവരുടെ നിന്നൊരു കാര്യം ഇങ്ങോട്ട് തേടുക എന്ന് പറയുന്നത് ആ അമല് ബാത്തിലാക്കി കളയുന്ന കാര്യമാണ്. അള്ളാഹിൻ്റെ അടുക്കൽ പിന്നെ അതിന് പ്രതിഫലം ഉണ്ടാവില്ല. അള്ളാഹ് ചോദിക്കും, അള്ളാഹു ഞാൻ ഇത്രയും മക്കളെ പോറ്റിയില്ലേ, വലുതാക്കിയില്ലേ, അവർക്ക് വേണ്ട ഉപജീവനമൊക്കെ ഞാൻ നൽകിയില്ലേ എന്നും ഒരു വാപ്പ പറയുമ്പോൾ വാപ്പനോട് അള്ളാഹ് പറയും, നീ അതൊക്കെ നീ ചെയ്ത് നിന്റെ മക്കളെ നിന്നെ അനുസരിക്കണമെന്ന് വിചാരിച്ചിട്ടല്ലേ, വേറൊന്നും കൊണ്ടല്ലല്ലോ. ഉമ്മ പറയാണ്, ഞാൻ 10 മാസം നൊന്ത് പ്രസവിച്ചില്ലേ, ഒരുപാട് വേദനകൾ അനുഭവിച്ചില്ലേ, പല കാര്യങ്ങളും ചെയ്തില്ലേ, അത് നീ എന്തിനാ ചെയ്ത്, നിന്റെ മക്കളെ അനുസരിക്കണം എന്ന് വേണ്ടിയിട്ടല്ലേ, മക്കളെ നിന്നെ നോക്കണം എന്ന് വേണ്ടിയിട്ടല്ലേ, വേറൊന്നും കൊണ്ടല്ലല്ലോ. അല്ലല്ലാത്ത ഉദ്ദേശങ്ങൾ അവിടെ വന്നതുകൊണ്ട് നമ്മൾ അത് ബാത്തിലാവാനുള്ള ചാൻസ് ഉണ്ട്. അള്ളാഹു കാക്കട്ടെ. ഇതിനർത്ഥം ഈ വാപ്പന്മാരെ മക്കൾ ബഹുമാനിക്കരുതെന്നല്ല, ഇതിനർത്ഥം ഉമ്മമാരെ ബഹുമാനിക്കരുതെന്നല്ല, ഉസ്താദന്മാരെ ബഹുമാനിക്കരുതെന്നല്ല, മുഖദ്ദമിനെ ബഹുമാനിക്കരുതെന്നല്ല. നമ്മൾ അവരെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ, ഒരു വാപ്പാൻ നില നോക്കുമ്പോൾ, ഉമ്മാൻ നില നോക്കുമ്പോൾ, മുഖദ്ദമൻ നില നോക്കുമ്പോൾ, ഉസ്താദ് നില നോക്കുമ്പോൾ, ആർക്കൊക്കെ അവിടെ അധികാരം നൽകപ്പെട്ടിട്ടുണ്ട് അവരെ നിലയിൽ നോക്കുമ്പോൾ അവർ അങ്ങനെ കാണാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. മറ്റുള്ളവർ അങ്ങനെ കാണാൻ, മറ്റുള്ളവർ നിങ്ങൾ ഇങ്ങോട്ട് തന്നോന്ന് വെച്ചിട്ട് ഇതാക്കാൻ പാടില്ല എന്ന് കരുതിയിട്ട് അങ്ങോട്ട് മോശം രീതിയിൽ പെരുമാറാൻ പറ്റില്ല. അത് നിഷിദ്ധാണ്, അത് സംശയമില്ല. പക്ഷേ ഈ അധികാരം നൽകപ്പെട്ടവരിങ്ങനെ കാണരുത്. അങ്ങനെ കാണുന്നത് അവരുടെ അമലിനെ നഷ്ടപ്പെടുത്തി കളയും. വഖദ അലാ തൽമീദി വൽ മുരീദീൻ. അതുപോലെ തന്നെയാണ് ശിഷ്യന്മാരും മുരീദന്മാരുടെ വിഷയത്തിലും. ഒരു മുഖദ്ദം മുരീദന്മാരോട് സംസാരിക്കുന്നതും ഒരു ഉസ്താദ് ശിഷ്യന്മാരോട് സംസാരിക്കുന്നതും ഒക്കെ തലബത്ത് തഅലീമി വ തഅല്ലും വ തഅലീം. അതുപോലെ പിന്നെ അള്ളാഹ് അന്വേഷിക്കുന്ന വിഷയത്തിലും ഇൽമു പഠിക്കുന്ന വിഷയത്തിലൊക്കെ നമ്മൾ ഈ ഒരു ക്രമം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞിട്ട് നമുക്ക് അവരുടെ അടുത്ത് ഇങ്ങോട്ട് പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് അതൊരു ആ കാര്യത്തെ ബാത്തിലാക്കി കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഷേഖോറോട് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു മുഖദ്ദമ അങ്ങനെ ഒരു പൊസിഷനിലേക്ക് നിർത്തപ്പെട്ടാൽ ആ മുഖദ്ദമ അവരെ കാണുന്നതാണ് എങ്ങനെയാണ്, എൻ്റെ യജമാനൻ എന്നെ നിർബന്ധിച്ച് ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം മാത്രമാണിത്. ഞാനിവിടെ ഇന്നിൽ നിന്നോ വേറെ ആരിൽ നിന്നോ ഒക്കെ ആൾക്കാർക്ക് വേണം അള്ളാഹു മാർഗദർശനം ചെയ്യുമെങ്കിൽ ചെയ്യാം. ഞാനിത് ചെയ്യുന്നത് എന്നെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തം ചെയ്യൽ മാത്രമാണ്. എന്നെ അനുസരിക്കണം, ഞാൻ വലിയ ആളാണ്, എന്നെ ഇങ്ങനെ നോക്കണം എന്നൊന്നും ഞാൻ ആരോടും അവകാശപ്പെടാനില്ല. എനിക്കതിനുള്ള അധികാരമില്ല. ഞാൻ എൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നു. അനുസരിച്ചാൽ ഒരുക്ക നന്ന്, അനുസരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്കതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. അവരുടെ ഉത്തരവാദിത്തങ്ങൾ മാത്രം, യജമാനൻ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ മാത്രം അവരിങ്ങനെ മൊയ്കി നടക്കുക. വേറെ ആരെയും മുകളിലും ഒരു അധികാരവും പറയാൻ ഇവരാരും നിൽക്കുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ മുഖദ്ദമിൻ്റെ ഉത്തരവാദിത്തം. ഇനി മുഖദ്ദമിൻ്റെ കാര്യത്തിലേക്ക് ഒന്നുകൂടി സീരിയസ് ആയ ഷേഖുകൾ പറയാം. ഫയജിബു അലൽ മുഖദ്ദം, ഒരു മുഖദ്ദമിന് നിർബന്ധമാണ് അയ്യറ നഫ്സഹു മുസ്തഖദമൻ ലിശൈഹി ലാ ഗൈറ. അതായത് ഒരു മുഖദ്ദമ് കരുതേണ്ടത്, അവൻ കാണേണ്ടത് അവൻ ഷെയ്ഖിന് ഖിദ്മത്ത് ചെയ്യുന്ന ഒരാളായിട്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അവൻ സ്വന്തം ഷെയ്ഖായിട്ടല്ല അവൻ കാണേണ്ടത്. അവൻ വേറൊരാൾക്ക് ഷെയ്ഖിന് ഖിദ്മത്ത് ചെയ്യുന്ന ഒരാളാണ്, വേറെ ഒന്നുമല്ല.
അതുകൊണ്ട് ഫയജിബു അലൽ മുഖദ്ദമിന് നിർബന്ധമാണ് അൻ യറാ നഫ്സഹു, അവൻ അവൻ്റെ നഫ്സിനെ കാണണം, മുസ്തഖ്ദമൻ ലി ഷെയ്ഖി, ഷെയ്ഖിന് ഹിദ്മത്ത് ചെയ്യുന്ന ആളായിട്ട്, ലാ ഗൈറ, വേറൊന്നുമല്ല. ഷെയ്ഖിന് ഹിദ്മത്ത് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചു, അത് അവൻ ചെയ്യുന്നു, അന്നല്ലാതെ വേറെ ഒന്നും അവന് കാണാൻ പാടില്ല. ദവാ അലഹു വലാ മുസ്ലഹത ഫീഹി, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടുത്ത് പ്രത്യേകമായ മരുന്നുകളൊന്നുമില്ല, അതുപോലെ തന്നെ പ്രത്യേകമായ കാര്യങ്ങൾ സോൾവ് ആക്കുന്ന മസ്ലഹത്തുകളുമില്ല. അവന് സ്വന്തമായി ഒന്നുമില്ല. അവൻ ആൾക്കാരെ നന്നാക്കുന്നില്ല, അവൻ ആൾക്കാരെ ശരിപ്പെടുത്തുന്നില്ല, ആളുകളുടെ രോഗം ശിഫയാക്കുന്നില്ല, ഒന്നുമില്ല. അവന് ഷെയ്ഖ് ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു, അതിൻ്റെ അപ്പുറത്തൊന്നും അവന് ചെയ്യുന്നില്ല. ഇല്ലാ മാക്കാൻ യുസ്ലിഹു മിൻ ഹദ്റത്തി ഷെയ്ഖ്, ഷെയ്ഖ് അവന് ഏൽപ്പിച്ച കാര്യങ്ങളല്ലാതെ ഒന്നും അവൻ്റെ അടുത്തില്ല. മിൻ മുറത്തബ് അലാ ലഹു അലാ യദിഹി മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ഷെയ്ഖിലൂടെ അവന് ഓഹരിയാക്കപ്പെട്ട ചില കാര്യങ്ങൾ അവൻ്റെ അടുത്തുണ്ട് എന്നല്ലാതെ അവന് സ്വന്തമായി ഒന്നുമില്ല. ഫലാ യസീദ് വലാ യൻഖുസു, അതിൽ കൂടുതലുമില്ല കുറവുമില്ല. ഫറുബ്ബമാ യുസയ്യിനു ലഹു ശൈത്താൻ അൻ യഖൂൽ, ചിലപ്പോൾ ഷെയ്ത്താൻ അവന് നല്ല ഭംഗിയാക്കിയിട്ട് കാണിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. അതായത് പല കാര്യങ്ങളും ഷെയ്ത്താൻ അങ്ങനെയാണല്ലോ, ഓരോ കാര്യത്തെയും ഭംഗി കൂട്ടിയിട്ട് മോടി കൂട്ടിയിട്ട് അവനോട് പറഞ്ഞു കൊടുക്കും. ഇന്ദി ഔലാദുൻ ഫി ബലദി കഥ, എന്നിട്ട് അവൻ പറയും, അതായത് ആ ഷെയ്ത്താൻ്റെ വാക്ക് കിട്ടാൻ പറയും, ഇന്ദി ഔലാദും മിൻ ഫി ബലദി കഥ, എനിക്ക് ഈ നാട്ടിൽ കുറേ മക്കളുണ്ട്. മക്കൾ എന്നുള്ള പ്രയോഗം തന്നെ കുറേ മുരീദന്മാരുണ്ട് എന്നുള്ള അർത്ഥത്തിൽ, എനിക്ക് ആ നാട്ടിൽ കുറേ മക്കളുണ്ട് എന്ന് നമുക്കതും പറയും. ഔ ലക്കന്തു ഫി ബലദിൻ കഥ, ഇന്ന നാട്ടിൽ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്, ആ നാട്ടിലൊക്കെ ഒരുപാട് എൻ്റെ അടുത്തും ത്വരീഖത്ത് സ്വീകരിച്ചവരുണ്ട് എന്ന് പറയാം. ഔ ലഹോറ തരീഖത്താല യദി വലില്ലാഹിൽ ഹംദ്, അൽഹംദുലില്ലാഹ്, ഈ ത്വരീഖത്ത് എന്നിലൂടാണല്ലോ വെളിവായത് എന്നവൻ അങ്ങനെ പറയും. അത് ശൈത്താൻ തോന്നിപ്പിച്ച് കൊടുക്കുന്നതാണ്. എന്തിന്? ലി അന്നൽ മഖ്സൂദഹു റബ്ബമാ യകൂനു അലൽ റിയാ, കാരണം ഈ വാക്കുകളൊക്കെ അവൻ ഉപയോഗിക്കുന്നത് പലപ്പോഴും അവൻ്റെ റിയാവിൻ്റെ, അവൻ്റെ ലോകമാന്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, ആളുകളെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി. എനിക്കിത് അവിടെ മുരീദന്മാരുണ്ട്, ഇവിടെ മുരീദന്മാരുണ്ട്, ആ നാട്ടിൽ മുഴുവൻ എൻ്റെ ആൾക്കാരാണ്, ഞാൻ അവിടെ പോയതിന് ശേഷമാണ് ത്വരീഖത്ത് വ്യാപിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവൻ ഈ പ്രയോഗം നടത്തുന്നത് അവന് ലോകപ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ്, അവന് ആളുകളെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവ ഷുഫൂഫ് നഫ്സിഹി അല ഗൈരി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുകളിൽ ഇവന് അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒന്നുമല്ല, ഞാനാണ് കാര്യപ്പെട്ട ആൾ, ഞാൻ പോയതിന് ശേഷമല്ലേ അവിടെ ഇതൊക്കെ സംഭവിച്ചത്, ഞാൻ അവിടെ പോയതിന് ശേഷമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്, എത്രയോ ആളുകൾ ത്വരീഖത്തിൽ വന്നത് ഞാൻ വന്നതിന് ശേഷമല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ മറ്റുള്ളവരുടെ മുകളിൽ അധികാരം സ്ഥാപിക്കാനായിരിക്കും ചിലപ്പോൾ അവൻ അങ്ങനെ പറയുന്നുണ്ടാവുക. ഇതൊക്കെ അവന് പറയിപ്പിക്കുന്നത് അവന് ശൈത്താൻ അടിമപ്പെട്ടതുകൊണ്ടാണ്. ലി അന്ന ത്വരീഖത്ത മുജറദതുൻ ഫി നഫ്സി വലവാസിമിഹ, കാരണം ത്വരീഖത്ത് എന്ന് പറയുന്ന മുജറദു മിൻ നഫ്സി വലവാസിമിഹ, ഈ നമ്മുടെ നഫ്സിൻ്റെയും അവൻ്റെ താല്പര്യങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായി മുക്തമായൊരു വഴിയാണ്. ഫൈദ ഹറക്ക, ശരിക്കും ത്വരീഖത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി തന്നെ പതിയെ നമ്മൾ പൂർണ്ണമായും നഫ്സിൻ്റെയും അതിൻ്റെ താല്പര്യങ്ങളുടെയും കെണിയിൽ നിന്ന് പുറത്തേക്ക് പോകും. പക്ഷേ അത് പുറത്ത് പോയാലും, നമ്മൾ പുറത്ത് പോയി മുഖദ്ദമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് മരിച്ചു കിടക്കുകയാണെങ്കിലും അതിനെ ഇളക്കി കൊണ്ടുവരുന്നൊരവസ്ഥ ഉണ്ടാവുക. അതാണ് ഇവിടെ ഷെയ്ഖ് പറയുന്നത്, ഫൈദ ഹറക്ക നഫ്സഹു, നമ്മളത് കൊന്നിട്ട് ഇങ്ങനെ താഴെ വെച്ചതായിരിക്കും, പിന്നെ നമ്മളെന്ത് ഈ പൊസിഷനിലേക്ക് എത്തിയപ്പോൾ ഹറക്ക നഫ്സഹു, നമ്മളതിനെ ഇളക്കി കൊണ്ടുവന്നു പുറത്തേക്ക്, താഴെ കിടക്കുന്ന സാധനത്തിനെ ഇളക്കി പുറത്തേക്ക് കൊണ്ടുവന്നു. അല്ലത്തി അമാത്ത ഹാ ബി ബർക്കത്ത് ഷെയ്ഖിൻ്റെ ബർക്കത്തോണ്ട് മരിച്ചു പോയ ആ നഫ്സിനെ നമ്മൾ പിടിച്ച് ജീവൻ വെപ്പിച്ച് മുകളോട്ട് കൊണ്ടുവരും. ബിന്നദരി ഇലാ ഫാലിഹി, എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്? നമ്മളെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട്, ഞാൻ പ്രവർത്തിച്ചിട്ട് അങ്ങനെ സംഭവിച്ചു, ഞാനാണ് അവരെങ്ങനെ ആക്കിയത്, ഞാനാണ് ഇങ്ങനെ ആക്കിയത്, തന്നെ നമ്മളെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട്. മുഖദ്ദമിങ്ങളോടാണ് പറയുന്നത്, മിനൽ അംരി ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകർ, നല്ല കൽപ്പിക്കുന്നതിലും മോശം വിലക്കുന്നതിലൊക്കെ എൻ്റെ പ്രവർത്തനങ്ങളാണെന്നൊരു മുഖദ്ദമ കാണുന്നതിലൂടെ, സാറഫ് ഇലഹു വബാല അലൈഹി, അവൻ്റെ പ്രവർത്തനം കാണുന്നതിലൂടെ അവനിലേക്ക് അവൻ എന്ത് ചെയ്തു? നാശം വിതച്ചു. അവന് ഞാനാണത് ചെയ്തെന്ന് കരുതുന്നതോടുകൂടി അവനിലേക്ക് നാശം വന്നു. വറദ്ദഹു ഇലാമാ ജറദല്ലാഹു മിനൽ ഫുഖറാ റഅയ്യ, അങ്ങനെ അവൻ ഏറ്റവും സാധാരണക്കാരനായ മുരീദിനെക്കാളും തരം താന്നു. ഈ ഒരു പൊസിഷനിൽ അവനിപ്പോൾ നല്ല അവസ്ഥയിൽ, നല്ല മുരീദായി ഉഷാറായി നല്ല അവസ്ഥയിൽ ഒരു പൊസിഷനിലേക്ക് എത്തി ഷെയ്ഖ് അവന് തഖ്ദീം കൊടുത്തിട്ടുണ്ടാവും. തഖ്ദീം കൊടുത്തപ്പോൾ
കുറച്ച് ആൾക്കാരൊക്കെ ബയ്യത്തൊക്കെ ചെയ്തപ്പോൾ പതിയെ അവൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അവൻ തന്നെ ഇളക്കിയെടുത്ത് ആ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നഫ്സ് അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന നഫ്സിനെ പൊന്തിച്ച് കൊണ്ടുവന്നിട്ട് ഞാനാണ് ഇതിൻ്റെ ആൾ, ഞാൻ വലിയ ആളാണെന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് അവൻ കൊണ്ടുവന്നിട്ടുണ്ടാവും. ആ ഒരു പ്രവർത്തനത്തിലൂടെ അവൻ ഏറ്റവും താഴ്ന്ന മുരീദിനേക്കാളും താഴ്ന്ന അവസ്ഥയിലെത്തി. ഫയുസജ്ജലു അലൈഹിം ബിൽ ഹിർമാനി മിൻ ഹദറത്തില്ലാഹ് വ ഹദറത്ത് റസൂലിഹി വ ഹദറത്ത് ഷെയ്ഖ്. അങ്ങനെ അള്ളാഹുവിൽ നിന്നും ഇല്ലായ്മ അള്ളാഹിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെട്ടവനായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെട്ടവനായി, ഷെയ്ഖിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെട്ടവനായി അവൻ എഴുതപ്പെടും. ഈ ഒരു ഒറ്റ പ്രവർത്തനം കൊണ്ട്. അള്ളാഹു കാക്കട്ടെ. എന്താ ചെയ്തത്? ഒരു മുഖദ്ദമായ ശേഷം അവൻ്റെ സ്വന്തം ഞാനാണിതൊക്കെ ചെയ്തതെന്നുള്ള രൂപത്തിൽ അവൻ പെരുമാറിയപ്പോൾ അവൻ അള്ളാഹിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും റസൂലുള്ളാഹിയുടെ സാന്നിധ്യത്തിൽ നിന്നും ഷെയ്ഖിൻ്റെ സാന്നിധ്യത്തിൽ നിന്നൊക്കെ തുടച്ചു നീക്കപ്പെട്ടവനായി മാറി. ഫയറ നഫ്സഹു വലിയൻ, അവന് വിചാരിച്ചു അവന് സ്വന്തമായ അധികാരമുണ്ട് എന്ന്. വഹുവ മഅസൂലും ബി നഫ്സിഹി ഇസ്ലത്തുഹുൽ മർത്തബത്തുൻ നഫ്സിയ. പക്ഷേ അവന് സ്വന്തമായി ഒന്നുമില്ല. ആ ഒരു ആഗ്രഹം, ആ ഒരു കാഴ്ചയിലൂടെ തന്നെ അവൻ്റെ എല്ലാ ആത്മീയമായ മക്കാമുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടവനായിട്ടുണ്ട്. വയസീറു യതബജ്ജഹു അലൽ ഇഖ്വാൻ. അങ്ങനെ ആ മോശപ്പെട്ട ആള് ആ മുഖദ്ദം എന്ത് ചെയ്യും? അലൽ ഇഖ്വാൻ, ഇഖ്വാനിങ്ങളെ മുകളിൽ ഇങ്ങനെ വീമ്പളക്കും. ബിതഫ്രീഖിൽ ഔറാദുകളൊക്കെ ഒരുപാട് ഔറാദുകൾ നൽകിക്കൊണ്ട് എനിക്ക് ഈ ഔറാദുണ്ട്, ആ ഔറാദുണ്ട്, ഈ ഇജാസത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്ക് ഇങ്ങനെ ഔറാദ് നൽകി അത് കൈമാറ്റം ചെയ്ത് വലിയ വീമ്പ് നടിക്കുന്നവനായി അവൻ മാറും. വതറാഹും യുഖദ്ദമു ഐറു ലി അർദി നഫ്സിഹി. എന്നിട്ട് മറ്റുള്ളവർ അവൻ മുഖദ്ദമായി നിശ്ചയിക്കുകയും ചെയ്യും. എന്തിനു വേണ്ടി മുഖദ്ദമായി നിശ്ചയിക്കുക? ലി അർദി നഫ്സിഹി, അവൻ്റെ സ്വന്തം നഫ്സിൻ്റെ താല്പര്യത്തിന് വേണ്ടി. അപ്പോൾ അവന് മുരീദന്മാരെ മുകളിൽ ഇഖ്വാനികളെ മുകളിൽ അധികാരം പറയും. എന്നിട്ട് പറയും ഞാൻ വലിയ ആളാണ്, എനിക്ക് കാര്യപ്പെട്ട ഇജാസത്തുകളൊക്കെ ഉണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയും. എന്നിട്ട് ആ ഇജാസത്തുകളൊക്കെ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് മറ്റുള്ളവരെ മുഖദ്ദമാക്കുകയും ചെയ്യും. ആ മുഖദ്ദമാക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താ? അവൻ്റെ നഫ്സിന് വേണ്ടിയിട്ട്, അവൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവൻ മറ്റുള്ളവരെ മുഖദ്ദമാക്കും. വയആറലഹ ഇൻദ റുഅയതു മൻ ഹുവ അക്മലു മിൻഹു. അതുപോലെ തന്നെ അവൻ അസൂയ തോന്നും. ഇൻദ റുഅയതു മൻ ഹുവ അക്മലു മിൻഹു. അവനേക്കാൾ പരിപൂർണനായ മുഖദ്ദമിനെ കാണുന്ന സമയത്ത് അവന് ഭയങ്കരമായ അസൂയ വരും. ഇങ്ങനത്തെ നഫ്സിന് അടിമപ്പെട്ട മുഖദ്ദമീങ്ങൾ അവനേക്കാളും കുറച്ചും കൂടി പരിപൂർണനാണെന്ന് തോന്നുന്ന ആളുകളെ കാണുമ്പോൾ ഭയങ്കര അസൂയ ഉണ്ടാവും. ഹായിഫൻ ഐൻ തമീല ലഹുന്നാസ്. എന്തിനാ അസൂയ? ജനങ്ങളെങ്ങാനും മൂപ്പരടുത്ത് പോയി പോകുമോ, അല്ലെങ്കിൽ ആ മുഖദ്ദമിനെ സ്വീകരിച്ചു പോകുമോ എന്നുള്ള പേടിയിലുള്ള അസൂയ. എത്രക്കൂനഹു. അങ്ങനെ അദ്ദേഹത്തിന് ഇയാൾ ഒഴിവാക്കുകയും ചെയ്യും, മറ്റുള്ളവരോട് ഒഴിവാക്കാൻ പറയുകയും ചെയ്യും. അയാളെ ആ മുഖദ്ദമിനെ കാണാൻ പോകില്ല, അല്ലെങ്കിൽ അവിടെ അടുത്ത് പോകരുതെന്ന് അറിയും. അങ്ങോട്ട് പോകുന്നതിന് നിഷേധിക്കും. എന്തിനു വേണ്ടിയിട്ട്? അയാളുടെ അടുത്തേക്ക് കാണാൻ പോയാൽ ആളുകൾ എന്നെ ഒഴിവാക്കി അവിടെ പോയി പോകുമോ, അവിടെ ആളുകൾ കുടുങ്ങിപ്പോകുമോ എന്ന അസൂയ കൊണ്ട് അവരങ്ങനെ ചെയ്യും. റുബ്ബമായ ഈ യബ്നി ജാവിയത്തൻ. ചിലപ്പോൾ അവൻ ജാവിയ ഉണ്ടാക്കും. ലിഷഹറത്തി വജ്മ അൽ ഔറാദ്. എന്തിനാ ജാവിയ ഉണ്ടാക്കുന്നത്? ലിഷഹറത്തി, അവന് വലിയ പ്രശസ്തി ഉണ്ടാകാൻ വേണ്ടി. ഞാൻ വലിയ ജാവിയൊക്കെ ഉണ്ടാക്കിയ ആളാണ്, എനിക്ക് ജാവിയ മുഖദ്ദമങ്ങളും മുരീദന്മാരൊക്കെ ഒരുപാടുണ്ട്, ഞാൻ ഇന്ന സ്ഥലത്തുള്ള ജാവിയയിലെ മുഖദ്ദമാണെന്നൊക്കെ പറയാൻ ജാവിയ ഉണ്ടാക്കും. ജമീ അൽ ഔറാദ്. അതുപോലെ ജം അൽ ഔറാദ്, അവൻ്റെ താല്പര്യങ്ങളെ ഒരുമിച്ച് കൂട്ടാനും വേണ്ടി, അവൻ്റെ ദുനിയാവിൻ്റെ താല്പര്യങ്ങൾ അവിടെ അങ്ങനെ ഒരു ജാവിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടാനും പിരിവ് നടത്താനും ഒക്കെ പറ്റുമല്ലോ. അവൻ്റെ താല്പര്യത്തിനുള്ള പിരിവിന് വേണ്ടിയിട്ടൊക്കെ അവൻ എന്ത് ചെയ്യും? ജാവിയ ഉണ്ടാക്കും. വസും ആത്തി. അതുപോലെ തന്നെ അറിയപ്പെടാൻ, പ്രശസ്തി ഉണ്ടാവാനും അവൻ്റെ പേര് വലുതാവാനും ഒക്കെ വേണ്ടിയിട്ട്. ലക്കിന കുല്ലുമൻ ലക്കിയഹു ബിലാ തഅമ്മുലിൻ. ആരവൻ്റെ അടുത്ത് വന്ന് ഇജാസത്ത് ചോദിച്ചാൽ എല്ലാവർക്കും ഒന്നും ആലോചിക്കാതെ ഇജാസത്ത് കൊടുക്കും. ആരാ നല്ലത് മോശം ഒന്നും നോക്കാതെ തോന്നിയവർക്ക് മുഴുവൻ ഇജാസത്ത് കൊടുക്കും. വദാലിക മഖാമുൽ അവാം. എന്നാൽ അത് സാധാരണക്കാരുടെ മക്കാമാണ്. അൽ മത്മൂസത്തു ബസായിറുഹും. അതായത് ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട സാധാരണക്കാരാണ് ഇതുപോലെ ചെയ്യുക. എല്ലാവർക്കും വാരിക്കോരി എല്ലാം കൊടുക്കുക. അങ്ങനെയല്ല, ഓരോരുത്തരെ നോക്കി പരിഗണിച്ചിട്ടാണ് ഓരോ ഇജാസത്തുകൾ കൊടുക്കുക. അതൊന്നും ഇയാൾക്ക് ഉണ്ടാവില്ല. ഇയാളുടെ അടുത്തേക്ക് വന്നാൽ ഇജാസത്തും കൊടുക്കും.
വലൈസ മിൻ ഷഅനി ദാല്ലീന അലല്ലാഹ്, അത് അള്ളാഹിലേക്ക് വഴി കാണിക്കുന്നവരുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. ഔ റുബ്ബമാ യജഅലു ദാലിക ഹിർഫത്തുൽ മഈഷ, ചിലപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇത് അദ്ദേഹത്തിൻ്റെ മഈഷത്തിൻ്റെ മാർഗമായി മാറ്റും. ഈ ഒരു ജമാഅത്തും മുഖദ്ദമും മുരീദന്മാരും ഒക്കെ അദ്ദേഹത്തിന് സമ്പാദ്യം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി. അപ്പോൾ അങ്ങനെ ഓരോ മുരീദന്മാർക്കും ഇങ്ങനെ ഒരു പൈസ എഴുതി കൊടുക്കുക, ആ പൈസ വന്നാൽ ഇന്ന ബയ്യത്ത് ചെയ്യുക, എന്നിട്ട് ആ പൈസ വാങ്ങി എല്ലാ മാസവും പൈസ വാങ്ങി വെക്കുക. ആളുകൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് പറ്റിയല്ലോ കേട്ടോ പറഞ്ഞത്. ഇയാൾ അങ്ങോട്ട് ഇതൊക്കെ ചുമതലപ്പെടുത്തിയിട്ട് ആളുകളുടെ അടുത്ത് പിടിച്ചു വാങ്ങുക. അങ്ങനെ ഒരു മഈഷത്തിൻ്റെ മാർഗമായിട്ട് അദ്ദേഹം ഇത് കണക്കാക്കും. ബിത്തമ ഫീമാ ഫീ ഐദിന്നാസ്, ജനങ്ങളടുത്ത് കയ്യിലുള്ളതിനെ കൊതിച്ചിട്ട്. അപ്പോൾ കുറേ ആൾക്കാരെ കയ്യിൽ പോയി പൈസ ഉണ്ടാവും, പൈസ ഒക്കെ എന്നിലേക്ക് ഇങ്ങനെ എല്ലാ മാസവും പൈസ ഇങ്ങനെ എത്തിയാൽ നല്ല റാത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ കൊതിച്ചിട്ട് അതിന് വേണ്ടി നടക്കാം. ബഹു ഓസ്റാണ്, അത് ഭയങ്കര വലിയ പരാജയത്തിലേക്കാണ് കൊണ്ടെത്തിക്കാം. ഒറബമായ യഹ്സുദു ഐറുഹു, ചിലപ്പോൾ അവന് മറ്റുള്ളവരോട് അസൂയ തോന്നും. എന്താ അസൂയ തോന്നുന്നത്? ബിഹൈസു യുഹിബ്ബു അൻ യഖുദ അലൈഹി ദൂ മാലിൻ മസല, ഉദാഹരണത്തിന് ബിഹൈസു യുഹിബ്ബു അൻ യഖുദ അലൈഹി ദൂ മാലിൻ, സമ്പത്തുള്ള ആൾ അവൻ്റെ അടുത്ത് നിന്ന് ബയ്യത്ത് ചെയ്തിരുന്നെങ്കിൽ അവൻ ആഗ്രഹിക്കും. ഫൈദ ലക്കനഹു ഐറുഹു, അല്ല സോറി, യുഹിബ്ബു ബിഹൈസു യുഹിബ്ബു അൻ യഖുദ അലൈഹി ദൂ മാലിൻ മസലൻ, അവൻ ഇഷ്ടപ്പെടും സമ്പത്തുള്ള ആൾ അവൻ്റെ അടുത്ത് നിന്ന് ബയ്യത്ത് ചെയ്യണമെന്ന്. ഉദാഹരണത്തിന്, അതായത് ഒരു നല്ല സമ്പത്തുള്ള ആളുണ്ട്, സാധാരണക്കാരൻ മൈൻഡ് ചെയ്യില്ല. സാധാരണക്കാരെന്താവട്ടെ, നല്ല പൈസ ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്, എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് നിന്ന് ബയ്യത്ത് ചെയ്തിന് എത്ര നന്നായനെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓരോ പൈസ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് സമ്പത്തുള്ള ആൾക്കാരൊക്കെ മൂപ്പരടുത്ത് ബയ്യത്ത് ചെയ്യണമെന്ന് മൂപ്പർ ആഗ്രഹിക്കും. ഫൈദ ലക്കനഹു ഐറുഹു, എന്നാൽ ആ സമ്പത്തുള്ളവർ വേറെ ആരുടെ ബയ്യത്ത് ചെയ്താൽ വയം തലിയോ കൽബഹു അലേഹി അദാവത്തൻ വഹിക്കുതൻ, ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിറയും ആ ആളോടുള്ള പകയും വിദ്വേഷവും ഒക്കെ. അതായത് ആ മുഖദ്ദമിൻ്റെ അടുത്ത് അയാൾ എൻ്റെ അടുത്ത് വരേണ്ട മുരീദായിരുന്നു, അവിടെ പോയി മറ്റേ മുഖദ്ദമിൻ്റെ അടുത്താണ് ബയ്യത്ത് ചെയ്തത് പക്ഷേ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കോപം വരും. വഖദ് അലിംത, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ശരിക്കും മനസ്സിലായല്ലോ, അന്ന അസ്ല തവല്ലുദി വൽ അംറാദിൽ ബാത്തിന, ഈ ബാത്തിനിയായ താല്പര്യങ്ങൾ, ആന്തരികമായ താല്പര്യങ്ങൾ ഉടലെടുക്കുന്നത് ഹുവ അഗ്റാദു മഅല്ലാഹി വ മഅ ശൈഖ്, അള്ളാഹുവിനോടും അവൻ ഷെയ്ഖിൻ്റെ കൂടെയും താല്പര്യങ്ങൾ ഉടലെടുക്കുന്ന സമയത്താണ്. ഫഖദ് ജറദ മിൻഹ കുല്ലു അഹ്ലി ത്വരീഖത്തുൽ ഊല, യഥാർത്ഥത്തിൽ ആദ്യക്കാരുടെ തരീക്കത്ത്, അതായത് സഹാബാക്കളുടെയും യഥാർത്ഥ തിജാനികളുടെ തരീക്കത്ത് ഇതിൽ നിന്നൊക്കെ ഒഴിവാ. അള്ളാഹിനെ തൊട്ടും അതുപോലെ തന്നെ ശൈഖന്മാരെ തൊട്ടും ഒക്കെയുള്ള ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്, അവരിതൊന്നും അവർ ഇബാദത്ത് ചെയ്യുന്നതും ഹിദ്മത്ത് ചെയ്യുന്നതും ഒന്നിനും ദുനിയാവിലോ ആഖിറത്തിലോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല. ദുനിയാവിലോ ആഖിറത്തിലോ ഒരു കാര്യം അവർക്ക് വേണ്ടേനും. ഇപ്പോൾ ഒരു മുഖദ്ദമിൽ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടെങ്കിൽ, ബയ്യത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ, ആളുകൾക്ക് വേണ്ട മാർഗദർശനം ചെയ്യുന്നുണ്ടെങ്കിൽ ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല. ഷെയ്ഖിനെ അദ്ദേഹം സ്വീകരിക്കുന്നത് ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല. അങ്ങനെ ആവുകയും ചെയ്യരുത്. അങ്ങനെ ആയാൽ യഥാർത്ഥത്തിൽ അവൻ ഈ യഥാർത്ഥ ത്വരീഖത്ത് നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അത് സഹാബാക്കളുടെയും യഥാർത്ഥ തിജാനികളുടെയും ത്വരീഖത്താണ്, അതിൽ നിന്നും പുറത്തു പോയിട്ടുണ്ട്. ഫലൈസ മിൻഹാ ഫീ ഷൈഇൻ, അതുകൊണ്ട് തന്നെ ആ ഒരു ത്വരീഖത്തിൽ നിന്ന് ഇവനൊരു ഓഹരിയും ഉണ്ടാവില്ല. വഇന്നമാ സാല ശുമൂസ അഹ്ലിൽ ഇറാദ മാ ദക്കർനാഹു, വഇന്നമാ അസാല ശുമൂസ അഹ്ലിൽ ഇറാദ, അഹ്ലിൽ ഇറാദ അതായത് മുരീദന്മാരുടെ സൂര്യനെ ഇല്ലാണ്ടാക്കുന്നത്, അവരുടെ ആഗ്രഹത്തിൻ്റെ ദൈവികമായ തേട്ടൻ്റെ സൂര്യനെ നശിപ്പിക്കുന്നത് മാ ദക്കർനാഹു മിനൽ ഹുബ്ബ് ഷഹറത്ത് വ റിയാസ, പ്രശസ്തിയുടെയും അതുപോലെ റിയാസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനമാനത്തിൻ്റെയൊക്കെ ആഗ്രഹമാണ്. അപ്പോൾ ഒരു മുരീദിൻ്റെ സാധാരണ തിജാനി മുരീദാണ് തന്നെ, ആ മുരീദിന് ഒരുപാട് മഹത്വങ്ങൾ മുമ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ മഹത്വങ്ങൾ എല്ലാ മുരീദന്മാർക്കും കിട്ടും. അവന് ആ ബയ്യത്ത് ചെയ്യുന്നതോട് കൂടി തന്നെ ഇഹ്സാൻ്റെ മർത്തബയിലേക്ക് ഉയർത്തപ്പെട്ടവനാണ്. അവന് ആ ദിക്ർ കൊണ്ടിടന്നാൽ തന്നെ ഇഹ്സാനിലായിട്ടാണ് അവൻ മരിക്കുക. അവന് ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ ഒരു താല്പര്യങ്ങൾ ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ ആ സ്ഥാനങ്ങൾ നഷ്ടപ്പെടും. ആ സൂര്യൻ അസ്തമിക്കും. എപ്പോഴാണ് അസ്തമിക്കുക? മിൻ ഹുബ്ബി ഷഹവത്ത് വ റിയാസ, ഷഹറത്ത് വലിയ പ്രശസ്തിയും അതുപോലെ സ്ഥാനമാനങ്ങളൊക്കെ ആഗ്രഹിച്ചാൽ, അതിനിഷ്ടപ്പെട്ടാൽ, വഹുബുൽ ജാഹി അതുപോലെ തന്നെ
മഹത്വം ആഗ്രഹിച്ചാൽ, വ ഹസദി അതുപോലെ അസൂയ ഉണ്ടായാൽ, വ ബിനാ ജാവിയത്തി ഷബഖത്തലി ആറാദിൽ ഫാനിയ ഈ നശിച്ചു പോകുന്ന ദുനിയാവിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദാവ്യകൾ ഉണ്ടാക്കിയാൽ, അങ്ങനെ ഉണ്ടാക്കിയാലൊക്കെയാണ് ഇത് നഷ്ടപ്പെടുക. അതുപോലെ വമിൻ തറക്കിൻ നസീഹത്തി ത്വലബൻ ലിജാഹി മഅൽ ഫുഖറാ, നസീഹത്തിന് ഒഴിവാക്കുക മുരീദന്മാരുടെ സ്ഥാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പം നമ്മളൊരാളോട് നമ്മൾ എന്ത് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളെ എന്തെങ്കിലും കാര്യം തിരുത്തി കൊടുത്താൽ അയാൾക്ക് നമ്മളോട് സ്നേഹം കുറയോ, അല്ലെങ്കിൽ അയാൾക്ക് നമ്മളോടുള്ള അടുപ്പം കുറയോ എന്നൊക്കെ വിചാരിച്ച് പറയാതിരിക്കുക. അമീൻ തറക്കൻ നസീഹത്ത തൊലബൽ ജാഹി മഅൽ ഫുഖറാ ലിയതവസ്സല ബിഹി ഇലാ അഗ്റാദിഹി, എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നത്? അവൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി. വഹുവ മുദാഹനത്തുൻ ലന്നൻ മിൻഹു മുദാറത്തുൻ, അത് അവൻ മുദാറയായിട്ട്, അതായത് അവൻ പറയുന്നതാണ് ഞാൻ ആ ആളെ നമ്മൾ അങ്ങനെ തിരുത്തി കൊടുക്കണ്ട, അത് നമ്മൾ ഉദ്ദേശങ്ങളും പതിയെ എന്ത് ചെയ്യാം. ഇപ്പോൾ നല്ല പൈസക്കാരനൊക്കെ ആണെങ്കിൽ, പൈസക്കാരനായ ഒരാൾ, സമ്പത്തുള്ള ഒരാൾ എന്തെങ്കിലും ഗുരുതരമായ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മൾ അവരോട് നസീഹത്ത് നടത്തണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ വേണ്ട, അവരെ നമുക്ക് പതിയെ കൊണ്ടുപോകാം, അവരെ പണക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുമല്ലോ. അത് നമ്മൾ പറയുക എന്താ, ഒരു നല്ല നസീഹത്തിന് വേണ്ടിയാണ്, നല്ല കാര്യത്തിന് വേണ്ടിയാണ് പറയാതിരിക്കുന്നതെന്ന് പറയാം ശരിക്ക്. പക്ഷെ ഉള്ളിൽ എന്തിനാ, അവരോട് നമുക്ക് പറഞ്ഞാൽ അയാളെ പൈസ നഷ്ടപ്പെടുമോ, അയാളെ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം നഷ്ടപ്പെടുമോ എന്ന് കരുതിയിട്ട് നമ്മൾ സോപ്പിടുകയാണ്. അതാണ് മുദാഹനയാണ് യഥാർത്ഥത്തിൽ. അത് നമ്മളെ നഫ്സിൻ്റെ താല്പര്യമാണ്. അതുപോലെ ഇദ്ഹാറുൽ ഇഷ്ക് വൽ ഹൈമാനു ഫി വസത്തിന്നാസ്, ഈ മുഖദ്ദം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇദ്ഹാറുൽ ഇഷ്ക് വൽ ഹൈമാനു ഫി വസത്തിന്നാസ്, ജനങ്ങളുടെ ഇടയിലാവുമ്പോൾ ഭയങ്കര അള്ളാഹുവിനോടുള്ള ഇഷ്കും അള്ളാഹുവിനോടുള്ള ഭയങ്കരമായ കൊതിയൊക്കെ അങ്ങനെ കാണിക്കാം. വഹുവ ഫി ഹൽവതി യഫ്അൽ മുൻകറാത്ത്, എന്നാൽ ഒറ്റക്കാവുന്ന സമയത്ത് മോശപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്യുകയും ചെയ്യുക. ഇതൊരു ഒരാളുടെ വിശേഷനാവുക. അതും അദ്ദേഹത്തിന് വഞ്ചനയിൽപ്പെടുത്തുന്ന, മുഖദ്ദമിൻ്റെ യഥാർത്ഥ പ്രകാശത്തെ കെടുത്തിക്കളയുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. ഫൈദ ഉത്തലിയോ അലൈഹി, ഇനിയിപ്പോൾ ആ ഒരു തെറ്റ് വെളിവാക്കപ്പെട്ടാൽ യസ്തഅദിറു ബിസൂറത്തു റൂഹാനിയ, അവൻ അതിന് ഉദറ് പറയും, അതായത് ഒഴിവുകയും പറയും. എന്താ പറയുക, എനിക്ക് റൂഹിയായ ചില ആത്മീയമായ അവസ്ഥകൾ കൊണ്ട് അങ്ങനെ ആയതാന്നൊക്കെ പറയും. അങ്ങനെയല്ല, ഇപ്പം നമ്മൾക്ക് ഏതൊരു ആരിഫായ മനുഷ്യനും ഇമാം ജുനൈദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞില്ലേ, അള്ളാഹിൻ്റെ വിധി നടപ്പിലാകും, ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് തെറ്റ് സംഭവിച്ചു പോകും. ഇനി ആ തെറ്റ് വെളിവായാൽ ഒരു ആരിഫായ മനുഷ്യൻ എന്താ പറയേണ്ടത്, എനിക്കിങ്ങനെ ആ ഒരു റൂഹിയായ അവസ്ഥ കൊണ്ട് എനിക്കിങ്ങനെ അങ്ങനെയായി അങ്ങനെയാണല്ലോ പറയേണ്ടത്. അല്ല, തെറ്റ് വെളിവായാൽ തെറ്റ് പറ്റി, എത്ര തന്നെ. അതുകൊണ്ട് ദുനിയാവിൽ എന്തെങ്കിലും രാജാക്കന്മാരുടെ ഭാഗത്തു നിന്നുള്ള ഖലീഫന്മാരുടെ ഭാഗത്തു നിന്ന് ശിക്ഷ ഏൽക്കേണ്ടി വന്നാൽ ഏൽക്കണം, പരലോകത്ത് ഏൽക്കേണ്ടി വന്നാൽ അതും ഏൽക്കണം. അത് തെറ്റല്ല എന്ന് പറയാൻ പറ്റൂല. തൗബ ചെയ്ത് അള്ളാഹു അത് സ്വീകരിക്കുകയും ചെയ്യും. ഈ റൂഹിയായ അവസ്ഥകളൊക്കെ അവൻ്റെ ഹൃദയത്തിലാണ് ഉണ്ടാവേണ്ടത്, അവൻ്റെ ഉള്ളിലാണ് ഉണ്ടാവേണ്ടത്, അല്ലാതെ അവൻ പുറത്ത് പറയല്ല വേണ്ടത്. അപ്പോൾ എന്തെങ്കിലും അവൻ രഹസ്യമായ ചെയ്യുന്ന തെറ്റുകൾ അവന് വെളിവാക്കപ്പെട്ടാൽ അവന് ഉതിർ പറയും. എങ്ങനെ ഉതിർ പറയുക, എനിക്ക് തെറ്റ് പറ്റിയെന്നല്ല പറയാം, പകരം ഞാനത് റൂഹിയായ ചില അവസ്ഥകൾ കൊണ്ട് അങ്ങനെ ആയതാണ്, അങ്ങനെ എന്നൊക്കെ പറയും. ഇഖ്തിബാറല്ല അയറ, അത് ഒരു പരീക്ഷണമായി, എനിക്ക് ഒരു പരീക്ഷണമായി വന്നതാണ്, അത് നിങ്ങൾക്കൊരു പരീക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒഴിവുകകൾ പറയും. ഓഹോ ലാ റൂഹ ലഹു അസ്ലൻ, യഥാർത്ഥത്തിൽ അവൻ അദ്ദേഹത്തിന് റൂഹനല്ല എന്ന് പറയാം. അദ്ദേഹത്തിന് റൂഹനില്ല, വെറുതെ ഓരോന്ന് അടിച്ചിറക്കുക. ബലിൽ തമസത്ത് ഉയൂനു ബസീറത്തി, യഥാർത്ഥത്തിൽ അവൻ്റെ ഉൾക്കാഴ്ച പൂർണ്ണമായും ഇല്ലാണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ബിസ്തീല അറൂസ് ഷഹവത്തി അലൈഹി, അവൻ്റെ അത് ഉൾക്കാഴ്ച പൂർണ്ണമായി ഇല്ലാണ്ടായത് എങ്ങനെയാണ്, അവൻ്റെ ദേഹേച്ഛകൾ അവൻ്റെ മുകളിൽ അധികാരം സ്ഥാപിച്ചത് കൊണ്ടാണ്. എസ്തൗഹദ അലൈഹി ഷെയ്ത്താൻ അവനെ പൂർണ്ണമായി കീഴടക്കിയിട്ടുണ്ട്. വലബ്ബബ അലൈഹി, ഷെയ്ത്താൻ്റെ ബന്ധനങ്ങളിലായിട്ട് അവനെ ബന്ധിച്ചിട്ടുണ്ട്. വസക്കനഹു, ഷെയ്ത്താൻ അവിടെ താമസമാക്കിയിട്ടുണ്ട്. വജഅല ദാറൻ ലിമൻ അംലികത്തി, അവൻ്റെ അധികാരം നടപ്പിലാക്കാൻ അവൻ്റെ വീടാക്കി മാറ്റിയിട്ടുണ്ട് മുഖദ്ദമനെ. ഇതൊക്കെ ഒരു തേജാനി മുഖദ്ദം എന്ന് പറയുന്ന ആളിൽ ഉണ്ടാവാമെന്നാണ് ഷെയ്ഖുകൾ പറയണത്. ഇപ്പം തിജാനി മുഖദ്ദം എന്ന് പറഞ്ഞ ആളുണ്ടാവുമെങ്കിൽ ഒരു തിജാനി മുരീദിന് ഉണ്ടായിക്കോട്ടെ, എന്തായാലും ഉണ്ടാവുക. സക്കന ജഅല ദാറൻ ലിമംലക്കത്തി, അവൻ്റെ അധികാരത്തിൻ്റെ കേന്ദ്രമായി
ഒരു വീട്, അതിൻ്റെ ഒരു വീടായിട്ട് ഈ മുഖദ്ദമിനെ മാറ്റിയെടുക്കാം ഷെയ്ത്താൻ. വസാറ യൻതഖിസു മിൻ ഖുലൂബിന്നാസ്, എന്നിട്ട് അതിലൂടെ ജനങ്ങളെ ഹൃദയങ്ങളെ ഷെയ്ത്താൻ വഞ്ചിക്കുക ഇയാളിലൂടെ. ലിതഹ്യാഹു അൽ ഹലാഖ്, എന്നിട്ട് അവൻ്റെ നാശത്തിൻ്റെ കാടുകളിലേക്ക് അവരെ കൊണ്ടുപോകാം. ഫയാറു ലഹു സാക്കിനുഹു ഇബ്ലീസ്, മാത്രവുമല്ല ഇബ്ലീസ് എന്ത് ചെയ്യും, അവൻ്റെ ഈ വീടിൻ്റെ മുകളിൽ അവന് അസൂയ ഉള്ളവനാവും. എങ്ങനെ? വസാറ യുദാഫി അൻഹു, മറ്റുള്ളവരെ മുകളിൽ ഇവനെന്ത് ചെയ്യും, ഒരു കവചം ഒരുക്കും, ഡിഫെൻഡ് ചെയ്യുന്ന മറ്റുള്ളവരെ പ്രയാസങ്ങൾ ഇവൻ തടയും. വയഹ്നിസു അൻ തഅറദ ലഹു മിനൽ ഉലമ, ഉലമാക്കൾ അവനെ എതിർക്കുന്നത് കണ്ടാൽ ആ എതിർക്കുന്നതിനെ അടിച്ചമർത്താനും പിന്നെ അതുപോലെ അതിനെ ഒതുക്കി തീർക്കാനും ശൈത്താനും എന്നെ സഹായിക്കും. ലിയുക്കുമിൽ അർദഹു, അങ്ങനെ ശൈത്താൻ്റെ താല്പര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഈ ഒരു മുഖദ്ദം എന്ത് ചെയ്യുന്ന, മുഖദ്ദമിൻ്റെ മുകളിൽ ശൈത്താൻ ആധിപത്യം സ്ഥാപിച്ച് ശൈത്താൻ്റെ വീടാക്കി മാറ്റി, എന്നിട്ട് ശൈത്താൻ എന്ത് ചെയ്യും, മറ്റുള്ളവരൊക്കെ തടയാനും മറ്റുള്ളവരൊക്കെ കെണിയിൽപ്പെടുത്താനുള്ളൊരു വീടാക്കി ഇതിനെ മാറ്റും. മാത്രമല്ല ഇവനെതിരെ ആരെങ്കിലും എന്തും പറയുന്നുണ്ടെങ്കിൽ ആ ആളെ എതിർക്കാനും ശൈത്താൻ തയ്യാറാവും. കാരണം ഇത് ശൈത്താൻ്റെ വീടാണല്ലോ, ഇയാൾ നിലനിൽക്കൽ ശൈത്താൻ ആവശ്യമാണ്. അപ്പോൾ ആരെങ്കിലും ഇദ്ദേഹത്തിന് എതിർക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ ശൈത്താൻ നിലകൊള്ളും. മാത്രമല്ല അവരെ അടിച്ചമർത്താനും അവരെ മൗനിയാക്കാനും പണ്ഡിതന്മാരെ മൗനത്തിലേക്ക് കൊണ്ടുപോകാനും ശൈത്താൻ സാധിക്കും. ഫദവാ റുജൂ ഇല ഹദ്റത്തു ഷെയ്ഖി, അതുകൊണ്ട് ഈ ആളുകൾക്കുള്ള ഈ മുഖദ്ദം എന്ന് പറയപ്പെടുന്ന ആളുകൾക്കുള്ള മരുന്ന്, ആ മരുന്നെന്താ, അത് അവരുടെ ഷെയ്ഖിലേക്ക് മടങ്ങലാണ്. താരിക്കൻ മാഹു അലഹി, അവരിപ്പോൾ ഉള്ള അവസ്ഥകളൊക്കെ ഒഴിവാക്കിയിട്ട് പൂർണ്ണമായ ഷെയ്ഖിലേക്ക് മടങ്ങാം. മിനദ്ദഹാ ഇൽ മഷീഹത്ത് ബിലാ ഇതിനേൻ, അവന് സമ്മതമില്ലാത്ത ഷെയ്ഖ് വാദം ഉപേക്ഷിക്കുകയും ചെയ്യാം. അതായത് ഇതൊക്കെ അവൻ പറയണത് എന്തുകൊണ്ടാണ്, ഞാൻ വലിയ ഷെയ്ഖാണ്, എനിക്കെല്ലാം സമ്മതം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയല്ലേ. ചിലപ്പോൾ അവൻ്റെ സമ്മതം തന്നെ ഉണ്ടാവില്ല. അപ്പോൾ സമ്മതമില്ലാത്ത ഷെയ്ഖ് വാദത്തിൽ നിന്ന് അവൻ ഒഴിവാവുക, എന്നിട്ട് ഷെയ്ഖിലേക്ക് മടങ്ങുക. വൈൻ ഖാൻ ഇന്ദഹു ഇതിനും ഫിൻ അസൽ, ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് സമ്മതം ഉണ്ടെന്ന് തന്നെ കരുതുക. അദ്ദേഹത്തിന് ഒരു കയ്യെഴുത്ത് പ്രതി ഉണ്ട്, ഷെയ്ഖ് ഇജാസത്ത് കൊടുത്ത ലെറ്ററാണ്, അല്ലെങ്കിൽ ഷെയ്ഖ് സംസാരിച്ചു നമുക്ക് കേട്ടിട്ടുണ്ട്, അങ്ങനെയാണെന്ന് കരുതുക. എന്നാലും ലാക്കിൻ അബ്ദലഹു ബിഹവ, ആ ഒരു ഇജാസത്തിനെ ഇവന് നശിപ്പിച്ചിട്ടുണ്ട് ഇവൻ്റെ താല്പര്യം കൊണ്ട്. വനസിയ അഹദഹു വഷറൂത്തുഹു, അതിൻ്റെ ആ ഇജാസത്തിനുള്ള ഷർത്തുകളും നിബന്ധനകളും കാര്യങ്ങളൊക്കെ അവൻ മറന്നുപോയിട്ടുണ്ട്. വലാ മൻഫഅത ലഹു ഫീഹി, അതുകൊണ്ട് ആ ഒരു ഇജാസത്ത് കൊണ്ട് അവനൊരു കാര്യമില്ല. ബൽ ഹുജ്ജത്തുൻ അലൈഹി വബാൽ, യഥാർത്ഥത്തിൽ ആ ഒരു ഇജാസത്ത് അവനെതിരെയുള്ള ഒരു തെളിവ് മാത്രമാണ്. അപ്പോൾ ആരെങ്കിലും ഈ രൂപത്തിലുള്ളൊരു മുഖദ്ദമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇജാസത്ത്, മുഖദ്ദമായി അഭിനയിക്കുന്നവനാണ്, അദ്ദേഹത്തിൻ്റെ ഇജാസത്തൊന്നും ഇല്ലെങ്കിൽ അവൻ നേരെ ഷെയ്ഖിലേക്ക് മടങ്ങലാണ് അവൻ്റെ അടുത്ത് നിന്ന് അവന് ഏറ്റവും അഭികാമ്യം, അതാണ് അവൻ ചെയ്യേണ്ടത്. ഇനി അവൻ്റെ അടുത്ത് ഇജാസത്ത് ഉണ്ടെങ്കിൽ തന്നെ അവനിതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇജാസത്ത് നൽകപ്പെട്ടത് എന്തിനാ, ഈ അടിസ്ഥാനത്തിലാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുള്ള അടിസ്ഥാനത്തിലാണ്. ആ അടിസ്ഥാനം മുറിക്കപ്പെട്ടാൽ ആ ഇജാസത്ത് മുറിഞ്ഞു. അതുകൊണ്ട് ആ ഇജാസത്തിന് ഒരു ഉപകാരം ഉണ്ടാവില്ല. ആ ഇജാസത്ത് ഇവനെതിരെയുള്ള തെളിവ് മാത്രമാണ് അവശേഷിക്കുക. ഖായിദർ റാഹ ലിൽ അസ്കരി ഇൻ അസാ അൽ അദബ്, ഒരു രാജാവിൻ്റെ പടയാളികളിലെ ഒരു പടത്തലവന് അവന് അദബുകേട് കാണിച്ചാൽ, അവൻ മോശം കാര്യങ്ങൾ ചെയ്താൽ, യസ്ജുനു അദബ്, അവനെ ജയിലിലടക്കുകയും അവൻ നന്നാക്കിയെടുക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വിർജു ഇല ഹിദ്മത്തി, പിന്നീട് അവനെ തിരിച്ച് നമുക്ക് ആ ഹിദ്മത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം. ഒരു രാജാവിൻ്റെ കീഴിലൊരു ചുമതലപ്പെടുത്ത ഒരാൾ തെറ്റ് ചെയ്താൽ, അതുകൊണ്ട് അവൻ തെറ്റുകാരൻ തെളിഞ്ഞാൽ അവനെ ജയിലിലടച്ച് ജയിലിൻ്റെ വാസമൊക്കെ കഴിഞ്ഞാൽ വീണ്ടും പഴയ പൊസിഷനിലേക്ക് അവനെ കൊണ്ടുവരാം. എന്നാൽ വൽ മുഖദ്ദമ ഇദാ അസാ, എന്നാൽ മുഖദ്ദമ മോശപ്പെട്ടവനായാൽ, മോശപ്പെട്ടവനാവാൻ ഉദ്ദേശിക്കുന്നത് എന്താ, നേരത്തെ പറഞ്ഞ രൂപത്തിലെ മോശപ്പെട്ടവൻ, ഷെയ്ഖാണെന്ന് അവകാശപ്പെടുക, സാധാരണക്കാരുടെ മുകളിൽ ദുനിയാവിന് വേണ്ടി സാധാരണക്കാരുടെ മുകളിൽ അധികാരം സ്ഥാപിക്കുക, പേരും പ്രശസ്തിക്കും വേണ്ടി നടക്കുക, മറ്റു മുഖദ്ദമങ്ങളുടെ അടുത്തേക്ക് പോകുന്നത് തടയുക, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം എന്നല്ലാതെ ഇന്നസാ എന്ന് പറഞ്ഞാൽ അവിടെ തെറ്റ് സംഭവിച്ചാൽ അങ്ങനെ മനസ്സിലാക്കരുത്. കാരണം എല്ലാ മനുഷ്യന്മാർക്കും തെറ്റ് സംഭവിക്കും. തെറ്റ് സംഭവിക്കാത്തവരായിട്ട് മാസൂമികളായിട്ട് ഇവിടെ ആരുമില്ല, മുഖദ്ദമ മാസൂമെന്നല്ല. അപ്പോൾ ഈ രൂപത്തിൽ മുരിദന്മാരോട് ചെയ്യുന്ന തെറ്റുകളുണ്ട്.
മുരിദന്മാരോട് ഒരു മുഖദ്ദം എന്ന നിലയിൽ ചെയ്യുന്ന തെറ്റ് അതെന്താ? അദ്ദേഹം ഷെയ്ഖ് അവകാശപ്പെടലാണ്. ഷെയ്ഖിൽ നിന്ന് ഷെയ്ഖിൻ്റെയും മുരിദന്മാരുടെ ഇടയിൽ ഒരു മറയായവൻ നിൽക്കലാണ്. ഞാൻ വലിയ ആളാന്നുള്ള രൂപത്തിൽ മറയായി നിൽക്കുക, ഷെയ്ഖിലേക്ക് അടുപ്പിക്കാതിരിക്കുക മുരീദനെ. ആ രൂപത്തിലാവുക, അവൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മുരീദന്മാരെ ഉപയോഗപ്പെടുത്തുക, മറ്റ് മുഖദ്ദമീങ്ങൾ അവകാശങ്ങളെ മാനിക്കാതിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്താൽ മുഖദ്ദമ് ആ രൂപത്തിൽ മുഖദ്ദമ് മോശപ്പെട്ടാൽ യമത്തു അല ഐരി മാരിഫത്തിൻ വ വിലായത്തിൻ, ആ മുഖദ്ദമ് ഒരു വിലായത്തും മാരിഫത്തും ഒന്നുമില്ലാതെ മരണപ്പെടും. ഇപ്പോൾ മുഖദ്ദം നമ്മൾ വിചാരിക്കും മുഖദ്ദമായതുകൊണ്ട് മാത്രമേ മുഖദ്ദമായി ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കി, ഇനി എല്ലാം ഓക്കെയാണ്, ഇനി മൂപ്പർക്കൊന്നും പേടിക്കേണ്ടതില്ല, ആത്മീയമായ ഉന്നതമായ അവസ്ഥ അവർ കൈവരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനൊന്നുമല്ല. ഇനി വൽ മുഖദ്ദമ ഇൻ അസാ, അവൻ ഈ ഷെയ്ഖിനോട് യോജിച്ച രൂപത്തിലല്ല മുഖദ്ദമ പെരുമാറുന്നതെങ്കിൽ, ഷെയ്ഖിലേക്ക് ചേർത്തിയിട്ടല്ല മുഖദ്ദമ മുരിദന്മാരെ കൊണ്ടുപോകുന്നതെങ്കിൽ, യമുത്തു അല ഐരി മാരിഫത്തിൻ വ വിലായത്തിൻ, അവൻ മരണപ്പെട്ടും അല ഐരി മാരിഫത്തൊന്നുമില്ലാതെ. ചിലപ്പോൾ അദ്ദേഹത്തിന് മാരിഫത്ത് ആദ്യം കിട്ടിയിട്ടുണ്ടാവും, മാരിഫത്തൊക്കെ നഷ്ടപ്പെടും. ഓ വിലായത്തിൻ, അതുപോലെ മുമ്പ് അദ്ദേഹത്തിന് വിലായത്ത് കിട്ടിയിട്ടുണ്ടാവും, ആ വിലായത്തൊക്കെ അദ്ദേഹത്തിന് ഊരപ്പെടും. ഉറബമ യത്ഹാനു സവായിക്ക അലബ് ഷെയ്ഖി, അവനെ ഷെയ്ഖിൻ്റെ കോപത്തിൻ്റെ ഇടുത്തി കൊണ്ട് അവനെ ഇടിക്കപ്പെടുകയും ചെയ്യാം. ഫലായഖദുറാഹദുൻ അല ഇസ്ലാഹിഹി, അവനൊരിക്കലും പിന്നെ അവനെ നന്നാക്കാൻ ആരെക്കൊണ്ടും സാധിക്കൂല. ഈ രൂപത്തിൽ ഒരു മുഖദ്ദമ പെരുമാറിയാൽ അവനെ ഈ മോശപ്പെട്ട മരണം ഉണ്ടാവുമെന്ന് മാത്രമല്ല, ചിലപ്പോൾ ഷെയ്ഖിൻ്റെ കോപം അവൻ്റെ മുകളിൽ ഉണ്ടാവുകയും പിന്നെ ആ കോപത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധിക്കാതിരിക്കുകയും ചെയ്യും. അന്നൽ ഫഖീറ ഇൻ ഫസദ യതയസ്സറു ഇസ്ലാഹു, കാരണം ഒരു മുരീദ്, സാധാരണ ഒരു മുരീദാണ് മോശപ്പെടുന്നതെങ്കിൽ, ഒരു മുരീദിന് ഇങ്ങനത്തെ ചിന്താഗതികളുണ്ടായി, അങ്ങനെയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ നന്നാക്കാൻ, അദ്ദേഹത്തിന് ഇസ്ലാഹ് ചെയ്യാൻ, നന്നാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ബിസുറാത്തിൽ അദമി റോയത്ത് നഫ്സി, ആ നഫ്സിനെ കാണുന്ന അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമാണ്. വൽ മുഖദ്ദമു, എന്നാൽ മുഖദ്ദമുൻ മുഅജബുൻ, അയാളിങ്ങനെ ഒരു ഉജുബ് കാണിക്കുന്ന ഒരാളാണ്. ഞാൻ കുറച്ച് വലിയ ആളാണ്, ഞാൻ എല്ലാവരെക്കാളും എനിക്ക് സ്ഥാനമുണ്ട്, എന്നെ എല്ലാവരും ഇങ്ങനെ ആക്കണം എന്നൊക്കെ വിചാരിച്ച് വലിയ എന്താ പറയുക മഹത്വം പറയുന്ന ഒരാളാണ്. അങ്ങനത്തെ മുഖദ്ദമാണെങ്കിൽ ഫിമാസ്തനദലഹൂമിന് റിയാസത്തി, നേതൃസ്ഥാനം അവകാശപ്പെടുന്ന അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ പിന്നാലെ പോകുന്ന ഈ മുഖദ്ദമനാണെങ്കിലോ വലാ തുർജ തൗബത്തു അലായതി ആയിരിഹി, മറ്റൊരാളുടെ കയ്യിൽ നിന്നും അദ്ദേഹത്തിന് തൗബ സ്വീകരിക്കാൻ സാധിക്കൂല. സാധാരണ ഒരു മുഖദ്ദമ, അതുകൊണ്ടാണ് എല്ലാവരും ഏതെങ്കിലും ഒരാളെ അണ്ടറിൽ നിൽക്കണം എന്ന് പറയുന്നത്. അണ്ടറിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നാളെ അണ്ടറിലാന്ന് പറയൽ മാത്രമല്ല, അവരുടെ അടുത്ത് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, തീരുമാനങ്ങളിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അകപ്പെടുന്ന സമയത്ത് അവരോടൊക്കെ നമ്മൾ ചോദിക്കണം, ഞാൻ എന്താ ചെയ്യേണ്ടത്. ഒരു നല്ലൊരാളെ, ഒരു മുറബിയായ മുഖദ്ദമിൻ്റെ കീഴിൽ നമ്മൾ നിൽക്കണം. അങ്ങനെ ചെയ്താൽ അവർ നമ്മളെ നന്നാക്കും. ഇപ്പോൾ ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നല്ലതാണോ ചീത്തയാണോ നമുക്ക് സംശയം വന്നു. അങ്ങനെയാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അഭിവിശ്വാസത്തിൽ നമ്മൾ ചോദിക്കുകയാണ്, ഷെയ്ഖ് എന്താ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഷെയ്ഖ് പറയണം അത് ഇങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു തെറ്റ് പറ്റി, നമ്മളൊരു കാര്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് ശരിയാണോ തെറ്റാണോ. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു നിങ്ങൾ ചെയ്ത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ സോറി, ഞാൻ എന്താ ചെയ്യേണ്ടത് അതിന് വേണ്ടി, അപ്പോൾ ആരെങ്കിലോട് പൊരുത്ത ചോദിക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് എളുപ്പമാണ് അത് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ. അല്ലാതെ ഒരാളിങ്ങനെ നിൽക്കുകയാണ്, ഞാൻ മുഖദ്ദമാണ്, എനിക്ക് എല്ലാത്തിനും അധികാരം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ നന്നാക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു മുഖദ്ദമ് മോശമായാൽ അയാളെ രക്ഷപ്പെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വലാ തുർജ തൗബത്ത് അല യദിയായി, മറ്റൊരാളെ കയ്യിൽ നിന്ന് അയാൾക്ക് തൗബ ഉണ്ടാവില്ല. സാധാരണ മുരീദിനെ സംബന്ധിച്ചോളം അയാൾ മുഖദ്ദമിൻ്റെ കീഴിലാണെങ്കിൽ നമുക്ക് അയാളെ നന്നാക്കിയെടുക്കാൻ നല്ല സുഖമാണ്. ആ മുഖദ്ദമിന് പറഞ്ഞു കൊടുത്താൽ മതി, ഇനി ഇത് ചെയ്യരുതിട്ടാ, അത് നല്ലതല്ല, ഇത് നിങ്ങളെ നഫ്സിൽ നിന്ന് വരുന്ന ചിന്തയാണ്, അത് ഒഴിവാക്കണം എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്താൽ മതി. അദ്ദേഹം എളുപ്പം ഒഴിവാക്കും. എത്ര വലുതാണെങ്കിൽ ആ ശരിയാണല്ലോ, തെറ്റ് പറ്റിയല്ലോ ചിന്തിക്കും. പക്ഷേ ഈ മുഖദ്ദമിൻ്റെ മുകളിൽ ആരും ഇല്ലാന്നാണല്ലോ ഈ മുഖദ്ദമ അവകാശപ്പെടുന്നത്. അങ്ങനെയാണ് പിന്നെ ആരാ ഇയാളെ നന്നാക്കുക? ആരും നന്നാക്കാൻ ഉണ്ടാവില്ല. അപ്പം അയാളെ നന്നാക്കിയെടുക്കാൻ ഭയങ്കര പ്രയാസം. ഇല്ലാമിൻ അഖാബിൽ ആരിഫീന അഹ്ലിൽ ഹിമ്മത്ത് വൽ ഹാരി വൽ ഹിർഖ, എന്നാൽ വലിയ അഖാബിരിങ്ങളായ ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരവസ്ഥ അങ്ങനെയല്ല. അവർ വലിയ ആത്മീയമായ ഹിമ്മത്തുള്ള, ആത്മീയമായ ഹാലുകളുള്ള
ഷെയ്ഖിൻ്റെ അടുത്ത് നിന്ന് സ്ഥാനവസ്ത്രം ലഭിച്ച ഉന്നതരായ ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഏതവസ്ഥയിൽ അവർ അള്ളാഹിൻ്റെ അടുക്കുന്ന ഇതിൻ്റെ സമ്മതം ഇല്ലാത്ത അവസ്ഥയിൽ നേടുന്നവരാണ്. അവർക്ക് ഈ കാര്യത്തിലൊക്കെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും, ഫീഡ്ബാക്ക് കിട്ടും. അത് ചെയ്ത് ശരിയല്ല, നല്ലതല്ല മനസ്സിലാവും, ചിലത് നല്ലതാണ് കൂടുതൽ ചെയ്യണമെന്ന് മനസ്സിലാവും. അങ്ങനത്തെ ഒരു അവസ്ഥ അവർക്കുണ്ടാവും. എന്നാൽ ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അലൈഹി ഫഹത്തർ മുലൂക്ക് ദുനിയ അസ്ഹലു മിൻ മുലൂക്കൽ ആഖിറ. അതുകൊണ്ട് ഈ ദുനിയാവിലെ രാജാക്കന്മാരുടെ പേടി, അവരുടെ അപകടം എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ എത്രയോ ഭയാനകരമാണ് ആഖിറത്തിൻ്റെ രാജാക്കന്മാരുടെ അപകടം. അതായത് ദുനിയാവിലെ രാജാക്കന്മാർ കീഴാകുന്ന സമയത്ത് നമ്മൾ അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അവരെ നമ്മൾ പ്രജകൾക്ക് നേതാവായി നിശ്ചയിച്ചിട്ട് ആ പ്രജകൾക്ക് ഗുണകരമായ, രാജാവ് ഉദ്ദേശിക്കുന്ന പ്രജകൾക്ക് ഗുണകരമായ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ആ സൈന്യാധിപന് ശിക്ഷ നൽകപ്പെടും, ഉറപ്പാണ്. പക്ഷെ ആ ശിക്ഷ ദുനിയാവിൻ്റെ ശിക്ഷയാണ്. തടങ്കലിലായി അടക്കുക, ചിലപ്പോൾ എന്തെങ്കിലും മോശപ്പെട്ട ജോലികൾ ചെയ്യിപ്പിക്കുക, ഭാരമുള്ള ജോലികൾ ചെയ്യിപ്പിക്കുക, അതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ആഖിറത്തിൻ്റെ ആളുകളുണ്ട്. അവരാരാ? മശായിഖന്മാരാണ്. ആ ആളുകളുടെ ശിക്ഷ ഇതുപോലെ ആവില്ല. അതിനേക്കാൾ വലിയ അള്ളാഹുവിൽ നിന്നും പെർമനൻ്റായി മറച്ചു കളയുക, ഈമാൻ കിട്ടാതെ മരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് ഭയങ്കര പ്രയാസം ഉണ്ടാവുന്നതാണ്. ഫൽ യുത്തനബ്ബഹ് ലഹു ഫൈന്നഹു ദഖീഖുൻ. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇതിന് ഉണർന്നോ, ഇത് വളരെ സൂക്ഷ്മത ആവശ്യമായ കാര്യമാണ്. വലൈസ അംറു തഖദീമു ബിൽ ഇജാസ വഖുർബു മിന ഷെയ്ഖ്. അപ്പോൾ ഈ തഖദീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരാളെ മുഖദ്ദമാക്കി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മുഖദ്ദമീങ്ങളെ പലരും പരിചയമുണ്ട്. ഞാനടക്കം നമ്മളൊക്കെ സാധാരണ മുഖദ്ദമീങ്ങളാണ്. ലൈസ അംറു തഖദീം ബിൽ ഇജാസ്. ഈ തഖദീം എന്ന് പറഞ്ഞാൽ വെറും ഇജാസത്തല്ല. വഖുർബു മിന ഷെയ്ഖ്, അല്ലെങ്കിൽ ഷെയ്ഖുമായിട്ടുള്ള സഹവാസോ സാമീപ്യമോ അല്ല. ഷെയ്ഖിനങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒട്ടി നടക്കലാണ്. ഷെയ്ഖിനെ എപ്പോഴും കാണാൻ പോലുണ്ട്, ഷെയ്ഖിൻ്റെ കൂടെ എപ്പോഴും ഫോട്ടോയിൽ കാണലുണ്ട്, അല്ലെങ്കിൽ ഷെയ്ഖിൻ്റെ അടുത്ത് എഴുതി ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഇതല്ല മുഖദ്ദമ എന്ന് പറഞ്ഞാൽ, അതല്ല തഖദീം. വലാബിൽ ഇത്തിലാഖ് ബിൽ അൽഫാദി വിൽ ഇജാസ. അല്ലെങ്കിൽ ഇജാസത്ത് കൊടുക്കുന്ന സമയത്ത് ഇത്തിലാഖ് മുത്തലക്കായ ഇതിന് നിങ്ങൾക്ക് എല്ലാത്തിനും സമ്മതമുണ്ട് എന്നുള്ള എഴുത്തുകളല്ല. ഇപ്പോൾ ഒരു ഷെയ്ഖ് മുഖദ്ദമ നിശ്ചയിക്കും, നിങ്ങൾക്ക് എല്ലാത്തിനും സമ്മതമുണ്ട്, ഷെയ്ഖിൽ നിന്ന് കിട്ടിയ എല്ലാത്തിനും സമ്മതമുണ്ട് എന്ന് പറഞ്ഞാലും അതും യഥാർത്ഥത്തിൽ തഖദീമല്ല. യഥാർത്ഥത്തിൽ അതല്ല തഖദീം. അപ്പോൾ തത്വീൽ നഫ്സി ഫിഹ, അല്ലെങ്കിൽ ഷെയ്ഖ പറയുന്ന വാചകങ്ങൾ കുറേ നീട്ടി പറഞ്ഞു എന്ന് കരുതാം. അഹിയ അൽ കരീം ആരിഫ് ബില്ലാ, അങ്ങനെ എന്തൊക്കെയൊക്കെ പറഞ്ഞു എന്ന് കരുതുക. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, ഇദ്ദേഹത്തിന് ഞാൻ തഖ്ദീം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് കരുതുക. അതുമല്ല ശരിക്കുള്ള തഖ്ദീം. വൽ ഇജാസത്തു ഇതിനും മിന ഷെയ്ഖി കൗലിയത്തൻ ഔ ലഫ്ലിയത്തൻ. ഇജാസത്ത് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഷെയ്ഖിൽ നിന്നത് കൗലിയായ അല്ലെങ്കിൽ ലഫ്ലിയായ വരാം, വാക്കുകൊണ്ട് പറയാം, അല്ലെങ്കിൽ എഴുതാ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഫൈദ ഹസലൽ ഇതിനു, ഈ സമ്മതം കിട്ടിയാൽ അവനെന്ത് ചെയ്യണം? ഹസലത്തുൽ മർത്തബത്തു ബി സിയാത്ത് നുബൂവത്ത്. നുബൂവത്തിൻ്റെ കൈകാര്യങ്ങൾ കൊണ്ട്, നുബൂവത്തിൻ്റെ രീതികൾ കൊണ്ട് ആ മർത്തബനെ അവന് എത്തിക്കണം. അപ്പോൾ ആ മർത്തബ അവന് എത്തിയിട്ടില്ല, അവന് സമ്മതം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ കിട്ടിയ സമ്മതം ഒരു മർത്തബയായി അവന് മാറണം. അതെങ്ങനെ മാറുക? നുബൂവത്തിൻ്റെ രീതിക്രമങ്ങൾ കൊണ്ട് അവനെ ശീലിപ്പിക്കണം. നേരത്തെ അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ശീലിപ്പിക്കണം. അങ്ങനെ ചെയ്താൽ സബത്തല്ല ഇതിന് അവന് ഉറച്ചു കിട്ടും. ഇപ്പോൾ ഷെയ്ഖിൽ നിന്ന് ഒരു സമ്മതം കിട്ടിയിട്ടുണ്ട്, ആ സമ്മതം ഒരു മർത്തബയായി മാറണം, ഒരു സ്ഥാനമായി മാറണം. ആ സ്ഥാനാവുന്ന എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരീഅത്തും തരീഖത്തും അത് മനസ്സിലാക്കലും പഠിക്കലും പഠിപ്പിക്കലും അതിനനുസരിച്ച് യാത്ര ചെയ്യലും ഒക്കെ ചെയ്യുമ്പോഴാണ് ആ സമ്മതം നമ്മളിൽ നിന്ന് ഉറക്കുക. അങ്ങനെ ഉറക്കുന്ന ഈ രണ്ട് കാര്യങ്ങളുണ്ടാവുമ്പോൾ, ഷെയ്ഖിൽ നിന്നുള്ള സമ്മതവും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിക്രമങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യലും, അത് റസൂലുള്ളാഹി പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ശരീഅത്തും വരും തരീഖത്തും വരും, ഇത് രണ്ടും കൊണ്ടെടുക്കലും. അതുകൊണ്ട് എന്താ, ഇത് ഒരു ഇതിനും വേണം, അതുപോലെ അതൊരു മർത്തബയായി തിരിയും വേണം. അങ്ങനെ ആയാൽ വസാറ ഹാക്കിമൻ ആമിറൻ മസ്മൂഅൻ നാഹിയൻ മഖ്ബൂലൻ, അങ്ങനെ ആയിത്തീർന്ന അവനെന്താവും? അവനൊരു ഹാക്കിം, ഒരു വിധികർത്താവിനെ പോലെ ആയിത്തീരും. ആമിറൻ, അവൻ്റെ കൽപ്പനകൾ മസ്മൂഅൻ, ആളുകൾ കേൾക്കും. വനാഹിയൻ, അവൻ്റെ വിലക്കുകൾ മഖ്ബൂലൻ, സ്വീകരിക്കപ്പെടും. ആ ഒരവസ്ഥ ഉണ്ടായിത്തീരും. അപ്പോൾ അവന് സമ്മതം കിട്ടിയെന്നുകൊണ്ട് മാത്രം ഇതുണ്ടാവില്ല. സമ്മതം കിട്ടി അതൊരു മർത്തബയായി കഴിഞ്ഞാൽ അവന് വിധികർത്താവിനെ പോലെ ആൾക്കാരെ പരിഗണിക്കും. അവൻ്റെ കൽപ്പനകൾ ആളുകൾ സ്വീകരിക്കും, അവൻ്റെ വിലക്കുകൾ ആളുകൾ ഉൾക്കൊള്ളും.
എന്നാൽ എല്ലാവരും ഉൾക്കൊള്ളുന്നല്ല കേട്ടോ, സ്വാലിഹീങ്ങളായ ഒരു വിഭാഗം ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് അത് മാറും. അപ്പോൾ ഇതൊരു മാനദണ്ഡവും ആവാം. ഇങ്ങനെ അവസ്ഥയിലേക്ക് അവർ മാറിയിട്ടുണ്ടെങ്കിൽ. വൈൻ ഫുക്കിദൽ ഇതിന്, ഇനിയിപ്പോൾ ഒരാൾക്ക് ഇതിനില്ല എന്ന് കരുതുക, ഈ ഷെയ്ഖിൻ്റെ അടുത്ത് നിന്ന് ഈ സമ്മതപത്രം ഇല്ല, അല്ലെങ്കിൽ വാക്കാലുള്ള ഞാൻ മുഖദ്ദമാക്കി എന്നുള്ളൊരു വാക്കില്ല, അങ്ങനെ കരുതുക. ഫുഖിദത്ത് മർത്തബ, അപ്പോൾ ഈ മർത്തബ ഉണ്ടാവില്ല. ഒരാൾ പറയാൻ എനിക്ക് ഷെയ്ഖിൻ്റെ അടുത്ത് സമ്മതം കിട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ ഞാൻ ആ മർത്തബയിലേക്ക് എത്തിയിട്ടുണ്ട്, അത് പറ്റൂല. സമ്മതം കിട്ടിയാലേ മർത്തബ എത്തുള്ളൂ. അപ്പോൾ ഒരാൾക്ക് സമ്മതം കിട്ടിയിട്ടില്ലെങ്കിൽ മർത്തബയില്ല. വൈൻ ഫുഖിദത്ത് മർത്തബ, ഇനി ഒരാൾക്ക് മർത്തബ ഇല്ലെങ്കിൽ ഇതിനു ബിലാ മർത്തബ, ഈ മർത്തബ ഇല്ലാത്ത ഇതിന് മിൻ കബീലിൽ മുഹാൽ, അത് അസാധ്യമായൊരു കാര്യമാണ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നർത്ഥം. ഇപ്പോൾ ഒരാൾ എനിക്കിതാ ഇന്ന ആളടുത്ത് നിന്ന് ഇജാസത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് തഖദീമുണ്ട്, ഇന്ന ആളടുത്ത് നിന്ന് ഇജാസത്തുണ്ട്, അയാളുടെയും മുഖദ്ദമാണ് ഞാൻ, അപ്പോൾ എനിക്ക് 4-5 ശൈഖന്മാർ തഖദീം തന്നിട്ടുണ്ട്, ഇങ്ങനെ കുറേ പേപ്പറുകളുമായി വന്നു. എന്നാൽ ആ തഖദീമിൻ്റെ ഒരു മർത്തബയിലേക്ക്, ഒരു മുഖദ്ദം എന്ന് പറഞ്ഞൊരു മർത്തബ ഉണ്ട്, ആ മർത്തബയിലേക്ക് നമ്മൾ ഉയർന്നിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ പേപ്പർ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇല്ല ഇന്ദ ഹുക്കാമുൽ ജൗർ, ഭൗതികമായ രാജാക്കന്മാരുടെ ചിലപ്പോൾ അതിന് സ്ഥാനം ഉണ്ടാവും. ഇയാൾ പ്രസിഡന്റാണ്, ഇയാൾ സെക്രട്ടറിയാണ്, ഇയാൾ MLA ആണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ ഇനി എത്ര മോശക്കാരനായാലും അയാൾക്കൊരു വാല്യൂ ഉണ്ടാവും. പക്ഷെ അള്ളാൻ്റെ ആളുകളുടെ അടുത്ത് അതിന് വാല്യൂ ഇല്ല. ആ പേപ്പറിനോട് അനുയോജ്യമായ ഒരാളായിരിക്കണം അദ്ദേഹം അത് ആ മർത്തബയിലേക്ക് അദ്ദേഹം എത്തണം, എന്നാലേ അതിന് വാല്യൂ ഉള്ളൂ. ഫതആലത്ത് മറാത്തിബൻ നുബുവത്താൻ, അതുകൊണ്ട് ഈ ഒരു ഭൗതികമായ രാജാക്കന്മാരുടെ രീതിയിലുള്ള ഒരു മോശ അവസ്ഥയിൽ നിന്നൊക്കെ നുബുവത്തിൻ്റെ അവസ്ഥ എത്രയോ ഉയർന്നതാണ്. അപ്പം നുബുവത്തിൻ്റെ മർത്തബയാണല്ലോ ഈ മർത്തബ എന്ന് പറയുന്നത്. അപ്പോൾ ആ മർത്തബയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ആത്മീയമായി തന്നെ എത്തിച്ചേരണം. അപ്പോൾ കസീറു മിനന്നാസ്, ഒരുപാട് മനുഷ്യന്മാരുണ്ട്, മൻ യളയ്യു അർക്കാനിൽ മർത്തബ, ഈ മർത്തബൻ്റെ ഈ മുഖദ്ദമിന് ഒരു മർത്തബ എത്തണം, എന്നാലേ യഥാർത്ഥത്തിൽ മുഖദ്ദമാവെന്ന് പറയുന്നില്ലേ, ആ മർത്തബ അവർ അവഗണിച്ചിട്ടുണ്ട്. ഒഹിബുൽ ഇസ്തിയലാ ബിൽ ഇജാസ, അവരെന്താ ചെയ്യണത്, അവർ ഈ ഇജാസത്ത് മാത്രം ഉപയോഗപ്പെടുത്തുക ചെയ്യണത്. ഷെയ്ഖ് എനിക്ക് സമ്മതം തന്നിട്ടുണ്ട് എന്ന് മാത്രം പറയും. മുസാഹബത്തുൽ അഷിയാഹ്, എന്നിട്ട് ഷെയ്ഖന്മാരെ സഹവാസത്തെ കയ്യുകയും ചെയ്യും. അതായത് ഞാൻ ഷെയ്ഖിൻ്റെ കൂടെ കുറേ കഴിഞ്ഞ ആളാണ്, കണ്ടില്ലേ എൻ്റെ ഷെയ്ഖിൻ്റെ കൂടെയുള്ള ഫോട്ടോ കണ്ടില്ലേ, ഞാൻ എന്താ ഷെയ്ഖിൻ്റെ കൂടെ എത്ര ദിവസം നിന്നിട്ടുണ്ട് എന്നൊക്കെ പറയാം. എനിക്ക് ഷെയ്ഖിൻ്റെ അടുത്ത് ഈ ഇജാസത്ത് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ആ ഇജാസത്തിനോട് അനുയോജ്യമായ ഒരു മർത്തബയിലേക്ക് അയാൾ ഉയർന്നിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഫസുബ്ഹത്തുൽ അഷിയാഹ മുതവഖഉൻ സലാഹുഹാ വ ഫസാദുഹ, കാരണം ഷെയ്ഖന്മാരെ സഹവസിച്ചുകൊണ്ട് മാത്രം ഒരിക്കലും അയാൾ നല്ല ആളാന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരാൾ ഷെയ്ഖിൻ്റെ കൂടെ കുറേ നടന്നു, ഷെയ്ഖുല്ലൈത്തങ്ങളെ കൂടെ നടന്നു, അഭിഷാദങ്ങളെ കൂടെ നടന്നു, കുറേ നടന്നു, അവരെ കൂടെ ഇങ്ങനെ സഹവസിച്ചു, കിടന്നുറങ്ങി, അവരെ യാത്രയിൽ അനുഗമിച്ചു, അവരെ കൂടെ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു എന്ന് കരുതിയിട്ട് അവർ നന്നാവൂല. കാരണം സുഹബത്ത് ഷെയ്ഖന്മാരോടുള്ള സുഹബത്ത് മുതവഖഉൻ സലാഹുഹാ വ ഫസാദുഹ, അത് ചിലപ്പോൾ നല്ലയിലേക്കും കൊണ്ടുപോകും, ചിലപ്പോൾ മോശത്തിലേക്കും കൊണ്ടുപോകും. യുദില്ലു ബിഹി കസീറൻ വയഹദി ബിഹി കസീറ, ഒരുപാട് ആളുകൾ ഇതുകൊണ്ട് നന്നായി, ഒരുപാട് ആളുകൾ ഇതുകൊണ്ട് മോശമായി എന്ന് ഖുർആനെ പറ്റി അള്ളാഹ് പറഞ്ഞു. അതുപോലെ ഷെയ്ഖന്മാരെ കൂടെ നടന്നാൽ അതുകൊണ്ട് കുറേ ആൾക്കാർ നന്നാവുകയും ചെയ്യും, കുറേ ആൾക്കാർ മോശമാവുകയും ചെയ്യും. നടന്നുകൊണ്ട് മാത്രം ഇവർ നന്നാവില്ല, നന്നായി എന്നുള്ള സർട്ടിഫിക്കറ്റ് അത് കിട്ടില്ല. അത് നടന്ന് മോശമെന്നല്ല പറഞ്ഞത്, നടന്നതുകൊണ്ട് മാത്രം അതൊരു സർട്ടിഫിക്കറ്റ് ആവില്ല. ഇജാസത്തിൻ്റെ പത്രമുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം അതൊരു സർട്ടിഫിക്കറ്റ് ആവില്ല. വകസീറും മിനൽ ഖുവ്വാദി റഅയ്നാഹും മഅസൂലീന ബിഐരിഹിം, കാരണം ഒരുപാട് രാജാക്കന്മാരെ സൈന്യാധിപന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി വേറെ ആൾക്കാർ ആ സ്ഥാനത്ത് വരാറുണ്ട്. അദമി മുഹാഫദത്തിഹിം അലാ മർത്തബിൽ വിലായ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പല മുഖദ്ദമികളെ മാറ്റുന്നു, വേറെ ആൾക്കാരൊക്കെ എത്തുന്നു. എന്തുകൊണ്ടാണ്? അവർ ആ വിലായത്തിൻ്റെ മർത്തബനെ സൂക്ഷിക്കാത്തതുകൊണ്ടാണ്. ആ മർത്തബനെ സൂക്ഷിച്ചാൽ മാത്രമേ അവർ ആ മുഖദ്ദമാവുന്നതിന് പറയുന്നതിന് അടിസ്ഥാനമുള്ളൂ. സുമ്മ ഇന്ന ഉസില റുബമാ യബ്കാ ലഹു റഅസു മാലിഹി റുബമാ യഹ്സറു ഹുസ്റാനൻ ബയ്യിനൻ. സുമ്മ ഉസില, അവൻ ഈ വിലായത്തിൻ്റെ മർത്തബ നഷ്ടപ്പെട്ടാൽ റുബമാ യബ്കാ ലഹു റഅസു മാലിഹി, ചിലപ്പോൾ അവൻ്റെ ഈ ഒരു മൂലധനം മാത്രം അവശേഷിക്കാം. അതായത് അവന് ഇജാസത്തിൻ്റെ പേപ്പറുണ്ട്, അവന് ഷെയ്ഖിൻ്റെ കൂടെ സഹവസിച്ച അവസ്ഥ ഉണ്ട്, പക്ഷെ അവന് ഒരു മുഖദ്ദമിൻ്റെ മർത്തബയിൽ എത്തിയില്ല. അങ്ങനെയാണെങ്കിൽ അവന് മൂലധനം അവശേഷിക്കും ചിലപ്പോൾ റുബമ എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവശേഷിക്കും. അതിനർത്ഥം ചിലപ്പോൾ അദ്ദേഹം ഒരു സാധാ മുരീദായിട്ട് നിലകൊള്ളുന്ന അവസ്ഥയിലായിരിക്കും.
റുബ്ബമാ യഹ്സറു ഹുസ്റാനും ബയ്യന്, ചിലപ്പോൾ അയാൾ വളരെ മോശപ്പെട്ട അവസ്ഥയിൽ നഷ്ടപ്പെട്ട ആളുകൾ പെടുകയും ചെയ്യാം. കാരണം ഇയാളെ മുഖദ്ദമായ ഷെയ്ഖ് നിശ്ചയിച്ചത് അയാളിൽ നിന്ന് കുറേ കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടാണല്ലോ. അപ്പോൾ ഇയാൾ ആ പ്രതീക്ഷക്കനുസരിച്ച് ഉയരുന്നില്ല, എന്നിട്ട് ഞാൻ മുഖദ്ദമായി എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഏറ്റവും വലിയ നഷ്ടത്തിനും കാരണക്കാരനാവും. അപ്പോൾ മഖ്സൂദന, ഇപ്പോൾ ഷെയ്ഖുകൾ പറയാം, മഖ്സൂദന നമ്മളുടെ ഉദ്ദേശം തബീനുമായ ബിഹിൽ ഫസാദ്, ഈ മുഖദ്ദമീങ്ങൾക്ക് അവർ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന കാരണങ്ങളുണ്ടല്ലോ, അതൊക്കെ പറഞ്ഞു തരാമെന്നാണ്. മിൻ മക്കായിദ് ഷെയ്ത്താൻ വന്നുഫൂ, ഷെയ്ത്താൻ്റെയും നഫ്സിൻ്റെയും ഒക്കെ ചതികളിൽപ്പെട്ട് ഈ മുഖദ്ദമീങ്ങൾ മോശപ്പെട്ടവരാകാൻ ചാൻസ് ഉണ്ട്, അത് പറഞ്ഞു തരാമെന്നുള്ള. വൈൻ ഹിഫുലല്ലാഹു തരീഖത്ത മിൻ ഇൻഹിലാലി വല്യഹ്തിലാൽ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട, അതൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ചിട്ട് പിന്നെ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ത്വരീഖത്ത് നിലനിൽക്കില്ല എന്ന് അങ്ങനൊന്നും വിചാരിക്കേണ്ട. വൈൻ ഹഫിദല്ലാഹു ത്വരീഖത്തിന് അള്ളാഹു നിലനിർത്തും. മിൻ ഇൻഹിലാൽ വൽ ഇഹ്തിലാൽ, അതിൻ്റെ ക്രമക്കേടിന് തൊട്ടും അതില്ലാണ്ടാവുന്നതിന് തൊട്ടൊക്കെ ത്വരീഖത്തിന് അള്ളാഹു സംരക്ഷിക്കും. ഏതുപോലെ ദീനിനെ പരിശുദ്ധ ശരീഅത്തിനെ സംരക്ഷിക്കുന്ന പോലെ പരിശുദ്ധമായ തിജാനി ത്വരീഖത്തിനെ സംരക്ഷിക്കപ്പെടും. അത് ഒരിക്കലും പിന്നെ നമ്മളിത് പറഞ്ഞുകൊണ്ട് നിലനിൽക്കുന്ന ഒന്നല്ല, നമ്മളിത് വ്യക്തമാക്കി തരാമെന്ന് മാത്രമേ ഉള്ളൂ. അതെന്തായാലും അവിടെ ഉണ്ടാവും നല്ല ത്വരീഖത്ത്. ഫഖദ് ഉസ്സിസത്ത്, ആ ത്വരീഖത്ത് സ്ഥാപിക്കപ്പെട്ടത് ബിജിബാലിൽ ഉലമാൽ ആമിലീൻ റാസിഹീൻ അൽ ആരിഫീൻ. ആരാണിതിനെ അതിൻ്റെ തൂണുകൾ സ്ഥാപിച്ചത്? പർവ്വതങ്ങളായ പഠിച്ച അറിവിനനുസരിച്ച് പിന്നെ അമല് ചെയ്ത മാരിഫത്തിൽ ഉറച്ച ഇൽമിൽ അടിയുറച്ച ആരിഫീങ്ങളാണ് ഇത് പടുത്തുയർത്തിയിട്ടുള്ളത്, ചെറിയ ആൾക്കാരെന്നല്ല. അഹ്ലുൽ ഖൈറത്തുൽ ഉമരിയ, അവരുടെ പ്രത്യേകത എന്താ പറയുക, അവർക്ക് ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഖൈറത്തുണ്ട്. ഖൈറത്ത് പറഞ്ഞാൽ പിന്നെ സൂക്ഷ്മത, ഈ സംരക്ഷണ ബോധം, അതൊക്കെ ഉണ്ട്. വാഹുലു സൈഫിൽ അലവിയ, അലി റളിയല്ലാഹു അൻഹു തങ്ങളുടെ പിന്നെ വാളുണ്ട്. വാഹുലുൽ ഈമാനുൽ ബക്കരി, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഈമാനുണ്ട്. വാ അഹ്ലിൽ ഹയാ വൽ കറമിൽ ഉസ്മാനി, ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ലജ്ജയും ഔദാര്യവും ഉണ്ട്. വാഹുലു തദ്രീസി വൽ ഇഫ്ഷാഉൽ ഉലൂമുൻ നബവിയ്യ, നബവിയായ ഇൽമിനെ പഠിപ്പിക്കുകയും അത് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അവർക്കുണ്ട്. ഇതൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ ത്വരീഖത്തിൻ്റെ കാര്യങ്ങൾ സ്ഥാപിച്ച് നിലനിർത്തുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് മാത്രം നിലനിൽക്കാൻ നിങ്ങൾ വിചാരിക്കേണ്ട. ഞാനിതൊന്നും ഇതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു തരുന്നേ ഉള്ളൂ, അല്ലാതെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇത് നിലനിൽക്കാൻ നിങ്ങൾ വിചാരിക്കേണ്ടത്. ഫമൻ അഹദസ ഫീ അംരിന ഫഅലൈഹി റുദ്ദുൻ. അതുകൊണ്ട് നമ്മൾ ഈ ത്വരീഖത്തിൽ എന്തെങ്കിലും കടത്തിക്കൂട്ടിയാൽ അതിൻ്റെ ഉപദ്രവം അവൻ തന്നെയാണ്. തരീഖത്തും ബി മഹല്ലിഹ, ത്വരീഖത്ത് അതിൻ്റെ സ്ഥാനത്തിന് നിൽക്കും, അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ത്വരീഖത്തും ഫൈദയും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ സ്ഥാനത്തിന് നിൽക്കും. ഇവിടെ ആൾക്കാരെന്തെങ്കിലും അതിൽ കടത്തിക്കൂട്ടിയിട്ടുണ്ട്, അത് അവനാണ് അതുകൊണ്ട് നാശം. ത്വരീഖത്തിനൊരു നാശമില്ല. വലില്ലാഹി അൽഹംദു, അൽഹംദുലില്ലാ ലി ഖയാമിഹ ബി സൗലത്തി ശുമൂത്തി ഹവാതിമിൻ നുബുവ വ തവാബി അൽ ഖതമിയ്യ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൂര്യനെ കൊണ്ടും അഹ്മദ് തിജാനി തങ്ങളുടെ മുദ്ര കൊണ്ടും പതിപ്പിക്കപ്പെട്ടതാണ് ഈ ത്വരീഖത്ത്. അതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനൊന്നും സംഭവിക്കൂല. ഫജഹുലുൽ ജാഹിലു റാജിയുൻ അലൈഹി, ഏതെങ്കിലും ജാഹിലിന് വിവരക്കേട് കാണിക്കുന്നുണ്ടെങ്കിൽ ആ വിവരക്കേട് അവനിലേക്ക് തന്നെയാണ് മടങ്ങുന്നത്, ലാ ഗൈറ, മറ്റൊരാളിലേക്കുമല്ല. ഫസാദു ലഹു, അവനെ കൊണ്ടുണ്ടാവുന്ന ഫസാദും അവനിലേക്ക് തന്നെയാണ് മടങ്ങുന്നത്, വേറെ ആരിലൊക്കെ അല്ല. തരീഖത്തുൻ മഹ്മിയത്തുൻ ബി സൈഫ് ഇബ്നു അബി താലിബ്, ഈ ത്വരീഖത്ത് ബഹുമാനപ്പെട്ട അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു കറമല്ലാഹു വജഹു തങ്ങളെ പിന്നെ വാളുകൊണ്ട് സംരക്ഷിക്കപ്പെട്ടതാണ്. ഫയശ്റുത്തു ഫി മുഖദ്ദമിൽ മുറബ്ബി, അതുകൊണ്ട് മുറബ്ബിയായ മുഖദ്ദമിൻ്റെ ഷർത്താണ്, അദ്ദേഹത്തിൻ്റെ നിബന്ധനയാണ് ഇഹ്തിവാഉഹു അലാ ദീനിൽ അംബിയ, അംബിയാക്കന്മാരെ ദീനെ മുറുകെ പിടിക്കുക എന്നുള്ളത്. വ അഖ്ലാഖിഹിം, അവരുടെ സ്വഭാവത്തെ മുറുകെ പിടിക്കുക എന്നുള്ളത്. വ സിയാസൽ മുലൂക്ക്, രാജാക്കന്മാരുടെ പിന്നെ അവരുടെ രാജഭരണം നടത്തുന്ന രീതി ഉണ്ടല്ലോ, അത് കൊണ്ടെടുക്കുക എന്നുള്ളത്. വ കശ്ഫിൽ ഔലിയ, ഔലിയാക്കന്മാരെ കശ്ഫ് ഉണ്ടാവുക എന്ന് പറയുന്നത്. വ ഹിക്മത്തുൽ ഹുക്കമ, ഹുക്കമാക്കളുടെ ഹിക്മത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്. വ തിബ്ബുൽ അതിബ്ബ, വൈദ്യന്മാരുടെ വിദ്യ അവർക്ക് അറിയാന്നുള്ളത്. വ ബഹാ ഇൽ കുബറ, വലിയ മഹത്തുക്കളുടെ ബഹാ, അവരുടെ അഭിമാനം ഉണ്ടാവുക എന്ന് പറയുന്നത്. വ കറമിൽ ഖുറമ, അതുപോലെ മഹത്തുക്കളായ ആളുകളുടെ ദാനശീലരായ ആളുകളുടെ ദാനശീലം ഉണ്ടാവുക എന്ന് പറയുന്നത്. വ ഹയാ ഇൽ അബ്ഖാർ, അതുപോലെ പതിവ്രതകളായ ആളുകളുടെ
പെണ്ണുങ്ങളുടെ ഒക്കെ ലജ്ജ ഉണ്ടാവുക എന്ന് പറയുന്നത്. വശജാഅത്തുർ റുഅസ, പുരുഷന്മാരുടെ പൗരുഷവും ധീരത ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത്. ഒരു മുഖദ്ദമിന് ഇതൊക്കെ ഉണ്ടാവൽ നിർബന്ധമാണെന്ന്. വഖദ് അലിംത അന്ന അഹ്ലു ത്വരീഖ ബിമുജറദിൽ ഇദ്നി, നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അന്ന അഹ്ലു ത്വരീഖ, ത്വരീഖത്തിന്റെ ആളുകൾ ബിമുജറദ് ബി ഇദ്നി തസ്ഫു ലവാഹിരിഹിം വബവാതിനിഹിം മിൻ തഅല്ലുഖ് ബി ഐരില്ലാഹി തആല. അള്ളാഹു ആ ഒരു ത്വരീഖത്തിന്റെ സമ്മതം കിട്ടുന്നതോടുകൂടി തന്നെ അല്ലല്ലാത്ത എല്ലാത്തിലേക്കും ആ ബാഹ്യമായ ആന്തരികമായും ബന്ധപ്പെടുന്നതിൽ നിന്ന് അവർ ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. വഹുവ ത്വരീഖൽ ഹിർഖത്ത് വൽ ഹിമ്മത്ത് മിൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഹിമ്മത്ത് കൊണ്ട് സംഭവിക്കുന്നതാണ്. വയജുമു അലൈഹി ഖബ്ലത യദൈഹി, ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആ മുരീദന്മാരെ തൊണ്ട കൈപ്പടിയിൽ ഇങ്ങനെ ഒതുക്കിയിട്ടുണ്ട്. ഖബ്ലത്തൻ മുഹ്കമൻ, ശക്തമായ പിടുത്തം പിടിച്ചിട്ടുണ്ട്. ആ പിടുത്തം കൊണ്ടാണ് അവർക്ക് അല്ലല്ലാത്ത എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കാൻ സാധിക്കുന്നത്. വൈന്ന കല്ലഫൽ മുറബി, അതുകൊണ്ട് മുറബിന്റെ ഉത്തരവാദിത്തം എന്താ? ഒരു മുരീദിന് ബയ്യത്ത് ചെയ്താൽ തന്നെ മുരീദ് അല്ലല്ലാത്ത എല്ലാത്തിനും ഒഴിഞ്ഞൊരവസ്ഥയിലാണ് മുരീദ് ഉണ്ടാവുക, സ്വാഭാവികമായി ഉണ്ടാവുക. അങ്ങനെയാണ്. അപ്പോൾ ഇന്നമാ കല്ലഫൽ മുറബി, അതുകൊണ്ട് മുറബിയായ ഒരു മുഖദ്ദമിന്റെ ഉത്തരവാദിത്തം എന്താ? അവന് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇങ്ങനൊക്കെ ആട്ടോ എൻ്റെ അവസ്ഥ, ഇത്രയും നല്ലൊരു ത്വരീഖത്തിലാണ് കേട്ടോ, ഇത്രയും നല്ല ശൈഖിലാണ് കേട്ടോ, എനിക്ക് എൻ്റെ ആത്മീയമായ അവസ്ഥ ഇതാണ് കേട്ടോ എന്ന് ഓർമ്മപ്പെടുത്തലാണ്. മാ കാന കാമിനം ഫി മക്കാമിൽ അസലി, അവൻ്റെ ഉള്ളിൽ ഒളിച്ചു കിടക്കണ ഈ മക്കാമിനെ പറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കുക, ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് മാത്രമേ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുള്ളൂ. ഈ അക്മല ലഹു ഇഖ്തിദാബിഷയ്, അങ്ങനെ ചെയ്യുന്നതിലൂടെ അവന് ശൈഖിനെ പിന്തുടരുന്നത് പൂർണ്ണമാവും. വലാ സിറ ലഹു ഫീഹി വലാ ബറക്കത്ത, ഈ മുഖദ്ദമിന്, ഈ മുറബിയായ മുഖദ്ദം എന്നറിയപ്പെടുന്ന ആൾക്ക് വലാ സിറ ലഹു, അവന് സ്വന്തമായ ഒരു രഹസ്യമില്ല. അതായത് ഞാൻ സ്വയം ഒരു രഹസ്യത്തിൻ്റെ ഉടമയാണ്, വലിയ മഹാനാണ് എന്ന് പറയുന്ന അവസ്ഥ അവന് ഉണ്ടാവരുത്. വലാ ബറക്കത്ത്, അവന് സ്വയം ബറക്കത്തുണ്ട്, അങ്ങനെയും കരുതരുത് ഞാൻ ഇങ്ങനെ സ്വയം ബറക്കത്തുള്ള ആളാണ്. ഇല്ലാ മാ ബാഷർഹു വലാ വജിഹി നിയാബത്തി, ഷെയ്ഖ് ചുമതലപ്പെടുത്തിയ ഒരു ബറക്കത്ത് മാത്രമേ അവനുള്ളൂ. ഷെയ്ഖ് ചില കാര്യങ്ങളിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, അതിൻ്റെ ആ ചുമതലയുടെ സിർ അവൻ വഹിക്കുന്നുണ്ട്, ആ ചുമതലയുടെ ബർക്കത്ത് അവൻ വഹിക്കുന്നുണ്ട്. അല്ലാതെ അവന് സ്വയം ബർക്കത്തുണ്ട്, അവന് സ്വയം സിറുണ്ട്, ഈ മനുഷ്യനെ കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്, അങ്ങനെ വിചാരിക്കരുത്. ഷെയ്ഖ് ചുമതലപ്പെടുത്തിയത് കൊണ്ട് അവൻ നടക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഫയഹ്റുമു അലൈഹി ഇദ്ദാഉ ഇസ്തിഖ്ലാൽ, അവന് ഹറാമാണ്, ഒരു ഈ മുറബിയായ മുഖദ്ദമിന് ഹറാമാണ് അലൈഹി ഇദ്ദാഉൽ ഇസ്തിഖ്ലാൽ, സ്വയം അധികാരം പറയൽ. അതായത് ഞാനിപ്പോൾ അങ്ങനെ ഷെയ്ഖിൽ അധിച്ചിട്ടൊന്നുമല്ല, ഞാൻ തന്നെ സ്വയം ഷെയ്ഖാണ്, എനിക്ക് തന്നെ സ്വയം അധികാരമുണ്ട്, ഞാൻ സ്വതന്ത്രനാണെന്ന് പറയൽ ഒരു മുഖദ്ദമിന് ഹറാമാണ്. ഫൈനഹു അഹ്ലക അഹ്ലുൽ ഇറാദ, അത് മുരീദന്മാരെ മുഴുവൻ നാശത്തിലാക്കും, അവനെ സ്വീകരിക്കുന്നവർ. ഹത്താ ആബത്ത് ഷുമൂസുൽ ആരിഫീന ഫീ തുർക്കഹിം, അങ്ങനെ അവരെ ആ ആളുകളുടെ വഴി സ്വീകരിക്കുന്ന ആളുകൾക്ക് മാരിഫത്തിൻ്റെ സൂര്യൻ അവരിൽ നിന്ന് അസ്തമിച്ചു പോകും. അപ്പം ഇങ്ങനെ ഏതെങ്കിലും മുഖദ്ദം ഉണ്ടെന്ന് കരുതാം, അവൻ പറയാണ് എനിക്ക് സ്വന്തമായ അധികാരമുണ്ട്, ഞാൻ സ്വയം ഇതൊക്കെ ചെയ്യുന്ന ആളാണ്, ഞാനാണ് മുരീദന്മാർക്ക് തർബിയത്ത് ചെയ്യുന്നത്, ഞാനാണ് എല്ലാം ചെയ്യണത് എന്ന് പറഞ്ഞ ഒരാളിങ്ങനെ നിന്നാൽ അദ്ദേഹത്തിന് സ്വീകരിക്കുന്ന മറ്റു മുരീദന്മാർക്ക് അള്ളാഹിൻ്റെ മാരിഫത്ത് കിട്ടാൻ പ്രയാസമാവും. കാരണം ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് തങ്ങൾ പറഞ്ഞല്ലോ, ഒരു മുരീദിന്, ഒരു മുഖദ്ദം ഒരിക്കലും മുരീദിൻ്റെ ഷെയ്ഖിൻ്റെ ഇടയിൽ ഒരു മറയായി നിൽക്കരുത്. മുഖദ്ദം ഷെയ്ഖിലേക്ക് എത്തിക്കുന്ന ഒരു കണ്ണിയാവാനേ പാടുള്ളൂ, അല്ലാതെ അതിന് മറയായി നിൽക്കരുത്. മറയായി നിന്ന് കഴിഞ്ഞാൽ ആ മറ കാരണം ഷെയ്ഖിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂല, അപ്പോൾ അവർക്ക് മാരിഫത്തിൻ്റെ വഴി നിഷേധിക്കപ്പെടും. ഫയഖൂലു ബഅദുഹും, അതിൽ ചിലർ പറയും, ഫമൻ തലാത്ത അലൈഹി ശംസു ഫഹുവ ഷെയ്ഖു, അതായത് ഫത്ത്ഹ ആയ ആൾ ഷെയ്ഖാണ് എന്ന് ചിലർ പറയും. അങ്ങനെ ഉണ്ടല്ലോ, ഇവിടെ ശംസു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫത്ത്ഹാവ എന്നുള്ള, സൂര്യൻ ഉദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഇരുട്ട് മാറി സൂര്യൻ ഉദിക്കുക എന്ന് പറഞ്ഞാൽ ഫത്ത്ഹാവ എന്ന് ഉദ്ദേശിക്കുന്നത്. ഫഹുവ ഷെയ്ഖുൻ, അതായത് ഫത്ത്ഹ ആയ ആൾ ഷെയ്ഖാണ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയുന്നവരുണ്ടാവും. ഇപ്പോൾ നമ്മൾ ത്വരീഖത്തോണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ, അള്ളാഹിനെ എത്തിച്ചേരലാണ്. അപ്പോൾ അള്ളാഹിനെ എത്തിച്ചേരുന്ന, അള്ളാഹിനെ അറിഞ്ഞൊരു മനുഷ്യൻ മുപ്പരനല്ലേ ഷെയ്ഖ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഫയന്ദുർ ബി മിറാഅത്തി, എന്നിട്ട് അവൻ നോക്കുകയാണ്, ഞാൻ ഫത്വൊക്കെ ആയല്ലോ, എന്നിട്ട് അവൻ്റെ കണ്ണാടിയിലേക്ക് നോക്കുകയാണ്. ആ കണ്ണാടിൻ്റെ പ്രത്യേകത എന്താ അറിയോ, മസ്ബൂഅത്തൻ ബിസവാദ്, കറുത്ത ഇങ്ക് കൊണ്ട് ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ആ കണ്ണാടി. ആ കണ്ണാടിയിൽ കാണാൻ കട്ടൂല, അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ചായം പൂശിയിട്ടുണ്ട്, കറുത്ത ചായം. മുക്കശ്ശറത്തിൽ വജഹ്, അതുപോലെ തന്നെ അതിൻ്റെ ആ കണ്ണാടിൻ്റെ മുകളിലുള്ള ഭാഗം പിന്നെ വലിച്ചു കീറപ്പെട്ടിട്ടുണ്ട്.
മുതവസ്സഹത്തൻ, ബാക്കിയുള്ള ഭാഗത്താവട്ടെ എന്തുണ്ട്, കുറേ ചളിയും പറഞ്ഞിട്ടത്. അങ്ങനെ ഒരു കണ്ണാടിയിൽ നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ കണ്ണാടി നോക്കുകയാണ്. ഫയറ ജബദ ഹയാലിൽ ഇബിലീസ്. അപ്പോൾ അവനിങ്ങനെ കാണാൻ ഇബിലീസിൻ്റെ രൂപമായിരിക്കും, അവൻ്റെ ശരിക്കുള്ള രൂപമൊന്നും അതിൽ കാണൂല. ഫയത്തക്കിത് നൂറൻ വാസിലത്തൻ വ വിശാലൻ, അവൻ വിചാരിക്കും അത് അള്ളാഹുവിനായിട്ട് ചേർന്നതിൻ്റെ അള്ളാഹുലായതിൻ്റെ പ്രകാശമാണ് ഞാൻ ഇതിൽ കാണുന്നതെന്ന് അവൻ വിചാരിക്കും. അപ്പോൾ ഒരു ഫത്ഹായ ഒരു മുരീദ്, നമ്മൾ പറയാറുണ്ടല്ലോ, അവൻ ജനിച്ചു വീണുന്ന ഒരു കുഞ്ഞിനെ പോലെയാണ്. അവന് പിന്നെ ഷെയ്ഖിൻ്റെ തർബിയത്തിലും ഇബാദത്തിലും പരിശ്രമത്തിലും ആയിട്ട് അവനെ വളർത്തി കൊണ്ടുപോയി വലിയ ആളാക്കി എടുക്കണം. ഫത്ഹായതുകൊണ്ട് മാത്രം വലുതാവില്ല, അവന് പ്രസവിച്ചു എന്നേ ഉള്ളൂ. പിന്നെ അവനെ അദബ് കൊണ്ടും ഇബാദത്ത് കൊണ്ടും ഒക്കെ വലുതാക്കി ഒരു പുരുഷനാക്കി മാറ്റണം. അതാണ് അവൻ്റെ ഉത്തരവാദിത്തം. അപ്പോഴാണ് ശരിക്കും അവനൊരു യഥാർത്ഥത്തിൽ മുറബിയായ മുഖദ്ദമിൻ്റെ കീഴിലായി നിൽക്കേണ്ടതും ആ സമയത്ത് തന്നെയാണ്. അപ്പോൾ അവന് തോന്നുക, അപ്പം ഞാൻ ജനിച്ച ഉടനെ തന്നെ ഞാൻ വലിയ ആളാണെന്ന് തോന്നിയാൽ ഏതുപോലെയാണ് അവന് ഒരാൾ അധികം ക്ലിയറൊന്നും ഇല്ലാത്ത കണ്ണാടിയിൽ, അവിടെയും ഇവിടെയും പൊട്ടുകളൊക്കെ ഉള്ള കണ്ണാടിയിൽ, നിറച്ചും ചളികളൊക്കെ ഉള്ള കണ്ണാടിയിൽ എന്തെങ്കിലും രൂപം കണ്ടിട്ട് അത് സ്വന്തം രൂപമാണെന്ന് തെറ്റിദ്ധരിക്കുന്നവനെ പോലെയാണ്. ഫയറാ തബുദുൽ ഹയാൽ ഇബ്ലീസ്. അപ്പോൾ അവന് അവിടെ കാണുന്നത് ശരിക്കും ഇബ്ലീസിൻ്റെ രൂപമാണ്. ഫയത്തക്ക് നൂറൻ വ വിശാലൻ. അപ്പോൾ അവൻ വിചാരിക്കും, ഓ ഞാൻ പ്രകാശത്തിലെത്തിച്ചേർന്നു, ഞാൻ അള്ളാഹുലെത്തിച്ചേർന്നു എന്നൊക്കെ അവൻ വിചാരിക്കും. വയബസുക്കുലഹു ഷെയ്ത്താനു ഫിൽ ഹാസിനത്തിഹി, അവൻ്റെ ഉള്ളിലേക്ക് ഷെയ്ത്താൻ തുപ്പിക്കൊടുക്കും. ആ സമയത്ത് കിട്ടിയ അവസരമാണല്ലോ, കാരണം ഷെയ്ത്താൻ ഒരാളെ മോശമാക്കാൻ കിട്ടുന്ന മാക്സിമം അവസരം ഉപയോഗപ്പെടുത്തുമല്ലോ. അപ്പോൾ ഈ ഒരു അള്ളാഹിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞ ആൾ, ഞാൻ കുറച്ച് വലിയ ആളായി, എനിക്കിനിപ്പോൾ ഷെയ്ഖ് ആവശ്യമില്ല, എനിക്കൊരു മുഖദ്ദം ആവശ്യമില്ല, ഞാൻ ഉയർന്ന അവസ്ഥയിലെത്തി, ഞാൻ ആരെയും കീഴിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുമ്പോൾ ഷെയ്ത്താൻ്റെ ഉള്ളിലേക്ക് തുപ്പിക്കൊടുക്കും. യബ്സുഖുലഹു ഷൈത്താനു ഫി ഹസാനതിഹി, അവൻ്റെ ഉള്ളിലേക്ക് തുപ്പിക്കൊടുക്കും. ഉലൂമൻ വഹബിയൻ, എന്നിട്ട് ആ തുപ്പിക്കൊടുക്കുന്ന കാര്യം തന്നെ കുറേ ഇൽമായിരിക്കും, അത് കുറേ അറിവുകളുണ്ടാവും. ഫയത്തക്കിതു, അവൻ വിചാരിക്കും ഉലൂമൻ വഹബിയൻ, ഇതൊക്കെ എനിക്ക് വഹബിയായി അള്ളാഹ് എനിക്ക് തന്നതാണ്, തുന്നിയായ ഇൽമാണിത് നമുക്ക് കരുതും. വയദ്ദ ഈ ദഅവ വിലായ, അപ്പോൾ അവൻ വിചാരിക്കുന്നിട്ട് ഞാൻ വിലായത്തിൽ ഉന്നത പദവി എത്തിച്ച ആളാണ്, ഞാൻ ഔലിയാണ്, ഷെയ്ഖാണെന്നൊക്കെ വാദിക്കും. യസീദു ഫി ത്വരീഖത്തി ഷെയ്ഖിഹി മാ ലൈസ ഫിഹ, അങ്ങനെ അവൻ ഷെയ്ഖിൻ്റെ ത്വരീഖത്തിൽ അതിലില്ലാത്ത കാര്യങ്ങൾ കടത്തിക്കൂട്ടും. വയൻകുതു ഷർത്തൻ മുഅസ്സസതൻ ത്വരീഖത്തുഹു അലൈഹി, എന്നിട്ട് ഈ ത്വരീഖത്തിൻ്റെ അടിസ്ഥാനമായ ഷർത്തുകൾ പലതും അവൻ ഒഴിവാക്കുകയും ചെയ്യും. നമ്മളങ്ങനെ എത്ര കണ്ടിട്ടുണ്ട്, വലിയ ഷെയ്ഖന്മാരാന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ത്വരീഖത്തിൻ്റെ നിബന്ധനകളൊന്നും പാലിക്കൂല, ത്വരീഖത്തിൽ പിന്നെ ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് കടത്തിക്കൂട്ടും, ഇതൊക്കെ ചെയ്യും. അവർക്ക് ഷെയ്ഖാണ്, ശ്വാസങ്ങൾ നേരിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അമത്യാനകൾ നേരിട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമത്യാനങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളിൽ അധികം കൂട്ടിക്കൊടുക്കും, പഠിപ്പിച്ച ശരിക്കുള്ള നിബന്ധനകൾ എടുത്ത് ഒഴിവാക്കും. അപ്പോൾ ത്വരീഖത്ത് സ്വീകരിക്കാൻ വേറെ ത്വരീഖത്ത് ഒഴിവാക്കേണ്ടതല്ല, ഈ ത്വരീഖത്ത് കൊണ്ടിടക്കുക, മറ്റവും കൊണ്ടിടക്കുക, അതിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കും. വയബ്തദിഉ മുസ്തഹ്ലിയൻ ബിദ്അ, എന്നിട്ട് അവൻ പുത്തൻവാദം കൂട്ടും. മുസ്തഹ്ലിയൻ ബിദ്അത്തു അലാ ത്വരീഖത്തി ഷെയ്ഖി, ഷെയ്ഖിൻ്റെ ത്വരീഖത്തിൻ്റെ വഴിയാണെന്ന് പറഞ്ഞിട്ട് നല്ല ഇതൊക്കെ ഷെയ്ഖ് പഠിപ്പിച്ചാന്ന് പറഞ്ഞിട്ട് ബിദ്അത്ത് കൂട്ടിക്കൊടുക്കും. ഫയഹ്വീഹി അശ്ശൈത്വാനു ഫീ നാറിൽ ഖത്ഇ, അങ്ങനെ അവൻ അള്ളാഹുവിൽ നിന്ന് മുറിഞ്ഞു പോകുന്ന, അള്ളാഹുവിൻ്റെ മാരിഫത്തിൽ നിന്ന് മുറിഞ്ഞു പോകുന്ന നരകത്തിലേക്ക് ശൈത്താൻ അവനെ ഉന്തിത്തള്ളിയിടും. ഇതൊക്കെ പറയണ ഏത് കാലത്താണെന്ന് ആലോചിച്ച് നോക്കിയേ. 1900 ബഹുമാനപ്പെട്ട ഹസൻ ബാക്കലി തങ്ങൾ ജീവിക്കണത്. മഹാനവകൾ ആ കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ത്വരീഖത്തിൽ ഇങ്ങനത്തെ ബിദ്അത്തുകാർ വരും, അവർ നിബന്ധനകൾ കട്ട് ചെയ്യും, അവർ പുതിയ നിബന്ധനകൾ ഉണ്ടാക്കും, അവരെന്നിട്ട് എനിക്ക് ഒരുപാട് അഹമ്മദ് ജാൻ തങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് ആളുകളോട് പിന്നെ അതിങ്ങനെ ഭംഗി വരിച്ചിട്ട് ആൾക്കാരെ കാണിച്ചു കൊടുക്കും. ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണില്ല അങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നത്. വയുസയ്യിറുഹു ഇമാമൻ ലിദ്ദാല്ലീനൽ അഹമ്മ, എന്നിട്ട് അദ്ദേഹം വൈബ് വെച്ചവരുടെ, സാധാരണക്കാരിൽ നിന്ന് വൈബ് വെച്ച ആളുകളുടെ ഇമാമായി അവരോധിക്കപ്പെടുകയും ചെയ്യും. കാരണം സാധാരണക്കാർ 2 വിഭാഗം ആൾക്കാരുണ്ടല്ലോ, ലാല്ലീനുണ്ട്, പിന്നെ അയൽ മദ്ദൂബി അലൈഹിമുണ്ട്, അളബ് കിട്ടിയ ആളുകളുണ്ട്, വലദ്ദാല്ലീൻ ലാല്ലീനുണ്ട്. അളബ് കിട്ടിയവരെന്ന് പറഞ്ഞാൽ ആരാണ്? അള്ള കോപിച്ചവരാണ്, അത് സത്യം മനസ്സിലായിട്ടും അതിൽ നിന്ന് മാറിക്കുന്നവരാണ്. ലാല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതാണ് വൈബ് വെച്ചു, അവർക്ക് അറിയില്ല,
കുറേ സാധാരണക്കാർക്കുണ്ട്, അവർക്ക് എന്തെങ്കിലും ഇൽമ കിട്ടിയാൽ മതി, എന്തെങ്കിലും പറഞ്ഞു കേട്ടാൽ മതി, എന്തെങ്കിലും ഇങ്ങനെ കേട്ടിരുന്നാൽ മതി, ഇത് മാത്രമേ ഉണ്ട് ആവശ്യമുള്ളൂ. കുറേ സ്വപ്നങ്ങൾ കേട്ടാൽ മതി, കുറേ അത്ഭുതങ്ങൾ കണ്ടാൽ മതി, ഇത്ര താല്പര്യം ഉണ്ടാവില്ല സാധാരണക്കാർക്ക്. വലിയ കുറേ ആയത്തുള്ളൊന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ആ ആളുകളുടെ ഇമാമായി ഇദ്ദേഹം അവരോധിച്ചിങ്ങനെ നിൽക്കും. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യും. യുലഹിറുലഹും, എന്നിട്ട് അവർക്ക് വെളിവാക്കി കൊടുക്കും ഇദ്ദേഹം മാ അലിഫൂഹു, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. എന്തായത് ഇപ്പോൾ ഓരോ ആൾക്കാർ ഇന്ന ദിവസം ഇവർക്ക് വലിയ അത്ഭുതമായി തോന്നുന്ന കുറേ സ്വപ്നങ്ങളും കാഴ്ചകളും സംഭവങ്ങളായിരിക്കും. ഓരോ ദിവസമുള്ള കാഴ്ചകൾ, സ്വപ്നങ്ങൾ, വലിയ വലിയ അത്ഭുതകരമായ കാര്യങ്ങൾ, തോന്നുന്ന കാര്യങ്ങൾ, അവിടുന്ന് ഇവിടുന്നൊക്കെ രഹസ്യങ്ങൾ അവിടുന്ന് കോപ്പി അടിച്ചിട്ട് അവർക്ക് കുറേ പറഞ്ഞെടുക്കും, ശൈത്താൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും പറഞ്ഞെടുക്കും. ഇമ്മാ യുഷ്ബിഹു ബറക്ക ഫീസാമിഹിം, അവർ വിചാരിക്കും ഇത് ഇദ്ദേഹത്തിൻ്റെ ബറക്കത്തുകൊണ്ട് ഉണ്ടാകുന്ന കുറേ ലദുന്യ അറിവുകളാണ്, കശ്ഫുകളും കറാമത്തുകളാണെന്ന് ഇവർ വിചാരിക്കും. ശരിക്കും ഒന്നും ആവില്ല, വെറുതെ തോന്നലുകൾ മാത്രമായിരിക്കും. അവരുടെ മുകളിൽ അവരുടെ ആ ബലഹീനത ഇദ്ദേഹം ചൂഷണം ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ മുകളിലെ ശൈത്താനും. ഹഫി അൻഹു അന്ന ബർക്കത്ത് ഫി ത്വരീഖത്ത് ശൈഖി വൈശാറത്തിഹി, ഈ ത്വരീഖത്തിൻ്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഷെയ്ഖിൻ്റെ സൂചനകളിലും മാത്രമാണെന്നുള്ള കാര്യവും മറച്ചു വെക്കും. ഷെയ്ഖ് പറഞ്ഞ കാര്യങ്ങളും ഷെയ്ഖ് സൂചിപ്പിച്ച കാര്യങ്ങളും മനസ്സിലാക്കലും അതിലൂടെ യാത്ര ചെയ്യലും മാത്രമാണ് ഈ ത്വരീഖത്തിലെ ബർക്കത്ത് എന്ന കാര്യവും മറച്ചു വെക്കും. വയതജബ്ബറു, എന്നിട്ട് അവൻ വലിയൊരു ജബ്ബാറായിട്ട് ഭയങ്കര ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു ഷെയ്ഖായിട്ട് മാറും. അതായത് വലിയ ഉണ്ടല്ലോ സ്വച്ഛാധിപതികളായ ഭരണാധികാരികളെ പോലെ അവൻ നിലകൊള്ളും. അങ്ങനെ വെട്ടൊന്ന് മുറി കണ്ട് അങ്ങോട്ട് പോവാണ്, അവനെ ഞാൻ സ്വീകരിച്ചു, അവനെ ഒഴിവാക്കി, വെട്ടി നുറുക്കി എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ഒരു രാജാവായിട്ട് അവൻ അവരോധിക്കപ്പെടും. അമാരിൽ അക്രാനിഹി, അവനെപ്പോലുള്ള ഈ സാധാരണക്കാരൻ മുകളിൽ വലിയ രാജാവായി വലിയ അധികാരിയായി അവൻ വായും. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും എന്നർത്ഥം. അതുകൊണ്ട് ഈ ആൾക്കാരുണ്ടാവുന്നു, കുറേ ആൾക്കാർ കൂടിയതും അതിൻ്റെ ഒരുപാട് നമ്മളെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളും ഇതൊന്നും അല്ല ഒരു മനുഷ്യൻ നല്ലതാണെന്നുള്ളതിൻ്റെ തെളിവ്. ഇതൊക്കെ അവർക്ക് ഉണ്ടാവുന്നു. ഒലുഹുർ ജവാഹുർ ജഹലിഹി മുതവദ്ദിക്കൻ അലല്ലൗലിയ, എന്നിട്ട് ഇങ്ങനെ അയാളുടെ അജ്ഞതയുടെ നിധികൾ ഇങ്ങനെ പുറത്തെടുക്കും. മുതവദ്ദിക്കൻ അലല്ലൗലിയ, ഔലിയാക്കന്മാരിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് എല്ലാം ഒരു ചെയ്തെന്ന് കിട്ടിയാണ് അങ്ങനെ എങ്ങനെ പറയും. ഇയാൾ പറയണൊക്കെ അജ്ഞതായിരിക്കും. വയക്കൂൽ, അവരിങ്ങനെ പറയും മാ ജൂലത്ത് ത്വരീഖ ഇല്ലാ ബിൽ വസൂൽ, അവരുടെ വാദം കേട്ടോ പറയണത്. ആ മോശപ്പെട്ട മുഖദ്ദമീങ്ങൾ അവരുടെ വാദം എന്തായിരിക്കും? മാ ജൂലത്ത് ത്വരീഖ ഇല്ലാലിൽ വസൂൽ, ത്വരീഖത്തോണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹിലെത്തിച്ചേരലല്ലേ. ഫൈദ വസല ഇസ്താന, അള്ളാഹിലെത്തിച്ചേർന്ന പിന്നെന്താ ഇപ്പോൾ നമ്മൾ സ്വതന്ത്രനായില്ലേ. നമ്മൾ ചിന്തിക്കേണ്ട അതാണ്. നമ്മളിപ്പോൾ ഫത്ഹായി മാരിഫത്തി, ഇനിയിപ്പോൾ ഞാൻ ഒറ്റക്ക് ഞാൻ എൻ്റെ ഷെയ്ഖ് മതിയല്ലോ, വേറൊന്നും വേണ്ടല്ലോ. നമ്മൾ ആരെങ്കിലും ഒരു കീലാവേണ്ട ആവശ്യമില്ല, ഒരു മുഖദ്ദമിൻ്റെ കീലായിട്ട് നമ്മൾ നടക്കേണ്ട, നമ്മളെ തർബിയത്തും നമ്മളെ അദബ് ശീലിക്കലും ഇതൊന്നും നമ്മൾ വേണ്ട, നമ്മൾ സ്വതന്ത്രനായി നിന്നാൽ മതി എന്നാണോ നമ്മൾ വാദം? അത് ഇതിലേക്ക് ചേർന്ന് വരുന്നതാണ്. മാ ജൂലത്ത് ത്വരീഖ ഇല്ലാ വസൂൽ, ഈ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് എത്തിച്ചേരൽ മാത്രമല്ലേ. വൈദാ വസല, ആരെങ്കിലും എത്തിച്ചേർന്നാൽ ഇസ്താന, അവൻ സ്വതന്ത്രനായി. ഇസ്തബദ്ദ ബിറഈ, അവന് സ്വയം അവൻ്റെ അഭിപ്രായങ്ങൾക്ക് സ്വയം അധികാരമുള്ളവനായി. അവൻ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും? അവൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞെടുക്കാതെ സ്വീകരിക്കപ്പെടണം, ആ രൂപത്തിലായി. അന്നഹു റുഷ്ദഹു ഷെയ്ഖുഹു മുത്തലക്കൻ, അവൻ അവകാശപ്പെടും. അന്ന റഷദുഹു ഷെയ്ഖുഹു മുത്തലക്കൻ, അവന് ഷെയ്ഖ് മുത്തലക്കായ അധികാരം നൽകിയിട്ടുണ്ട്. അവൻ ഇജാസത്ത് വരെ കാണിച്ചു, കണ്ടില്ല എനിക്ക് ഷെയ്ഖ് മുത്തലക്കായ ഇജാസത്ത് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, എൻ്റെ എല്ലാ വാക്കുകളും സ്വീകരിക്കണം എന്നവൻ പറയും. ബഹു ലം യഖ്ത മർത്തബത്ത് തൗബ, എന്നാൽ ആ ചങ്ങായി ലം യഖ്ത മർത്തബത്ത് തൗബ, തൗബന്റെ മർത്തബ പോലും എത്തിയിട്ടില്ല. ഫദ്ലൻ അൻ ഐരിഹ, പിന്നല്ല മറ്റുള്ള മക്കാമ്. ഈ അവകാശപ്പെടുന്ന ആള് ഞാൻ ഫത്ഹായി അവിടെ എല്ലാം തേടി എന്ന് പറഞ്ഞാൽ ഫത്ഹ ആവാന്ന് പറഞ്ഞാൽ തുടക്കത്തിലേക്ക് തന്നെ മടങ്ങി വരികയെന്നർത്ഥം. തുടക്കം എന്താ? തൗബയാണ്. പിന്നെയും ഫസ്റ്റ് മുതൽ തുടങ്ങണം. ഇതുവരെ നമ്മൾ തൗബ ചെയ്തതും മാരിഫത്തിൽ എത്തിച്ചേർന്നതൊക്കെ നമ്മൾ ഇല്ലായ്മയിൽ നിന്ന് വന്നതാ. ഇനി മുതൽ ഫസ്റ്റ് മുതൽ തുടങ്ങണം, യഥാർത്ഥ തൗബയിലേക്ക് മടങ്ങണം, യഥാർത്ഥ മാരിഫത്തിലേക്ക് എത്തിയുമാണ്. അതൊരു അറ്റമില്ലാത്ത യാത്രയാണ്. ആ അറ്റമില്ലാത്ത യാത്രയിൽ തൗബയിൽ വരുവാൻ അവൻ എത്തിയിട്ടില്ല. ബഹുവലം യഖ്ത മർത്തബത്ത് തൗബ, തൗബയിൽ വരെ അവൻ എത്തിയിട്ടില്ല. ഫദ്ലൻ അൻ ഐരിഹ, പിന്നെ ബാക്കിയുള്ളതിനെ പറ്റി പറയാനുണ്ടോ? യുസജ്ജലു അലൈഹി ബിദലാമി അലാ ഖൽബി, അവൻ്റെ മുകളിൽ അവൻ എഴുതപ്പെടും, അവൻ്റെ ഹൃദയത്തിൻ്റെ മുകളിൽ
മറ വീണവൻ പെട്ടവനായി അന്ധകാരം ഉള്ള ഹൃദയമുള്ളവനായിട്ട് അവൻ എഴുതപ്പെടും, രേഖപ്പെടുത്തപ്പെടും.